ഓക്കെ, അറബിക് വില്ല ജുഹബ് കണ്ടക്ട് ചെയ്യുന്ന ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ മാരത്തൺ റിവിഷന്റെ ഇൻട്രൊഡക്ഷൻ ടു മാസ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ഭാഗമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു 4 സെഷനുകൾ വിജയകരമായി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ 5th സെഷനിലാണ് എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ബ്ലോക്കിലെ 4th ബ്ലോക്കിലെ ഒരു യൂണിറ്റ് കൂടി ബാക്കി ഉണ്ടായിരുന്നു. ആ ഒരു യൂണിറ്റ് ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം നമ്മൾ പറയുക 6th ബ്ലോക്ക് ആയിരിക്കും. കാരണം 5th ബ്ലോക്ക് എന്നുള്ളത് കുറച്ച് കമ്പാരിറ്റീവ്ലി കുറച്ച് ടഫ് ആയിട്ടുള്ള കുറച്ച് പുതുമയുള്ള ഭാഗങ്ങളാണ്. അതൊന്നും കൂടി ഫ്രഷ് ആയിട്ട് നമുക്ക് എടുക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ട് ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ 6th ബ്ലോക്ക് പെട്ടെന്ന് പറഞ്ഞു തീർക്കുകയാണ് ചെയ്യുക. അത് വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് ചാപ്റ്ററുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും, കുറച്ചുകൂടി അധികം സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങളുടെ സമയത്തിനനുസരിച്ച് മാത്രം 5th ബ്ലോക്കിനെ കുറിച്ചിട്ട് ആലോചിച്ചാൽ മതിയാവും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നേരത്തെ നമ്മൾ പറഞ്ഞു നിർത്തിയത് മീഡിയ എഫക്റ്റ് തിയറി, അതുപോലെ തന്നെ മറ്റു അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കുറച്ച് തിയറീസിനെ കുറിച്ചാണ്. സോഷ്യോളജിക്കലായിട്ട് സൈക്കോളജിക്കലായിട്ടുള്ള തിയറീസിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് പറയാനുള്ളത് നോർമാറ്റീവ് തിയറീസ് ഓഫ് പ്രസ് എന്നുള്ളതാണ്. അതായത് പ്രസ്സുമായി ബന്ധപ്പെട്ട പ്രസ്സിന്റെ ഉടമസ്ഥാവകാശം അല്ലെങ്കിൽ അതിന്റെ ലക്ഷ്യമൊക്കെയായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ട് നോർമാറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോർമാറ്റീവിന്റെ അർത്ഥം പറയുകയാണെങ്കിൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു പ്രസ് വർക്ക് ചെയ്യുന്ന സമയത്ത് അത് ഉയർത്തിപ്പിടിക്കുന്ന കുറച്ച് മൂല്യങ്ങൾ ഉണ്ടായിരിക്കും. എന്തിനു വേണ്ടിയാണ് ഇത് പ്രവർത്തിക്കുന്നത്, ആരാണ് അത് പ്രവർത്തിക്കുന്നത്, അതിന്റെ ധർമ്മം എന്താണ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു നോർമാറ്റീവ് തിയറീസിൽ വരിക. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ ഒരു പക്ഷേ ഇതൊരു ഈ ചാപ്റ്റർ മൊത്തം ഒറ്റ ചോദ്യമായിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഒരിക്കൽ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അതായത് നോർമാറ്റീവ് തിയറീസ് ഓഫ് പ്രസ്സിനെ കുറിച്ച് എസ്സേ എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലുള്ള 6 തിയറീസിനെ കുറിച്ചും എഴുതുകയാണ് വേണ്ടത്. ഒരു പക്ഷേ മറ്റ് ചാപ്റ്ററുകളും അങ്ങനെ ചോദിച്ചേക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ 6 തിയറികളെ കുറിച്ചും ഒരു ധാരണ ഉണ്ടാക്കി വെക്കുക, എന്നിട്ട് അത് കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ആദ്യം നമ്മളിപ്പോ കാണുന്ന പോലെ 6 തിയറീസ് അത് എന്തൊക്കെയാണെന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് ആദ്യം ഒന്ന് പറഞ്ഞുതരാം, എന്നിട്ട് നമുക്കത് വിശദീകരിക്കാം. നമ്മൾ നേരത്തെ പഠിച്ച തിയറീസുമായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒന്നുകൂടി എളുപ്പമുള്ള ഭാഗങ്ങളാണ് ഇതിലുള്ളത്. എന്തിനാണ് ഒരു പ്രസ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. പറയൂ. നേരത്തെ ചാപ്റ്ററിൽ നമ്മൾ നേരത്തെ എൻഡ് ചെയ്തതില് ഫ്രെയിമിങ്, സ്പൈറൽ ഓഫ് സൈലൻസ്, യൂസ് ഓഫ് ഗ്രാറ്റിഫിക്കേഷൻ തിയറി, അതൊക്കെ നമ്മൾ ഡിലീറ്റഡ് ആണോ, എടുക്കാതെയല്ലേ സ്റ്റോപ്പ് ചെയ്ത്? നമ്മൾ അജണ്ട സെറ്റിംഗ് തിയറി വരെ എടുത്തില്ലേ? അതുവരെ എടുത്തിട്ടുള്ളൂ, അതിന്റെ ബാക്കി എടുത്തിട്ടില്ല. അജണ്ട സെറ്റിംഗ് തിയറി ഉള്ളൂ, ആ 2 എണ്ണേ ഉള്ളൂ. നേരത്തെ സിലബസ് കാണിച്ചു തന്നിരുന്നല്ലോ. സിലബസിൽ ആ 2 എണ്ണേ വരുന്നുള്ളൂ. പിന്നെ 4th ഇപ്പൊ നമ്മൾ യൂണിറ്റ് 5 ആണ് എടുക്കുന്നത്. യൂണിറ്റ് 4 മൊത്തത്തിൽ ഒഴിവാക്കിയിട്ടുണ്ട്. മീഡിയ ഓഡിയൻസ് തിയറി അങ്ങനെ എന്തോ ഒരു സംഗതി ആയിരുന്നു തോന്നുന്നു, മൊത്തത്തിൽ അത് ഒഴിവാക്കിയിട്ടുണ്ട്. യൂണിറ്റ് 3 കഴിഞ്ഞാൽ നേരെ യൂണിറ്റ് 5 ആണ് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നോർമാറ്റീവ് തിയറീസ് ഓഫ് പ്രസ് എന്ന് പറയുമ്പോൾ പ്രസ് എന്തിനു വേണ്ടിയിട്ടാണ്, പ്രസിന്റെ ധർമ്മം എന്താണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതോറിറ്റേറിയൻ തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ആർക്കാണ് അധികാരം, ആ ഒരു അർത്ഥത്തിൽ വരുന്ന സംഭവമാണ്. അപ്പൊ ഇവിടെയുള്ള അധികാരത്തിന്റെ അർത്ഥം സ്വേച്ഛാധിപത്യം എന്നുള്ളതാണ്. അതായത് ഗവൺമെന്റിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ലക്ഷ്യങ്ങൾ അതേപടി സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തുന്ന സിദ്ധാന്തത്തെ കുറിച്ചാണ് നമ്മൾ അതോറിറ്റേറിയൻ തിയറി എന്ന് പറയുക. അവിടെ ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം നൽകുക ഗവൺമെന്റിന്റെ വെൽഫെയറിനായിരിക്കും. പൊതുജനങ്ങളുടെ ഒരു നേട്ടം എന്നുള്ളതിനേക്കാൾ ഗവൺമെന്റിന്റെ താല്പര്യം, അതായത് അവിടുത്തെ സാമൂഹിക ക്രമം നിലനിർത്താൻ വേണ്ടിയിട്ട് ഗവൺമെന്റിന് എന്തും മാധ്യമങ്ങളെ ഉപയോഗിച്ച് ചെയ്യാമെന്ന് പറയുന്ന ഒരു സംഗതിയാണ്. ഒരർത്ഥത്തിൽ അതിനൊരു പോസിറ്റീവ് വശമുണ്ട്, നെഗറ്റീവ് വശവും ഉണ്ട്. അപ്പോൾ അതോറിറ്റേറിയൻ തിയറി എന്ന് പറയുമ്പോൾ കൂടുതൽ ആരുടെ അടുത്താണ് ഭരണമുള്ളത്, അതായത് ഭരണവർഗം ഈ ഒരു മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്ന വശമാണ് അവിടെ പറയുക. ദെൻ ലിബർട്ടേറിയൻ തിയറി എന്ന് പറയുമ്പോൾ ലിബർട്ടി നമ്മൾ നേരത്തെ പറഞ്ഞു ഫ്രീഡം എന്നുള്ളതാണ്. അപ്പോൾ അതോറിറ്റേറിയൻ തിയറിയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് ലിബർട്ടേറിയൻ തിയറി എന്നുള്ളത്. അവിടെ ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം ഉണ്ടാവുക ഒരു ഭരണവർഗത്തിന് മാത്രമേ ആയിരിക്കില്ല, മറിച്ച് എല്ലാവർക്കും അവിടെ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. അപ്പൊ ഈ അതോറിറ്റേറിയൻ തിയറിയുടെ നേരെ ഓപ്പോസിറ്റ് ആണ്. നമ്മൾ ഓരോന്ന് 1 by 1 ആയിട്ട് പറയുമ്പോൾ മനസ്സിലാക്കാം. അപ്പൊ ഒരു പാഠത്തിന്റെ സ്വഭാവം മനസ്സിലാക്കാനാണ് ഇപ്പോൾ ഇത് വിഷയം പറയുന്നത്. മൂന്നാമത്തത് സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് തിയറി, അതായത് റഷ്യയിലും ചൈനയിലും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സിദ്ധാന്തമാണ് സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് തിയറി എന്നുള്ളത്. അതായത് കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ താല്പര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് മാധ്യമങ്ങളെ ഉപയോഗിക്കുക എന്നുള്ള ആ ഒരു സംഭവമാണ് സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് തിയറിയിൽ വരുന്നത്. നേരെ നിന്ന് വ്യക്തമാണ്. 4ാമത്തെ ഒന്നാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി തിയറി എന്നുള്ളത്. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി തിയറി എന്ന് പറയുമ്പോൾ സമൂഹത്തിന്റെ ഉത്തരവാദിത്തമായിട്ട് മാധ്യമങ്ങളുടെ പ്രവർത്തനങ്ങളെ കാണുക. അതായത്
പൊതുജനങ്ങളുടെ പങ്കാളിത്തം, അത്തരം ചില സംഗതികൾ. എന്തിനു വേണ്ടിയാണ് മീഡിയ വർക്ക് ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ള ആ ഒരു അർത്ഥത്തിൽ വിശദീകരിക്കാം. ദെൻ ഡെവലപ്മെന്റൽ മീഡിയ തിയറി എന്നുള്ളത്, അതായത് ഒരിക്കലും മാധ്യമങ്ങൾ എന്ത് ചെയ്യരുത്, ഈ ഒരു ഗവൺമെന്റിന് വിരുദ്ധമായ അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന സാമൂഹിക ക്രമത്തോടുള്ള ഒരു ക്രിറ്റിക്കൽ മെന്റാലിറ്റിയിലല്ല മാധ്യമങ്ങൾ വർക്ക് ചെയ്യേണ്ടത്, മറിച്ച് ഡെവലപ്മെന്റ്, പുരോഗതിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു മീഡിയയിൽ ഇടപെടുന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു നിർമ്മാണാത്മകമായിട്ടുള്ള കാര്യം വേണം, കേവലം വിമർശനം മാത്രമാവരുത്, മറിച്ച് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടതെന്ന് പറയുന്ന ഒരു സിദ്ധാന്തം. അതും അതോറിറ്റേറിയൻ തിയറിയും ഏകദേശം ഒരേ പാലത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്നുള്ള വിമർശനമുണ്ട്, ആ സമയത്ത് പറയാം. ദെൻ ഫൈനലി ഡെമോക്രാറ്റിക് പാർട്ടിസിപ്പന്റ് തിയറി എന്നുള്ളത്, അതായത് എല്ലാവരും പൊതുജനങ്ങൾ മൊത്തത്തിൽ പങ്കെടുക്കേണ്ട ഡെമോക്രാറ്റിക് പാർട്ടിസിപ്പന്റ് തിയറി എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം. നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം. ആദ്യത്തേത് അതോറിറ്റേറിയൻ തിയറി എന്നുള്ളതാണ്. അതോറിറ്റേറിയൻ തിയറി എന്നുള്ളത് സീബർട്ട്, പീറ്റേഴ്സൺ, ഷ്രാം എന്നിവരിലൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് സ്കോളേഴ്സ് ആണ് 1986 ഈ ഒരു സിദ്ധാന്തം മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഈ നോട്ട് വായിക്കുമ്പോൾ ഇവിടെ യെല്ലോ കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗം മാത്രം നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ കോർ ഐഡിയ കിട്ടും. ഇവിടെ മീഡിയ ഇസ് കൺട്രോൾഡ് ബൈ റൂളിംഗ് എലൈറ്റ്സ് ടു മെയിൻറ്റെയിൻ സോഷ്യൽ ഓർഡർ. അവിടെയുള്ള സാമൂഹിക ക്രമം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട്, അതിനെ പരിപാലിക്കുന്നതിന് വേണ്ടിയിട്ട് ഭരണവർഗം മീഡിയയെ കൺട്രോൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ അതോറിറ്റേറിയൻ തിയറിയിൽ ഉദ്ദേശിക്കുന്നത്. അതായത് അവിടെയുള്ള സർക്കാർ ആരാണോ, ഉദാഹരണത്തിന് മൊണാർക്കി ആയിരിക്കും, അതായത് ഏകാധിപത്യ ഭരണമായിരിക്കും, രാജ്യഭരണമായിരിക്കും, അവരെന്ത് ചെയ്യും, ഈ മീഡിയയെ റണ്ണ് ചെയ്യും. അതിന് പ്രതികൂലമായിട്ടുള്ള എന്തെങ്കിലും പ്രവർത്തനം ഉണ്ടായി കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ട് അവരതിനെ സ്റ്റോപ്പ് ചെയ്യുന്ന. അപ്പോൾ ഇവിടെ സെൻസർഷിപ്പിന് ഓണർഷിപ്പ് കൂടുതൽ കേന്ദ്രീകൃതമാണ്, ഗവൺമെന്റിൽ മാത്രം കേന്ദ്രീകൃതമാണ്, പ്രൊപ്പഗണ്ടയാണ് അവിടെ കാര്യമായിട്ട് നടക്കുക. അപ്പോൾ ഒരു അതോറിറ്റേറിയൻ തിയറി സത്യം പറഞ്ഞാൽ ഒരു നെഗറ്റീവ് ലുക്കാണ്. ഇപ്പോൾ പ്രൊപ്പഗണ്ടയ്ക്ക് പ്രാമുഖ്യം നൽകുന്ന, ഗവൺമെന്റിന് മാത്രം ശബ്ദം നൽകുന്ന ഒരു സംഗതി എന്ന അർത്ഥത്തിൽ അതോറിറ്റേറിയൻ തിയറിക്ക് അതിൻ്റെതായ ന്യൂനതകളുണ്ട്. പക്ഷെ അവർ പറയുന്ന ന്യായം എന്നുള്ളത് മെയിൻറ്റെയിൻ സോഷ്യൽ ഓർഡർ എന്നുള്ളതാണ്. ഒരു സാമൂഹിക ക്രമം നിലനിർത്തണമെന്നുണ്ടെങ്കിൽ എല്ലാവരും കയറി അഭിപ്രായം പറയുന്ന ഒരു സ്ഥിതിവിശേഷം പറ്റില്ല. അവിടുത്തെ ഭരണത്തിന്റെയും രാജ്യത്തിന്റെയും സുരക്ഷയ്ക്ക് ഏറ്റവും നല്ലത് ഭരണകൂടം തന്നെ മാധ്യമങ്ങളെ നിയന്ത്രിക്കുകയാണ് എന്നുള്ളതാണ് അതോറിറ്റേറിയൻ തിയറിയുടെ വക്താക്കൾ സിദ്ധാന്തിക്കാറുള്ളത്. ഇപ്പോൾ ബ്രിട്ടീഷ് കാലത്തെ ഇന്ത്യ, അതുപോലെ തന്നെ നോർത്ത് കൊറിയ, ഹിറ്റ്ലറുടെ കാലത്തെ നാസി ജർമ്മനി, ഇപ്പോൾ തന്നെ ഇപ്പോൾ പുതിയ കാലത്ത് തന്നെ ഡെമോക്രസിയിൽ കൂടുതൽ കോർപ്പറേറ്റുകൾ നേതൃത്വം നൽകുന്ന മാധ്യമ സംസ്കാരങ്ങളിലൊക്കെ ഈ അതോറിറ്റേറിയൻ തിയറിയാണ്. അതായത് ആരാണോ ഭരണവർഗം അവരിൽ മാത്രം മാധ്യമത്തിന്റെ പവർ ഒതുങ്ങി നിൽക്കുന്ന ഒരു സിദ്ധാന്തമാണ് അതോറിറ്റേറിയൻ തിയറി എന്നുള്ളത്. ഈസിയാണ്. അപ്പോൾ അതിന്റെ കോൺസിക്വൻസ്, അതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഭയമായിരിക്കും ഉൽപ്പാദിപ്പിക്കപ്പെടുക. കുറെ ആളുകൾ എന്ത് ചെയ്യും, കുറെ മാധ്യമ പ്രവർത്തകർ പുറത്തേക്ക് വരില്ല, അവർ സെൽഫ് സെൻസർഷിപ്പ് ഏർപ്പെടുത്തും. അതായത് സ്വയം തന്നെ സെൻസർ ചെയ്യുക. ഞാനൊരു കാര്യം പറഞ്ഞാൽ അത് ഗവൺമെന്റിനെതിരാവുമല്ലോ, അവരെന്നെ തുറങ്കലിൽ അടയ്ക്കുമല്ലോ എന്നുള്ള പേടി കൊണ്ട് ജേർണലിസ്റ്റ് തന്നെ സ്വയം സെൻസർഷിപ്പിന് വിധേയമായിട്ട് മാറി നിൽക്കുന്ന, ഭയപ്പെട്ട് മാറി നിൽക്കുന്നതിന്റെ അവസ്ഥ വരും. പൊതുജനങ്ങൾക്ക് ഒരു അഭിപ്രായം പറയാനുള്ള അവസരങ്ങൾ കുറയും, ഡെമോക്രാറ്റിക് പാർട്ടിസിപ്പേഷൻ കുറയും. അതൊക്കെയാണ് ഈ ഒരു പോയിന്റ് നമുക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു മീഡിയ പവർ ആണ് അവിടെ രൂപപ്പെടുക. പൊതുജനങ്ങൾക്ക് അവിടെ ഒരു പവറും ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. അപ്പോൾ അതോറിറ്റേറിയൻ തിയറി മനസ്സിലായില്ല. അതായത് ഗവൺമെന്റിന് പ്രാമുഖ്യം ലഭിക്കുന്ന തിയറി എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഭരണവർഗം മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നതിനെയാണ് അതോറിറ്റേറിയൻ സിദ്ധാന്തം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നേരെ അടുത്തതിലേക്ക് പോവുകയാണ്. ലിബർട്ടേറിയൻ തിയറി. ലിബർട്ടേറിയൻ തിയറി എന്ന് പറയുമ്പോൾ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഗവൺമെന്റിന്റെ കൺട്രോളിൽ നിന്നും പുറത്താണ് മാധ്യമങ്ങൾ നിൽക്കേണ്ടത് എന്ന് പറയുന്ന സംഗതി. പ്രസ് ഷുഡ് ബി ഫ്രീ ഫ്രം ഗവൺമെന്റ് കൺട്രോൾ ഓർ ഇന്റർഫറൻസ്. ഒരിക്കലും ഗവൺമെന്റ് അതിൽ ഇടപെടാൻ പാടില്ല. കാരണം എല്ലാ മനുഷ്യർക്കും അവരുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. ഒരിക്കലും ഗവൺമെന്റ് അത് പിടിച്ചു കെട്ടാൻ പാടില്ല. മീഡിയ ഫ്രീഡം വേണം, ലിബർട്ടി, ഡെമോക്രസി, അത്ര മൂല്യങ്ങളാണ് നമ്മൾ മുന്നോട്ട് വെക്കേണ്ടത്. അതുപോലെ തന്നെ ഇപ്പൊ ഈ ചർച്ച് അല്ലെങ്കിൽ സ്റ്റേറ്റ്, പണ്ട് ചർച്ച് എന്ന് പറയാൻ കാരണം പണ്ട് കാലത്ത് ഇപ്പൊ യൂറോപ്പിലൊക്കെ അധികാരം ഉണ്ടായിരുന്നത് അന്നത്തെ പൗരോഹിത്യത്തിനായിരുന്നു, ചർച്ചിനായിരുന്നു അധികാരം ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ചർച്ച് സ്റ്റേറ്റ് കോൺഫ്ലിക്റ്റ് അതിന്റെ ഒക്കെ ഒരു പരിസരത്ത് നിന്നാണ് ലിബർട്ടേറിയൻ തിയറി ഉദിച്ചു വരുന്നത്. അതായത് ചർച്ച് മാത്രം നിയന്ത്രിച്ചിരുന്ന മാധ്യമങ്ങൾ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഭരണവർഗം മാത്രം ചർച്ചിന് അനുകൂലമായിട്ട് കൊണ്ടുപോയിരുന്ന മാധ്യമ സംസ്കാരത്തെ പൊതുജനങ്ങൾ കൂടി ഇടപെടുന്ന രൂപത്തിൽ വികസിപ്പിച്ചെടുക്കുന്നത് അന്നത്തെ യൂറോപ്പിലെ ആ ഒരു കാലാവസ്ഥയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ വരുന്ന ഒരു പോയിന്റ് ആണ് സെൽഫ് റൈറ്റിംഗ് പ്രിൻസിപ്പിൾ എന്നുള്ളത്. ജോൺ മിൽട്ടൺ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു സംഗതിയാണ് സെൽഫ് റൈറ്റിംഗ് പ്രിൻസിപ്പിൾ എന്നുള്ളത്. അതായത് ട്രൂത്ത് പ്രിവെയിൽസ് ഇൻ ഓപ്പൺ ഡിബേറ്റ്. ഒരു ഓപ്പൺ ഡിബേറ്റ് നടന്നു കഴിഞ്ഞാൽ, ഒരു തുറന്ന ചർച്ച നടന്നു കഴിഞ്ഞാൽ അവിടെ വിജയിക്കാൻ പോകുന്നത് സത്യം മാത്രമായിരിക്കും. അപ്പോൾ തുറന്ന ചർച്ചകളെ ഒരിക്കലും ഗവൺമെന്റ് പേടിക്കേണ്ടതില്ല, സത്യമാണ് അവിടെ വിജയിക്കുക. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് എന്തെങ്കിലും അട്ടിമറികൾ ഉണ്ടാകുമോ എന്ന് വെറുതെ ഭയപ്പെടേണ്ടതില്ല എന്ന് ജോൺ മിൽട്ടന്റെ സെൽഫ് റൈറ്റിംഗ് പ്രിൻസിപ്പിൾ സ്ഥാപിക്കുന്നതായിട്ട് കാണാം.
അപ്പോൾ ലിബർട്ടേറിയൻ തിയറി എന്ന് പറയുന്നത് അതോറിറ്റേറിയൻ തിയറിയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അമേരിക്കയിൽ ഉണ്ടായിട്ടുള്ള വാട്ടർഗേറ്റ് സ്കാൻഡൽ എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ്, അതിലൂടെയൊക്കെ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം, അതായത് ജേർണലിസം എന്നുള്ളത് കേവലം ഇങ്ങനെ വാർത്തകൾ പുറത്ത് പറയുന്ന ഒരു മാധ്യമം എന്നുള്ളതിന് മാത്രം ചുരുങ്ങാതെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങി ചെന്നുകൊണ്ട് ഒരു ഡിറ്റക്റ്റീവുകളൊക്കെ വർക്ക് ചെയ്യുന്നത് പോലെ ഉള്ളറകൾ കണ്ടെത്തുകയും അത് പുറം ലോകത്തേക്ക് കാണിക്കുകയും ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം, ഒരു അന്വേഷണാത്മകമായിട്ടുള്ള മാധ്യമ പ്രവർത്തന സംസ്കാരം അമേരിക്കയിൽ രൂപപ്പെട്ടത് ഈ ഒരു തിയറിയുടെ അടിസ്ഥാനത്തിലാണ്. അതുപോലെ തന്നെ അറബ് വസന്തം, അറബ് രാഷ്ട്രങ്ങളിൽ ആഞ്ഞു വീശിയ ഒരു വിപ്ലവമായിരുന്നു അറബ് വസന്തം എന്നുള്ളത്. ഈ അടുത്ത കാലത്ത് 21ാം നൂറ്റാണ്ടിൽ നടന്നിട്ടുള്ള, അല്ലെങ്കിൽ 20ാം നൂറ്റാണ്ടിന്റെ അവസാനം മുതൽ അതിനൊരു ട്രെൻഡ് ആരംഭിക്കുകയും ഈ സമീപകാലത്ത് ലോകം ദർശിച്ച ഒരു മൂവ്മെന്റ് ആണ് അറബ് വസന്തം എന്നുള്ളത്. അതായത് മുല്ലപ്പൂ വിപ്ലവം എന്നൊക്കെ പറയാറുണ്ട് അതിന്. മുല്ലപ്പൂ വിപ്ലവത്തിന് മാധ്യമങ്ങൾ വലിയ പങ്ക് വഹിച്ചിരുന്നു. കാരണം സമാന്തരമായ അറബ് രാഷ്ട്രങ്ങളിലൊക്കെ അവിടെ നിലനിന്നിരുന്ന ഏകാധിപത്യത്തിന്റെ ചങ്ങലകളെ പൊട്ടിക്കാനായിട്ട് ഈ ഒരു അറബ് വസന്തത്തിൽ, മുല്ലപ്പൂ വിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ചത് അന്നത്തെ മാധ്യമങ്ങളായിരുന്നു. അതിലൊക്കെ വർക്ക് ചെയ്തത് ഈ ഒരു ലിബർട്ടേറിയൻ തിയറിയാണ്. അത് പൊതുജനങ്ങൾക്കും മാധ്യമ അവസരം വേണമെന്നുള്ള ഒരു സിദ്ധാന്തം. പിന്നെ വരുന്ന വിമർശനങ്ങളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ലെയ്സ്വെൽ, ലിപ്മാൻ എന്നൊക്കെ പറയുന്ന സ്കോളേഴ്സ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് പലപ്പോഴും വ്യാജ വാർത്തകൾ പരക്കാനുള്ള ഒരു അവസരം ഈ ഒരു തിയറിയിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് പറയാറുണ്ട്. കാരണം എല്ലാവർക്കും തുറന്നു നൽകുമ്പോൾ ഉണ്ടാകുന്ന ഒരു നെഗറ്റീവാണ് ഇപ്പോൾ വംശീയ പരാമർശങ്ങൾ, വർഗീയ പരാമർശങ്ങൾ, ഉത്തരവാദിത്തമില്ലാത്ത മാധ്യമ പ്രവർത്തനം, അതുപോലെ തന്നെ വ്യാജ വാർത്തകളൊക്കെ പരക്കുന്നത് പലപ്പോഴും വലിയ പ്രശ്നം ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ച് യുദ്ധ സന്ദർഭങ്ങളിലൊക്കെ ഒരു ഗവൺമെന്റ് പറയൽ കേൾക്കുക എന്നുള്ളത് അനിവാര്യമാണ്. ഒരു രാജ്യം ഒരു യുദ്ധത്തെ നേരിടുമ്പോൾ സർക്കാരിനെതിരെ പൊതുജനങ്ങൾ തിരിഞ്ഞു കഴിഞ്ഞാൽ ആ രാഷ്ട്രത്തിൽ വലിയ അരക്ഷിതാവസ്ഥ ഉണ്ടാകും. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിലൊക്കെ ഒരു ലിബർട്ടേറിയൻ തിയറി വെച്ച് പുലർത്തുന്നത് ദോഷം ചെയ്യും എന്നുള്ള ഒരു വിമർശനമുണ്ട്. അപ്പോൾ എല്ലാ നാണയത്തിനും രണ്ടു വശമുണ്ടെന്ന് പറയുന്നത് പോലെ അതോറിറ്റേറിയൻ തിയറിക്കും ലിബർട്ടേറിയൻ തിയറിക്കും ഒക്കെ പോസിറ്റീവ് നെഗറ്റീവ്സ് ഒക്കെ ഉണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. രണ്ടും സിമ്പിൾ ആണല്ലോ അല്ലെ? സർ എക്സ്ക്യൂസ് മീ, വാട്ടർ ഗേറ്റ് അഴിമതി എന്താണെന്ന് കൂടെ എനിക്ക് അവിടെ നെറ്റ് പ്രോബ്ലം ഉണ്ടായിട്ട് ക്ലിയർ ആയില്ല. വാട്ടർ ഗേറ്റ് സ്കാൻഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അന്ന് അമേരിക്കയിൽ ഉണ്ടായിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തനമാണ് ശരിക്കും അത്. പിന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി അത് നോക്കിയിട്ട് വേണം. സംഭവം ഇത്രേ ഉള്ളൂ. എന്താന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. അതായത് അന്നത്തെ പ്രസിഡൻഷ്യൽ കറപ്ഷന്റെ കാര്യത്തിൽ, അതായത് അന്നത്തെ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള അഴിമതികൾ തുറന്നു കാണിക്കാൻ വേണ്ടിയിട്ട് ജേർണലിസ്റ്റുകൾ എന്ത് ചെയ്തു, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ തുടങ്ങി. കിട്ടിയ വാർത്ത ഇങ്ങനെ പറയുക എന്നുള്ളതല്ല, അതായത് സർക്കാർ അടിച്ചിറക്കുന്ന വാർത്ത ഇങ്ങനെ പൊതുജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു കേവലം മീഡിയേറ്റർ ആകുന്നതിന് പകരം അവിടുത്തെ അഴിമതിയെ കുറിച്ചൊക്കെ പഠിച്ച് അവർ തന്നെ അന്വേഷിച്ച് മനസ്സിലാക്കിയതിന്റെ ശേഷം എന്ത് ചെയ്തു, അങ്ങനെ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം എന്നുള്ളൊരു സംസ്കാരം അമേരിക്കയിൽ തുടങ്ങിയിരുന്നു. അത് ഈ ലിബർട്ടേറിയൻ തിയറിയുടെ സ്വാധീന പ്രകാരമാണെന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പൊ അമേരിക്കയിലെ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം എന്നുള്ളതാണ് അവിടെ പോയിന്റ് ചെയ്യേണ്ടത്. ഇൻവെസ്റ്റിഗേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അന്വേഷിച്ചിട്ട് മനസ്സിലാക്കുക, അതായത് നേരെ ഇങ്ങോട്ട് കിട്ടുന്നതായിരിക്കില്ല, തെരഞ്ഞു പിടിച്ചിട്ട് പിടിക്കുന്ന ഒരു അവസ്ഥ. പിന്നെ സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് തിയറി എന്നുള്ളതാണ്, അധികം ഒന്നും പറയാനില്ല, നേരെ സ്ട്രെയിറ്റ് പറയാവുന്ന ഒരു കാര്യമാണ്. മീഡിയ ഈസ് എ ടൂൾ ഓഫ് ദി സ്റ്റേറ്റ് സെർവിംഗ് ഇൻട്രസ്റ്റ് ഓഫ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇപ്പൊ ചൈന, റഷ്യ പോലെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അധികാരത്തിൽ ഉണ്ടായിരുന്ന പ്രദേശങ്ങളിൽ അവർ നടപ്പിലാക്കിയിരുന്ന ഒരു തിയറിയാണ് സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് തിയറി എന്നുള്ളത്. അതിന് മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് തിയറി എന്നുള്ള പേരും കൂടിയുണ്ട്. സോവിയറ്റ് യൂണിയനിലും അതുപോലെ തന്നെ മറ്റ് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളൊക്കെ ഈ ഒരു സിദ്ധാന്തം ഫോളോ ചെയ്തിരുന്നു. കാരണം ഒരു രാഷ്ട്രം നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി പിന്തുടരൽ അനിവാര്യമാണെന്നായിരുന്നു അവരുടെ സിദ്ധാന്തം. സ്വാഭാവികമായിട്ടും അവിടുത്തെ മാധ്യമങ്ങളും ഇവരുടെ പ്രൊപ്പഗണ്ട ടൂളായിട്ട് വർത്തിക്കൽ അനിവാര്യമായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സിദ്ധാന്തങ്ങൾ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ്, അതിലൂടെ മാത്രമേ രാഷ്ട്ര പുരോഗതി സാധ്യമാകുകയുള്ളൂ എന്ന് അന്നത്തെ കമ്മ്യൂണിസ്റ്റുകൾ വാദിച്ചിരുന്നു. അപ്പോൾ 4 തിയറീസ് ഓഫ് പ്രസ് എന്ന് പറയുന്ന വർക്കിലൊക്കെ ഇതിനെ കുറിച്ചിട്ട് ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ പഴയ സോവിയറ്റ് യൂണിയൻ ആണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം. അതുപോലെ തന്നെ ചൈനയിൽ ഉണ്ടായിട്ടുള്ള കൾച്ചറൽ റവല്യൂഷൻ, അതായത് ചൈനയിൽ ഉണ്ടായിരുന്ന പബ്ലിക് ഒപ്പീനിയൻ ഒക്കെ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങൾക്ക് അനുകൂലമായ രൂപത്തിൽ മാറ്റിയെടുത്ത ഒരു ചരിത്രം നമുക്ക് അവിടെ കാണാൻ പറ്റും. അതൊക്കെ ഈ തിയറിയുടെ വെളിച്ചത്തിലാണ്. ആലോചിച്ച് തന്നെ മനസ്സിലാക്കും, സ്വാഭാവികമായിട്ട് അതിന് വിമർശനം ഉണ്ട്. എന്താണ് വിമർശനം? അതൊരു സപ്രസീവ് മൂഡാണ്, കമ്മ്യൂണിസം മാത്രമാണ് പാടുള്ളൂ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സമൂഹത്തിന് യോജിച്ചതല്ല. അതൊരു പ്രൊപ്പഗണ്ട ടൂൾ മാത്രമാണ്. മീഡിയ എന്ത് ചെയ്യുന്നു, കേന്ദ്രീകരിക്കുന്നു, പൊതുജനങ്ങൾക്ക് അഭിപ്രായം പറയാൻ സമ്മതിക്കാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാത്രം ഒരു പ്രചാര വേലയായിട്ട് മാധ്യമങ്ങൾ ഉപയോഗിക്കൽ ശരിയല്ല എന്നുള്ള വിമർശനം സ്വാഭാവികമായിട്ട് അതിനുണ്ടായിരുന്നു. അപ്പൊ അതോറിറ്റേറിയൻ തിയറി തന്നെയാണ് ഇവിടെ വർക്ക് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഈ റഷ്യയിലും ഇതിലുമൊക്കെ അതോറിറ്റി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരുന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രത്യേകമായ തിയറിയാണ് സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് തിയറി എന്നുള്ളത്. ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി വരുന്നൊരു സംഗതിയാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി തിയറി എന്നുള്ളത്. അതായത് പൊതുജനങ്ങൾക്ക് വലിയ പങ്കുണ്ട് മാധ്യമങ്ങളെ കൊണ്ടുപോകുന്നിടത്ത്.
അതായത് മീഡിയ പൊതുജനങ്ങൾക്ക് പങ്കുണ്ട് എന്നുള്ളതിനേക്കാൾ ഉപരി ആ പൊതുജനങ്ങളോട് മാധ്യമങ്ങൾക്ക് ചില ഉത്തരവാദിത്തങ്ങൾ ഉണ്ടെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഒരു മാധ്യമം അവിടുത്തെ സൊസൈറ്റിയോട് കടപ്പെട്ടവരാണ്. അതായത് മീഡിയ മസ്റ്റ് ആക്ട് റെസ്പോൺസിബിളി ആയിട്ട് ഫോർത്ത് പില്ലർ ഓഫ് ഡെമോക്രസി. നമ്മൾ മുമ്പേ ഈ ഒരു വിഷയം പറഞ്ഞിരുന്നു. ഡെമോക്രസിക്ക് സാധാരണ 3 തൂണാണ് ഉള്ളത്. ഒന്ന് ലെജിസ്ലേച്ചർ, അതായത് നിയമനിർമ്മാണം. ഇപ്പൊ നമ്മുടെ MLA മാര് MP മാർ അവരൊക്കെ ചെയ്യുന്ന നിയമങ്ങൾ ഉണ്ടാക്കുന്ന പ്രക്രിയ. ദെൻ എക്സിക്യൂട്ടീവ്, ആ നിയമങ്ങൾ നടപ്പിലാക്കുന്നവർ. ഇപ്പോൾ IAS ഓഫീസേഴ്സ്, IPS ഓഫീസേഴ്സ്, അങ്ങനത്തെ എക്സിക്യൂട്ടീവ് വിഭാഗം. മൂന്നാമത്തെ ഒന്നാണ് ജുഡീഷ്യറി എന്നുള്ളത്. ജുഡീഷ്യറി എന്ന് പറയുമ്പോൾ ആരാ? നമ്മുടെ കോടതികള്, ജഡ്ജിമാർ, അവരൊക്കെ ഉൾപ്പെടുന്ന നീതിന്യായ വ്യവസ്ഥ. ഈ 3ഉം കൂടി വർക്ക് ചെയ്യുമ്പോഴാണ് അത് നിയമം ഉണ്ടാക്കുന്നു, അതൊരു ടീം റൺ ചെയ്യുന്നു. ഇപ്പൊ പോലീസുകാർ മറ്റൊക്കെ ആ സംഗതി റൺ ചെയ്യുന്നു. അതിൽ എവിടെയെങ്കിലും പാളിച്ച വന്നു കഴിഞ്ഞാൽ അത് ജുഡീഷ്യറി അതിനെ പരിഹരിക്കുന്നു എന്നുള്ള ഈ 3 തൂണാണ് ജനാധിപത്യത്തിനുള്ളത്. എന്നാൽ പല സൈദ്ധാന്തികരും മാധ്യമങ്ങളെ 4ാം തൂണായിട്ട്, അതാണ് ഫോർത്ത് പില്ലർ എന്ന് പറയാൻ കാരണം, 4ാമത്തെ തൂണായിട്ട് മാധ്യമങ്ങളെ പ്രസന്റ് ചെയ്യാറുണ്ട്. അതിനർത്ഥം മീഡിയ പ്രൊഫഷണൽസ് ചെയ്യുന്നത് ഒരു രാഷ്ട്രത്തെ നിലനിർത്താൻ മാത്രം ഗൗരവമുള്ള വർക്കാണ്. അവർ ആ സൊസൈറ്റിയോട് കടപ്പെട്ടവരാണ്. ആ സൊസൈറ്റിക്ക് അനുകൂലമായിട്ടുള്ള, ആ സൊസൈറ്റിയെ മെച്ചപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളാണ് മാധ്യമങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ള ഒരു കാര്യം ആര് പറയുകയാണ്? സോഷ്യൽ റെസ്പോൺസിബിലിറ്റി തിയറി പറയുകയാണ്. 1942, അതായത് 2ാം ലോക മഹായുദ്ധമൊക്കെ പെരുമ്പറ കൊള്ളുന്ന ഒരു സമയമാണ്. അമേരിക്കയിൽ ഹച്ചിൻസ് കമ്മീഷൻ എന്ന് പറയുന്ന ഒരു സമിതിയാണ് ഈ ഒരു തിയറി മുന്നോട്ട് വെച്ചത്. അത് ഒരേ സമയം തന്നെ ഗവൺമെന്റ് കൺട്രോൾ ഇല്ലാതെ അതേ സമയം എന്ത് ചെയ്യുന്നു? മീഡിയ ഫ്രീഡം വൃത്തിയിൽ പോകുന്ന ഒരവസ്ഥ. അവിടെ ഗവൺമെന്റ് കൺട്രോൾ ഉണ്ടാകില്ല. പക്ഷേ മാധ്യമങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് നുണകൾ പ്രചരിപ്പിക്കുക എന്നുള്ളതല്ല, പകരം ആ സമൂഹത്തോട് അവർക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള ഉത്തരവാദിത്തമുണ്ട്, അത് നിർവഹിക്കുക എന്നുള്ളതാണ്. പിന്നീട് വരുന്നൊരു പ്രക്രിയ, ഒരു സംഭവമാണ് മാർക്കറ്റ് പ്ലേസ് ഓഫ് ഐഡിയാസ് എന്നുള്ളത്. അത് ആശയങ്ങൾ കൈമാറുന്ന ഇപ്പൊ നമ്മൾ ആശയങ്ങളുടെ അങ്ങാടി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇപ്പൊ മാധ്യമങ്ങൾ എന്താകുന്നു? ഒരു ഓപ്പൺ ചാൻസ് ആയിട്ട് മാറുന്നു. പരസ്പരം ആശയങ്ങൾ വിൽക്കാനും വാങ്ങാനുമുള്ള, വിൽക്കുകയല്ല, പരസ്പരം കൈമാറാനും സ്വീകരിക്കാനുമുള്ള ഒരു മാർഗമായിട്ട്, സെൻസർഷിപ്പിന്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആശയങ്ങളുടെ മാർക്കറ്റായിട്ട് മാധ്യമങ്ങളെ കാണുന്ന ഒരു ഇതിനെയാണ് മാർക്കറ്റ് പ്ലേസ് ഓഫ് ഐഡിയാസ് എന്ന് പറയാം. ചിലപ്പോൾ ഒരു മാർക്ക് 2 ചോദിച്ചേക്കാം, അവിടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞതുകൊണ്ട് സൂചിപ്പിച്ചതാണ്. ദെൻ ഇതിലേറ്റവും കൂടുതൽ പിന്നെ ഒരു സ്വാധീനം ചെലുത്തിയ വ്യക്തിയാണ് ഡെനിസ് മെക്വൽ എന്ന് പറയുന്ന സ്കോളർ. അദ്ദേഹത്തിന്റെ ചില സിദ്ധാന്തങ്ങളുണ്ട്. അപ്പൊ ഈ പേര് പഠിക്കുക, പേര് ഓർമ്മയില്ലെങ്കിൽ ഈ സിദ്ധാന്തങ്ങൾ എന്തായാലും പഠിക്കുക. സിമ്പിളാണ്, കുറച്ച് തത്വങ്ങളാണ് കേട്ടോ. അതായത് എന്താണ് മാധ്യമങ്ങളുടെ പണി എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അവരുടെ ഉത്തരവാദിത്തം, സമൂഹത്തോടുള്ള അവരുടെ പൂർണ്ണമായിട്ടുള്ള ഒരുപാട് അവർ ചെയ്തു തീർക്കേണ്ട കടമകൾ ഉണ്ടായിരിക്കും. ആ കടമകൾ ചെയ്യുക, സത്യം, അതുപോലെ തന്നെ യാഥാർത്ഥ്യം, കൃത്യമായിട്ടുള്ള വാർത്ത, അത് പ്രൊഫഷണൽ ആയിട്ട് കൊടുക്കുക, അത്തരത്തിലുള്ള ധാർമ്മികപരമായിട്ടുള്ള മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കണം എന്നുള്ളതാണ്. ദെൻ സെൽഫ് റെഗുലേറ്റിംഗ് ആവണം. എന്തായാലും ഏതൊരു രാജ്യമാണെങ്കിലും അവിടെ ഒരു നിയമപരമായിട്ടുള്ള ഒരു അസ്തിത്വം ഉണ്ടാകും, ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാകും, ചട്ടക്കൂട് ഉണ്ടാകും എന്നുള്ളത് സ്വാഭാവികമാണ്. ആ ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ട് തന്നെ ഏറ്റവും മാന്യമായ മാധ്യമ പ്രവർത്തനം നടത്തണമെന്ന് ഡെനിസ് മെക്വൽ സിദ്ധാന്തിക്കുന്നുണ്ട്. പിന്നെ ഹാംഫുൾ കണ്ടന്റ്, അതായത് വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന, പൊതുജനങ്ങൾക്കിടയിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്ന, ആക്രമണങ്ങൾക്ക് പ്രേരിപ്പിക്കുന്ന കോണ്ടന്റുകളൊന്നും കൊടുക്കാൻ പാടില്ല. അതിലുപരി പ്ലൂറലിസം, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, നാനാത്വത്തെ ആഘോഷമാക്കുന്ന മീഡിയ കോണ്ടന്റുകൾ കൊടുക്കണം. ഹൈ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കോണ്ടന്റുകൾ, അതായത് പബ്ലിക് ഗുഡിന് അനിവാര്യമായിട്ടുള്ള ഉള്ളടക്കങ്ങളാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതുപോലെ ആ ഒരു സമൂഹത്തോട് എല്ലാ മാധ്യമ പ്രവർത്തകരും ഉത്തരവാദിത്തം ഉള്ളവരാണ് എന്നുള്ള രീതിയിലുള്ള ഒരു സംസാരങ്ങളാണ്. ഒരു 7 പോയിന്റാണ് ഇവിടെ വരുന്നത്. അപ്പൊ അത് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് അത് വായിച്ചു പഠിക്കുക. എന്തായാലും ആശയം കിട്ടിയല്ലോ, അതൊരു സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാനുള്ളൊരു കാര്യത്തിൽ കൂടി പഠനം ഉണ്ടാവലാണ് വേണ്ടത്. അപ്പോൾ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി തിയറി എന്ന് പറയുമ്പോൾ മാധ്യമങ്ങൾക്ക് സമൂഹത്തോട് ഒരു ഉത്തരവാദിത്തം ഉണ്ടാകും, ഉത്തരവാദിത്തം നിർവഹിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തിയറിയാണ്. ഇനി 5ാമത്തേത് ഡെവലപ്മെന്റൽ മീഡിയ തിയറി എന്ന് പറയും. അതായത് മീഡിയ ഷുഡ് സപ്പോർട്ട് നാഷണൽ ഡെവലപ്മെന്റ് ഗോൾസ്. അതായത് ദേശീയ പുരോഗമന പദ്ധതികൾ ഉണ്ടായിരിക്കും, രാജ്യത്തെ മുന്നോട്ട് നടത്താനുള്ള പദ്ധതികൾ ഉണ്ടായിരിക്കും. അതിനെ പ്രൊമോട്ട് ചെയ്യലാണ് മീഡിയയുടെ പണി എന്നാണ് ഇവർ സിദ്ധാന്തിക്കുന്നത്. അതായത് അവിടുത്തെ രാഷ്ട്രീയ വ്യവസ്ഥയെ ചോദ്യം ചെയ്യരുത്, അവിടുത്തെ സാമൂഹിക ഉന്നമനത്തിന് തടസ്സം നിൽക്കരുത്, സാമ്പത്തിക പുരോഗതിക്ക് തടസ്സം നിൽക്കരുത്, മറിച്ച് ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്യുന്നപ്പോൾ ആ ഗവൺമെന്റ് നയിക്കുന്ന ഒരു പ്രവർത്തനം ഉണ്ടാകുമല്ലോ, ആ പ്രവർത്തനത്തിന് ഇന്ധനം നൽകുകയാണ് ചെയ്യേണ്ടത്. കേവലം കുറ്റം കണ്ടെത്താനുള്ള ഒരു കണ്ണാടിയായിട്ട് മാത്രം മീഡിയ ചുരുങ്ങി പോകരുത്, കേവലം ഒരു സെക്യൂരിറ്റി മാത്രം ആവരുത്, മറിച്ച് ആ പ്രക്രിയയുടെ കൂടെ നിൽക്കണം, നിർമ്മാണാത്മകമായിട്ട് കൂടെ നിൽക്കണം. നോട്ട് ജസ്റ്റ് ക്രിറ്റിസിസം, വെറുതെ സർക്കാരിനെ കുറ്റപ്പെടുത്തിയാൽ മാത്രം പോരാ, മറിച്ച് ആ ഒരു ദേശത്ത് നിർമ്മിക്കുന്ന പ്രക്രിയയിൽ കൂടെ നിൽക്കണം എന്നാണ് ഡെവലപ്മെന്റ് മീഡിയ തിയറി പറയുന്നത്. അപ്പോൾ അതും ഡെമോക്രസി, മനുഷ്യാവകാശം, ഡെവലപ്മെന്റ് പോളിസീസ് ഒക്കെ
പ്രൊമോട്ട് ചെയ്യാൻ പറ്റിയ ഒരു സംഗതി തന്നെയാണ്. ഇന്ത്യയിൽ ഇത് വിജയിച്ചിട്ടുണ്ടെന്നാണ് നിരീക്ഷിക്കപ്പെടുന്നത്. ഇന്ത്യയിലെ സാമ്പത്തിക വളർച്ചയുടെ കാര്യത്തിൽ മാധ്യമങ്ങൾ ആ ഒരു പ്രക്രിയയുടെ കൂടെ നിന്നപ്പോൾ വലിയ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് സിദ്ധാന്തിക്കപ്പെടുന്നതായിട്ട് കാണാം. അപ്പോൾ ഇന്ത്യ തന്നെ ഈ ഒരു തിയറിയുടെ ഉദാഹരണമാണെന്ന് പറയപ്പെടുന്നു. ഇനി ക്രിറ്റിസിസംസിലേക്ക് കടക്കുന്ന സമയത്ത് അത് കുറച്ചധികം ഒപ്റ്റിമിസ്റ്റിക് ആണ് എന്നുള്ളതാണ്. ശുഭാപ്തി വിശ്വാസം കുറച്ച് കൂടിപ്പോയി എന്നാണ് ഇവിടെ വരുന്ന ഒരു വിമർശനം. അതായത് എല്ലാ സമയത്തും നാഷണൽ ഡെവലപ്മെന്റ് ഗോളാണ് ഒരു സർക്കാർ മുന്നോട്ട് വെക്കുക എന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ല. അപ്പൊ മാധ്യമങ്ങൾ എന്നുള്ളത് ഒരു ആ പോയിന്റിലേക്ക് പറയുമ്പോൾ അത് ഏതൊരു വിഷയത്തിനും ഡിബേറ്റബിൾ ആകുന്നു എന്നുള്ളത് പോലെ തന്നെ ഇതിന് ശുഭാപ്തി വിശ്വാസം കുറച്ച് കൂടുതലാണ്. അതായത് മീഡിയ ഫ്രീഡം മറ്റു കാര്യങ്ങളൊക്കെ ഗവൺമെന്റിന്റെ ഡെവലപ്മെന്റ് ഗോളിന് അനുകൂലമായ രൂപത്തിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും അത് കേവലം എന്ത് ചെയ്യുന്നു, അതോറിറ്റേറിയൻ തിയറി മാത്രമായിട്ട് ചുരുങ്ങുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിമർശനം. അപ്പൊ നമുക്കറിയാം നാഷണൽ ഡെവലപ്മെന്റ് ഗോൾസിന് കൂടെ നിൽക്കണം എന്ന് പറയുമ്പോൾ സർക്കാരിന്റെ കൂടെ നിൽക്കുക എന്നുള്ളൊരു അർത്ഥം കൂടി അതിന് വരുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അതോറിറ്റേറിയൻ തിയറിയുടെ ഒന്നും കൂടി ഒരു തേൻ പുരട്ടിയ വേർഷൻ മാത്രമാണ് ഈ ഒരു തിയറി എന്നുള്ള വിമർശനം നിലനിൽക്കുന്നുണ്ട്. അപ്പൊ പലപ്പോഴും ഇത് ഗവൺമെന്റ് പോളിസിയെ ചോദ്യം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ദേശീയ മുന്നേറ്റത്തിനെതിരാണ് എന്നുള്ള സംസാരം ഇന്ത്യയിൽ നമുക്ക് കാണാൻ കഴിയാറുണ്ട്. പലപ്പോഴും സർക്കാരുകൾക്കെതിരെ തിരിയുന്ന സമയത്ത് ഈ രാഷ്ട്രത്തിന്റെ പുരോഗതിക്കെതിരെ നിങ്ങൾ നിൽക്കുകയാണോ എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ. അപ്പോ ഒരു ആരോപണം നമ്മൾ ഉന്നയിക്കുന്ന സമയത്ത് ഇത്ര ചെറിയ ചെറിയ ന്യൂനതകളിൽ കടിച്ചു തൂങ്ങിക്കൊണ്ട് ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് നിങ്ങൾ തടസ്സം നിൽക്കരുത് എന്നുള്ള സംസാരമായിരിക്കും തിരിച്ചുണ്ടാവാറുള്ളത്. അപ്പൊ അതാണ് അവിടെ പറയാനുള്ള ഒരു പോയിന്റ് കേട്ടോ. മനസ്സിലായല്ലേ? ഓക്കെ. ഇനി ലാസ്റ്റത്തെ സംഗതിയാണ് ഡെമോക്രാറ്റിക് പാർട്ടിസിപ്പേഷൻ തിയറി എന്നുള്ളത്. സിമ്പിൾ ആണ്. അതായത് പൊതുജനങ്ങൾ ഈ ഒരു പ്രക്രിയയുടെ ഭാഗമാകണം എന്നുള്ളതാണ് ഇതിൽ കൂടെ പറയുന്ന കാര്യം. അതായത് ഗ്രാസ് റൂട്ട് എംപവർമെന്റ്. അപ്പോൾ നമ്മുടെ ഓരോ നാട്ടിൻ പുറങ്ങളിലും മാധ്യമങ്ങൾ ഉണ്ടാകണം എന്നുള്ളത്. സ്മോൾ സ്കെയിൽ മീഡിയയാണ് ഇത് പ്രൊമോട്ട് ചെയ്യുക. നമ്മുടെ അടുത്ത് മലയാളത്തിലൊക്കെ ഇത് കൂടുതൽ സജീവമായിട്ടുണ്ട്. ഇപ്പൊ നമുക്കറിയാം ഈ വയനാട് വിഷൻ അങ്ങനെയൊക്കെ ഓരോ ചാനലുകൾ കാണാറുണ്ട്. അപ്പൊ എന്താ ആ ഒരു ചാനൽ ആകെ ശ്രദ്ധിക്കുന്നത് ആ ഒരു ജില്ലയിലെ വാർത്തകൾ മാത്രമാണ്. അപ്പൊ അത്രയും ചുരുങ്ങിക്കൊണ്ട് വളരെ നാട്ടുവാർത്ത എന്നൊക്കെ പറഞ്ഞിട്ട് പല മാധ്യമങ്ങൾ നമുക്ക് കാണാലോ. അതൊക്കെ ഈ ഒരു തിയറിയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു സംഗതിയാണ്. അതായത് എല്ലാ നാട്ടിൻ പുറങ്ങളിലും ചെറുതായിട്ടുള്ള യൂണിറ്റുകളിലൂടെ മാധ്യമ പ്രവർത്തനം സജീവമായിട്ട് നടക്കുക. അപ്പൊ എല്ലാവർക്കും ഇതിന്റെ ഭാഗമാകാനായിട്ട് പറ്റും. ഇപ്പൊ കേവലം നമ്മൾ മലയാളത്തിലെ മാധ്യമങ്ങളിൽ നിന്ന് എണ്ണുമ്പോൾ കിട്ടുന്ന ഒരു 5-6 ചാനലുകൾ മാത്രം ചുരുങ്ങാതെ ഓരോ നാട്ടിൻ പുറങ്ങളിലും അവരെ കൊണ്ട് സാധ്യമായ അളവിൽ അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള തദ്ദേശീയമായിട്ടുള്ള സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട്, നേരത്തെ നമ്മൾ കമ്മ്യൂണിറ്റി റേഡിയോയുടെ കാര്യമൊക്കെ ഇന്നലെ പറഞ്ഞിരുന്നു. റേഡിയോയുടെ ടൈപ്സ് പറഞ്ഞ സമയത്ത് ഒരു പുതിയ ട്രെൻഡാണ് കമ്മ്യൂണിറ്റി റേഡിയോ എന്നുള്ളത്. അതായത് ലോക്കൽ ശബ്ദങ്ങളെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള കമ്മ്യൂണിറ്റി റേഡിയോസ്. അത് ഈ ഒരു പ്രക്രിയയുടെ എക്സാമ്പിൾ ആണ്. സ്കാൻഡിനേവിയൻ രാഷ്ട്രങ്ങളിലാണ് ഇത് കൂടുതൽ കണ്ടുവരുന്നത്. ഓക്കെ. സ്കാൻഡിനേവിയൻ രാഷ്ട്രങ്ങൾ എന്ന് പറയുമ്പോൾ പൊതുവെ വികസന സൂചികയിൽ മുന്നിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രമാണ്. അപ്പോൾ അവിടെ ആ വികസനത്തിന്റെ ഭാഗമാണ് പൊതുജനങ്ങളെ കൂടി ഒരു മാധ്യമ സംസ്കാരത്തിന്റെ ഭാഗമാക്കി എടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇന്ന് ഈ AI നിർമ്മിത ബുദ്ധി ചാറ്റ് ബോട്ടുകളൊക്കെ കൂടുതൽ ഉയർന്നു വരുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള തിയറികൾക്ക് പ്രസക്തി കൂടുന്നുണ്ട് എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. ക്രിറ്റിസിസം ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൂടുതൽ ഐഡിയലിസ്റ്റിക് ആണ്. കേവലം ഒരു സിദ്ധാന്തം. ഐഡിയലിസ്റ്റിക് എന്ന് പറയുമ്പോൾ പ്രാക്ടിക്കൽ അല്ലാത്തതിനാണ് നമ്മൾ ഐഡിയലിസ്റ്റിക് എന്ന് പറയുക കേട്ടോ. ഐഡിയലിസ്റ്റിക്കിന്റെ ഓപ്പോസിറ്റ് ആണ് പ്രാക്ടിക്കൽ എന്നുള്ളത്. സിമ്പിളായി മനസ്സിലാവാൻ വേണ്ടി പറയുകയാണ്. ഐഡിയലിസം എന്നൊക്കെ എന്നുള്ള ഒരു ഫിലോസഫിക്കൽ ചർച്ചയാണ്. ഇപ്പൊ അതിലേക്ക് കടന്നാൽ ശരിയാവില്ല. ഐഡിയലിസം എന്ന് പറയുമ്പോൾ കേവലം ഒരു മാതൃകയായിട്ട് ഒരു സിദ്ധാന്തമായിട്ട് ഇങ്ങനെ പറയാന്നല്ലാതെ നടപ്പിൽ വരാൻ ബുദ്ധിമുട്ടാണെന്നുള്ളതാണ് ഒരു വിമർശനം. കാരണം ഇപ്പൊ എല്ലാ നാട്ടിലും ഓരോ ചാനൽ തുടങ്ങുക എന്നുള്ളത് കേൾക്കാൻ രസമുണ്ടെങ്കിലും ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ള അർത്ഥത്തിൽ അത് പ്രാക്ടിക്കൽ അല്ല എന്നുള്ള വിമർശനം കാണാറുണ്ട്. പ്രധാനമായിട്ടും അതിന്റെ ക്വാളിറ്റി നിലനിർത്താൻ എല്ലാവർക്കും സാധിച്ചു എന്ന് വരില്ല. പിന്നെ ഏതൊരു മാധ്യമം തുടങ്ങാനും അത്യാവശ്യം ചെലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ആ ചെലവിനനുസരിച്ചുള്ള എഫക്റ്റ് റീച്ചിലും സ്വാധീനത്തിലൊക്കെ അത് ഉണ്ടാകുമ്പോൾ അതിന്റെ സസ്റ്റൈനബിലിറ്റി എത്രത്തോളം ഉണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദ്യചിഹ്നമായതുകൊണ്ട് അതിന് വിമർശനങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. നമ്മൾ അവസാനിപ്പിക്കാന്ന് വിചാരിക്കുന്നു. അതോറിറ്റേറിയൻ തിയറി ഡെവലപ്മെന്റ് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാധ്യമങ്ങളുടെ ധർമ്മം എന്നുള്ളത് അവിടുത്തെ രാഷ്ട്രത്തിന്റെ പുരോഗതിയെ സഹായിക്കുക എന്നുള്ളതാണ്. അതാണ് ഡെവലപ്മെന്റൽ മീഡിയ. അതായത് ആ രാഷ്ട്രത്തിലെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് മാധ്യമങ്ങൾ വർക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അവിടെ വരുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ പുരോഗമനത്തെ ആരാണ് നയിക്കുന്നത്? അവിടുത്തെ സർക്കാരും ഭരണകൂടമാണല്ലോ. അപ്പൊ ഭരണകൂടം ഒരു പദ്ധതി കൊണ്ടുവരുമ്പോൾ അതിനെ ചോദ്യം ചെയ്യരുതെന്നാണ് ഈ തിയറി പറയാതെ പറയുന്നത്. പുരോഗതിക്കൊപ്പം നിൽക്കണം എന്ന് പറയുമ്പോൾ ഒരു സർക്കാരും പുരോഗതി ഇല്ല എന്ന് പറയില്ലല്ലോ. അപ്പൊ അത് അതോറിറ്റേറിയൻ തിയറിയുടെ ഒരു തേൻ പുരട്ടിയ വശമാണ് എന്ന് ഒരു വിമർശനം നിലനിൽക്കുന്നുണ്ട്. ഒരു അർത്ഥത്തിൽ അത് പോസിറ്റീവും കൂടിയാണ്.
അപ്പൊ ഫസ്റ്റ് വൺ അതോറിറ്റിയില് ഗവൺമെന്റിന്റെ നെഗറ്റീവ് ചൂണ്ടിക്കാട്ടാന്നുള്ളത് ഉണ്ടാവുമായിരിക്കും അല്ലെ? അത് രണ്ടും തമ്മിൽ ഡിഫറൻറ്റ് എന്താണ്? അങ്ങനെയല്ല. അതോറിറ്റേറിയൻ തിയറി എന്ന് പറയുമ്പോൾ സർക്കാർ എന്ത് പറഞ്ഞാലും കേട്ടോളണം. അവിടെ നമ്മൾ ആ സർക്കാരിനാണ് ഫോക്കസ് കൊടുത്തത്. അതോറിറ്റേറിയൻ തിയറിയിൽ നമ്മൾ ഫോക്കസ് കൊടുക്കുന്നത് സർക്കാർ എന്ത് പറഞ്ഞോ അതാണ് മാധ്യമം ചെയ്യേണ്ടത് എന്നാണ് അവിടെ പറയുന്നത്. ഡെവലപ്മെന്റ് മീഡിയയിലേക്ക് വരുന്ന സമയത്ത് സർക്കാർ പറയുന്നതും പറയാത്തതുമല്ല, രാജ്യത്തിന്റെ പുരോഗമനത്തിനൊപ്പം നിൽക്കണം എന്നുള്ളൊരു ടേമാണ് അവർ യൂസ് ചെയ്യുന്നത്. നമ്മൾ പറയുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ രാജ്യത്തിനൊപ്പം നിൽക്കണം എന്ന് പറയും. രാജ്യത്തിനൊപ്പം നിൽക്കുക എന്ന് പറയുമ്പോൾ ആ സർക്കാർ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഞങ്ങളുടെ പദ്ധതികൾക്കൊപ്പം നിൽക്കണം എന്നുള്ളത് തന്നെയാണല്ലോ. അപ്പൊ അതാണ് അവിടെ, അതായത് ഒരു പറയാതെ പറയുക എന്ന് പറയില്ല, ഇൻഡയറക്റ്റ് ആയിട്ട് അതേ സാധനമാണ് അവർ വരുന്നത് എന്നുള്ളൊരു വിമർശനം ഉണ്ട്. ഇതൊന്നുകൂടി കേൾക്കാൻ രസമുണ്ട്. നിങ്ങൾ സർക്കാരിനൊപ്പം നിൽക്കണം എന്ന് പറയുമ്പോൾ അതൊരു അതോറിറ്റി ആയിട്ട് മാറി, അതോറിറ്റേറിയൻ ആയിട്ട് മാറി, സ്വച്ഛാധിപത്യമായിട്ട് മാറി. ഡെവലപ്മെന്റ് മീഡിയയിൽ നിങ്ങൾ ഈ രാഷ്ട്രത്തിന്റെ പുരോഗതിക്കൊപ്പം നിൽക്കണം എന്ന് പറയുമ്പോൾ അവിടെ ഒരു സർക്കാരിനല്ല ക്രെഡിറ്റ് കിട്ടുന്നത്, ആ രാജ്യത്തിനായതുകൊണ്ട് കുറെ ആൾക്കാർ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുള്ള ഒരു വശമാണ് കേട്ടോ അതിൽ വരുന്നത്. അപ്പൊ അതോറിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ സർക്കാരിന് ഫോക്കസ്, ലിബർട്ടേറിയൻ എന്ന് പറഞ്ഞാൽ സർക്കാരിനല്ല പൊതുജനങ്ങൾക്കാണ് ഫോക്കസ്. സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് തിയറിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഫോക്കസ്. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാധ്യമങ്ങളുടെ ഉത്തരവാദിത്തമാണ് സമൂഹത്തോടുള്ള കടമ നിർവഹിക്കുക എന്നുള്ളത്. പിന്നെ ഡെവലപ്മെന്റൽ മീഡിയ തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ രാഷ്ട്ര പുരോഗതിക്കൊപ്പം നിൽക്കുക എന്നുള്ളത്. അത് അതോറിറ്റേറിയൻ തിയറിയുടെ വേറൊരു വേർഷൻ ആണ് എന്നുള്ള വിമർശനം നിലവിലുണ്ട്. ദെൻ ഡെമോക്രാറ്റിക് പാർട്ടിസിപ്പന്റ് തിയറി, അതായത് പൊതുജനങ്ങൾ പങ്കാളികളാവുക, നാട്ടിൻപുറങ്ങളിലൊക്കെ നാട്ടുവാർത്തകൾ പോലെയുള്ള മാധ്യമങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പൊ അതാണ് നമുക്ക് അവിടെ പറയാനുള്ള ഒരു ഭാഗം. ഇനി നമുക്ക് 6th ബ്ലോക്കിലേക്ക് കടക്കാം. 5th ബ്ലോക്ക് നമുക്ക് നാളെ ചർച്ച ചെയ്യാം കേട്ടോ. 6th ബ്ലോക്കിന്റെ ഒരു സ്വഭാവം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാനിപ്പോ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ കുറച്ച് ചോദ്യങ്ങൾ കുറവുള്ള പോലെ ഫീൽ ചെയ്തു. ഒക്കെ സിമ്പിൾ ഭാഗങ്ങളാണ്. ഇമ്പോർട്ടന്റ് ആണോ എന്ന് ചോദിച്ചാൽ ഈ ഒരു ബ്ലോക്കിൽ വരുന്നത് കമ്മ്യൂണിക്കേഷൻ സ്റ്റഡീസ്, അതായത് ആശയവിനിമയത്തെ കുറിച്ചുള്ള പഠനങ്ങൾ, കൂടുതൽ വർത്തമാനകാല സ്വഭാവമുള്ള ഒരു പാഠങ്ങളാണ് ഇതിൽ വരുന്നത്. ഇത് പുതിയ ട്രെൻഡുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ പണ്ട് ഇങ്ങനെ പഠിച്ചു പോയിരുന്നതിനേക്കാൾ ഏറെ പുതിയ കാലത്ത് പുതിയ പഠനശാഖകളും ഒക്കെ ആയിട്ട് മെർജ് ചെയ്തിട്ടുള്ള പുതിയ കമ്മ്യൂണിക്കേഷൻ പഠന ട്രെൻഡുകളാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. ക്വസ്റ്റ്യൻ വരുന്നത് പലപ്പോഴും കമ്പാരിറ്റീവ്ലി കുറവായിട്ട് ഇങ്ങനെ തോന്നുന്നു, സ്കിപ്പ് ചെയ്യാൻ തോന്നുന്നില്ല. ഒരു പക്ഷേ ഈ വർഷം അത് ചോദിച്ചു എന്നുള്ളത് കൊണ്ട് നമുക്കൊന്നും എതിർത്ത് പറയാൻ കഴിയില്ല. അപ്പൊ അങ്ങനത്തെ ഒരു വിഷയമാണ്. എന്നാൽ എല്ലാ ചാപ്റ്ററിലും ഒരു മർമ്മം ഉണ്ടാകും. ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ പലതും പറയുമെങ്കിലും ആത്യന്തികമായിട്ട് പറയാൻ ഉദ്ദേശിക്കുക മാസ് കമ്മ്യൂണിക്കേഷൻ ഈ സംഗതി എങ്ങനെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ 5 യൂണിറ്റ് ആണ് ഇവിടെയും വരുന്നത്. 5 യൂണിറ്റുകളിൽ 5ഉം കമ്പാരിറ്റീവ് വളരെ സിമ്പിൾ ആണ്. വളരെ പെട്ടെന്ന് ആ ഒരു ചാപ്റ്ററിന് ഒരു പൊതു സ്വഭാവം ഉണ്ട്. അത് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഏത് ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണുള്ളത്. ചോദ്യം ചോദിക്കുമോ എന്ന് ചോദിച്ചാൽ ഇതുവരെ കമ്പാരിറ്റീവ്ലി ഒരു കുറവ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ഇപ്രാവശ്യം യൂണിവേഴ്സിറ്റി ആ ട്രെൻഡ് മാറ്റി ശ്രമിച്ചേക്കാം. അപ്പോൾ 6 ചാപ്റ്റർ, ഇതിലുള്ള 5 ചാപ്റ്ററിന്റെയും ഒരു കോർ ഭാഗം മനസ്സിലാക്കി വെക്കുക. അതായത് ഹെഡിങ് പോലും അറിയാത്ത ഒരു കണ്ടീഷൻ ഉണ്ടാകരുത്. ഇത് സത്യം പറഞ്ഞാൽ നമ്മളിങ്ങനെ ഉണ്ടാക്കി എഴുതുക എന്ന് പറയില്ലേ, കുറെയൊക്കെ പോയിന്റ് റിപ്പീറ്റിംഗ് ആയിരിക്കും. അങ്ങനെ പുതിയ സംഗതികൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഫാക്റ്റുകളൊന്നും വരുന്നില്ല, പറഞ്ഞു തന്നെ തലതിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു എന്നല്ലാതെ. അപ്പൊ അത് പോയിന്റ് മനസ്സിലാക്കുക, മാർക്കിനനുസരിച്ച് എഴുതുക. ഈ ഒരു ബ്ലോക്കിൽ നിങ്ങൾ വല്ലാതെ സമയം ഒരിക്കലും സ്പെൻഡ് ചെയ്യരുത്, പക്ഷെ കാര്യം മാത്രം മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ആ ചാപ്റ്ററിലേക്ക് കടക്കാം. ഒരു ചാപ്റ്റർ നോക്കിയാലും നമുക്ക് ഒരു ഐഡിയ കിട്ടും. ഇന്റർകൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ്. ഇന്റർകൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അന്തർ സാംസ്കാരിക ആശയവിനിമയം, അതായത് വ്യത്യസ്ത സംസ്കാരങ്ങൾ തമ്മിൽ ആശയവിനിമയം നടത്തുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞു ഇന്റർ പേഴ്സണൽ എന്ന് പറയുമ്പോൾ 2 ആളുകൾ തമ്മിൽ, ഇന്റർനാഷണൽ എന്ന് പറയുമ്പോൾ 2 രാഷ്ട്രങ്ങൾ തമ്മിൽ, ഇപ്പോൾ ഇന്റർ കൾച്ചറൽ എന്ന് പറയുമ്പോഴോ 2 സംസ്കാരങ്ങൾ തമ്മിൽ, അഥവാ രണ്ടോ അതിലധികമോ സംസ്കാരങ്ങൾ തമ്മിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് പറയുക. പണ്ട് കാലത്ത് ഈ ഇന്റർ കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നില്ല. ആളുകളുടെ ആശയവിനിമയം സ്വന്തം സംസ്കാരത്തിൽ ചുരുങ്ങി പോയിരുന്നു. പക്ഷെ പുതിയ കാലത്ത് അങ്ങനെ കൾച്ചറിനൊന്നും പ്രസക്തിയില്ല, എല്ലാ കൾച്ചറുകളും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ വരുന്ന ചർച്ചകൾ ആദ്യം എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും, എന്താണ് കൾച്ചർ എന്ന് പറയും, പിന്നെ എന്താണ് ഇന്റർ കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും, പിന്നെ DMIS എന്ന് പറയുന്ന സ്റ്റേജ് പറയാനുണ്ട്. ഇതാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പുതുതായിട്ട് പഠിക്കാനുണ്ടാവുള്ളൂ. അതാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഇന്ന് ഫോക്കസ് ചെയ്യുക. ബാക്കി ജസ്റ്റ് നിങ്ങൾക്ക് വായിച്ചു വെക്കാനുള്ളതേ ഉള്ളൂ. എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്ന് മുന്നേ നമ്മൾ പറഞ്ഞു, എന്താണ് കൾച്ചർ എന്നുള്ളതും പറഞ്ഞു. അത് മെർജ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്റർ കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ എന്താണെന്നുള്ളതും കിട്ടും. വായിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാകും. ഇവിടെയാണ് നമ്മളൊന്ന് ഫോക്കസ് ചെയ്യേണ്ടി വരിക. അപ്പൊ ഈ ചാപ്റ്ററിൽ എന്താണ് പുതുതായിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്റർ കൾച്ചറൽ കമ്മ്യൂണിക്കേഷന്റെ ഒരു ഡെഫിനിഷൻ, ഒരു അടിസ്ഥാന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. പിന്നെ ഈ DMIS എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്.
അപ്പോൾ എന്താണ് ഇന്റർ കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് നോക്കിക്കോളൂ. ഇന്റർ കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ സ്റ്റഡീസ് ഹൗ പീപ്പിൾ ഫ്രം ഡിഫറെന്റ് കൾച്ചറൽ ഓർ സോഷ്യോ എക്കണോമിക്, എഡ്യൂക്കേഷണൽ, എത്നിക് ആൻഡ് റിലീജിയസ് ബാക്ക്ഗ്രൗണ്ട്സ് ഇന്ററാക്ട്. എങ്ങനെയാണ് വ്യത്യസ്ത സമൂഹങ്ങളിൽ നിന്നുള്ള, വ്യത്യസ്ത സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക, വംശീയ, അതുപോലെ തന്നെ മതപരമായിട്ടുള്ള പരിസരങ്ങളിൽ നിന്ന് വരുന്ന, വ്യത്യസ്ത സംസ്കാരങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ എങ്ങനെയാണ് പരസ്പരം ഇന്ററാക്ട് ചെയ്യുന്നത്, പരസ്പരം ഇടപെടുന്നത്, എങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്തുന്നത്, അതുമായി ബന്ധപ്പെട്ട് വരുന്ന പഠനങ്ങളെയാണ് നമ്മൾ ഇന്റർ കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ സ്റ്റഡീസ് എന്ന് പറയുക. അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ അത് ഒരേപോലെ തന്നെ ലോക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പൊ ഒരു നാട്ടിലുള്ള വംശം, അവിടുത്തെ ജെൻഡർ പരമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഗ്ലോബൽ ലെവലിൽ വരുന്ന, ഉദാഹരണത്തിന് രാഷ്ട്രങ്ങൾ തമ്മിൽ, പ്രവിശ്യകൾ തമ്മിലൊക്കെയുള്ള ഡിഫറൻസ്, ആ കൾച്ചറൽ ഡിഫറൻസുകൾക്കിടയിലുള്ള സംസാരങ്ങളൊക്കെ എന്ത് ചെയ്യും, ഈ ആശയവിനിമയത്തിന്റെ പരിസരത്ത് വരും. പിന്നെ എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്ന് നമ്മൾ പറയേണ്ടതില്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും കമ്മ്യൂണിക്കേഷൻ ഫെയിലായി പോകുന്ന 2 ഘട്ടങ്ങളെ കുറിച്ചൊന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതായത് മിക്ക കമ്മ്യൂണിക്കേഷനും പലപ്പോഴും ഫെയിൽ ആകാറാണ് കൂടുതൽ, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ നടക്കാറില്ല. മറ്റത് ഫെയിൽ ആകാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണോ ആശയവിനിമയം ചെയ്യപ്പെട്ടത് അത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാകില്ല, അണ്ടർസ്റ്റാൻഡിങ് കുറവാണ് എന്നുള്ളത്. കാരണം ഈ സംസാരം കേൾക്കുന്ന ആള് അല്ലെങ്കിൽ ഒരു കത്ത് വായിക്കുന്ന ആള് കമ്മ്യൂണിക്കേഷനിൽ റിസീവർ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞ SMCR, സെൻഡർ മെസ്സേജ് ചാനൽ വഴി അയക്കുന്നു, അത് റിസീവ് ചെയ്യുന്ന 6 ഉണ്ടല്ലോ, SMCRലെ 6, ആ 6 എന്ത് ചെയ്യും, ഇതൊന്നെങ്കിൽ കുറച്ചേ മനസ്സിലാക്കിയിട്ടുണ്ടാകുള്ളൂ. കാരണം ഒരേ വാക്കിന് തന്നെ വ്യത്യസ്ത അർത്ഥങ്ങളുണ്ട്, വ്യത്യസ്ത ആശയങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് തെറ്റിയിട്ട് വളരെ കുറഞ്ഞ കാര്യങ്ങൾ മാത്രമേ മനസ്സിലാക്കിയിട്ടുണ്ടാകുള്ളൂ. ചിലപ്പോൾ കുറച്ച് അധികം മനസ്സിലാക്കിയിട്ടുണ്ടാകും, അതും ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവാറുണ്ട്. ഒരാളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ പറഞ്ഞതിന്റെ മൂല്യം മനസ്സിലാക്കാതെ സ്വന്തം എക്സ്പീരിയൻസിന് മാത്രം പ്രാമുഖ്യം നൽകുക, ആളത് പറയട്ടെ, നമ്മളിതൊക്കെ എത്ര കണ്ടതാ എന്നുള്ള രീതിയിൽ എടുക്കുമ്പോൾ അവിടെ ഒരു മോർ ഇന്റർപ്രിട്ടേഷൻ നടക്കുമ്പോൾ എന്ത് ചെയ്യും, ആ ആള് പറഞ്ഞ കാര്യത്തിന്റെ ഒരു എസെൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഫീഡ്ബാക്ക് വളരെ പ്രധാനമാണെന്നുള്ളതാണ് ഇവിടെ എക്സ്ട്രാ പറയുന്നത്. ചാപ്റ്ററുമായി ബന്ധപ്പെട്ടതല്ല ശരിക്കും, അത് എന്നാലും മനസ്സിലാക്കി വെക്കുക. ഇത് പറയുന്ന പോയിന്റ്സ് ഒക്കെ ഓർമ്മയിൽ ഉണ്ടായിക്കോട്ടെ കേട്ടോ. ഇപ്പൊ കുടുങ്ങി കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒക്കെ ഇത് പ്രയോഗിക്കാൻ പറ്റും, എക്സാമിനാണെങ്കിലും എവിടെയാണെങ്കിലും. ദെൻ കൾച്ചർ. കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഒരു നാട്ടിൽ വരുന്ന അവിടുത്തെ വിശ്വാസങ്ങളും മൂല്യങ്ങള്, കസ്റ്റംസ്, അവിടുത്തെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, പെരുമാറ്റങ്ങൾ, വസ്ത്രധാരണം, ഭക്ഷണ രീതി, അതൊക്കെ പെടുന്ന ഒരു കംപ്ലീറ്റ് സാധനമാണ് കൾച്ചർ എന്നുള്ളത്. ഇന്റർ കൾച്ചറൽ കമ്മ്യൂണിക്കേഷനിലെ കൾച്ചർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആട്ടോ. ഇതിൽ 2ാമത്തെ പോയിന്റ്, ഇന്റർ കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ അവിടെ പറഞ്ഞിട്ടുള്ള സംസ്കാരം, അന്തർ സാംസ്കാരിക, അതിൽ പറയുന്ന സംസ്കാരം എന്താണെന്ന് വെച്ചാൽ ഒരു വിഭാഗത്തിന്റെ ലോകവീക്ഷണമാണ് അവിടെ സംസ്കാരം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു ടേം കൊണ്ട് മലയാളികൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, അതേസമയം തന്നെ നാഗാലാൻഡിലുള്ള ആളുകൾ, നാഗാസ് എന്താണ് അതിനെ കുറിച്ചിട്ട് ഉദ്ദേശിക്കുന്നത്, തമിഴന്മാർ എന്താണ് അതിനെ കുറിച്ചിട്ട് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു ഷെയർഡ് വേൾഡ് വ്യൂ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒരു ടേമിനെ കുറിച്ച്, ഇപ്പോൾ രാഷ്ട്രം എന്ന് പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ ഏതോ ഒരു സംഭവം, ഇപ്പോൾ വികസനം എന്ന് കേൾക്കുന്ന സമയത്ത് മലയാളികൾ എങ്ങനെയാണ് ആ വാക്കിനെ കാണുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവർ എങ്ങനെയാണ് വാക്കിനെ കാണുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ആരാധന എന്ന് കേൾക്കുന്ന സമയത്ത് എങ്ങനെയാണ് മുസ്ലിങ്ങൾ അതിനെ കാണുന്നത്, ഹിന്ദുക്കൾ അതിനെ കാണുന്നത്, ഇതൊക്കെ തമ്മിൽ വ്യത്യാസങ്ങളുണ്ടല്ലോ. അപ്പോൾ അവിടെ ഒരു വിഭാഗത്തിന്റെ കൂട്ടമായിട്ടുള്ള ഒരു ചിന്താ രീതി ഉണ്ടായിരിക്കും, ഒരു ചിന്താ വീക്ഷണം ഉണ്ടായിരിക്കും, ഒരു ലോകവീക്ഷണം ഉണ്ടായിരിക്കും. ആ ലോകവീക്ഷണത്തെയാണ് ഇവിടെ നമ്മൾ കൾച്ചർ എന്നുള്ളത് കൊണ്ട്, ഇന്റർ കൾച്ചറൽ കമ്മ്യൂണിക്കേഷനിലെ കൾച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ആ ഒരു പോയിന്റ് എന്തായാലും മനസ്സിലാക്കി വെക്കുക. ഇപ്പോൾ കൾച്ചറൽ ബൗണ്ടറീസ് ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ മലയാളികൾ സെപ്പറേറ്റ് ആണ്, തമിഴന്മാർ സെപ്പറേറ്റ് ആണ്, അതുകൊണ്ടാണ് അതിന് രണ്ടിനും വേറെ പേര് വരുന്നത്. അപ്പോൾ എത്രയൊക്കെ നമ്മൾ ഒരുമിച്ച് ചേരാൻ ശ്രമിച്ചാലും നമ്മൾ നിങ്ങൾ എന്നുള്ള ഒരു വിഭജനം അവിടെ ഉണ്ടായിരിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ പെടുന്ന ഒരു വിഭാഗത്തോട് നമുക്കൊരു സോഫ്റ്റ് കോർണർ അധികം ഉണ്ടാവുക. നമ്മൾ ഇന്നലെ പറഞ്ഞു, അമേരിക്കയിൽ പോയാലും ആഫ്രിക്കയിൽ പോയാലും ഒരു മലയാളിയെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ആശ്വാസമാണ്. ഒരു 2-3 മലയാളികൾ ഉണ്ടായി കഴിഞ്ഞാൽ ലോകത്തെ എവിടെ പോയാലും മലയാളി ഓർഗനൈസേഷൻസ് ഉണ്ടായിരിക്കും. അപ്പൊ എന്താണ്, വേറൊരു നാട്ടിൽ പോയി കഴിഞ്ഞാൽ പോലും അവിടുത്തെ സ്വന്തക്കാരുമായിട്ട് ബന്ധം സ്ഥാപിക്കാനുള്ള മനുഷ്യന്റെ ഒരു ത്വര, അത് ഈ ഒരു കൾച്ചറിന് കിട്ടുന്ന പ്രാധാന്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പൊ ചൈനീസ് അമേരിക്കൻസ് എന്നുള്ള സംഭവമൊക്കെ അതിൽ നമുക്ക് എണ്ണാൻ പറ്റും. അതായത് ബോർഡർ കടന്നു പോയി കഴിഞ്ഞാലും മറ്റൊരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ ഒരുമിച്ച് കൂടുന്ന ആ ഒരു പ്രക്രിയ, അത് കൾച്ചറിൽ ഇന്നലെ നമ്മൾ കൾച്ചർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ പറഞ്ഞ സമയത്ത് സംഭവം സൂചിപ്പിച്ചിരുന്നു. ദെൻ ഇന്റർ കൾച്ചറൽ കമ്മ്യൂണിക്കേഷനിലേക്ക് വരുന്ന സമയത്ത് അത് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യത്യസ്ത സംസ്കാരങ്ങളുമായിട്ട് ബന്ധം ഉണ്ടാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിന്റെ പുറത്താണ്. ആ ഒരു സംസ്കാരം രൂപപ്പെട്ടെങ്കിൽ മാത്രമേ ലോകത്ത് വികസനം ഉണ്ടാകുള്ളൂ. എല്ലാവരും ഇങ്ങനെ വേറിട്ട് നിൽക്കലല്ല ചെയ്യേണ്ടത്, മറിച്ച് ഒന്നിച്ചു നിൽക്കുക എന്നുള്ളതാണ്. ആ ഒന്നിച്ചു നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ പുതിയ കാലത്ത് പഠനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുന്നുണ്ട്, കൂടുതൽ ട്രാവൽ എക്സ്പീരിയൻസ് ഉണ്ട്. പണ്ടത്തെ പോലെ യാത്ര
അത്ര പ്രയാസമുള്ളതല്ല. യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെട്ടു, സോഷ്യൽ വർക്ക് മേഖലകൾ മെച്ചപ്പെട്ടത് കൊണ്ട് തന്നെ വ്യത്യസ്ത കൾച്ചറുകളെ കുറിച്ച് പോകാനും പഠിക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ഒക്കെ ഉള്ള അവസരങ്ങൾ ഒരുപാടുണ്ട്. പിന്നെ ഒരു പുതിയ മീഡിയ രംഗത്ത്, ഗ്ലോബലൈസേഷൻ രംഗത്തൊക്കെ ആ കാര്യം ഒന്നും കൂടി എളുപ്പമായി മാറിയിട്ടുണ്ട്. അതിൽ നിന്ന് രൂപപ്പെടുന്ന ഒരു സംഗതിയാണ് തേർഡ് കൾച്ചർ എന്നുള്ളത് കേട്ടോ. ആ ടേം ഓർത്ത് വെക്കുക, തേർഡ് കൾച്ചർ, മൂന്നാം സംസ്കാരം. ഇങ്ങനെ മൂന്നാം സംസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു നാട്ടിലെത്തുന്ന സമയത്ത് അവിടെ ഒരു സംസ്കാരം ഉണ്ടായിരിക്കും, നമുക്ക് ചിലപ്പോൾ വേറിട്ടൊരു സംസ്കാരം ഉണ്ടായിരിക്കും. പക്ഷെ അവിടെ പൊരുത്തപ്പെട്ട് ജീവിച്ചു പോകാൻ വേണ്ടിയിട്ട് നമ്മൾ പുതുതായിട്ടൊരു കൾച്ചർ രൂപപ്പെടുത്തും. സ്വന്തം കൾച്ചർ ഉപേക്ഷിക്കാതെ തന്നെ, മറ്റാളുടെ ഒരു കൾച്ചറെ ചോദ്യം ചെയ്യാതെ തന്നെ രണ്ടു കൂട്ടർക്കും ഷെയർഡ് ആയിട്ടുള്ള ചില സിസ്റ്റംസ് എന്ത് ചെയ്യും, നമ്മൾ അവിടെ സെറ്റ് ചെയ്ത് വെക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിനൊരു സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു നാട്ടിലേക്ക് ഇപ്പോൾ ഗൾഫിൽ പോയിട്ട് ജീവിക്കുന്നു. ആ ഗൾഫിൽ പോകുമ്പോൾ നമുക്കൊരു സംസ്കാരം ഉണ്ടാകും, അവിടുത്തെ അറബികൾക്കൊരു സംസ്കാരം ഉണ്ടാകും. പക്ഷെ പലപ്പോഴും അവിടെ ഒരു പ്രശ്നം അങ്ങനെ ഉണ്ടാകാറില്ല, ഒരു ഫൈറ്റ് ഉണ്ടാകാറില്ല. കാരണം എന്താ, ഞാൻ ആ നാട്ടിൽ വിദേശിയാണ്, ആ ആൾക്കാരെ അയാൾ വിദേശിയാണ്, പിന്നെ ഞാൻ അവിടെ ഉള്ള ആളുകൾ അവിടുത്തെ സ്വദേശികളാണ്. അപ്പോൾ അവർക്കൊരു സംസ്കാരം ഉണ്ടായിരിക്കും. അങ്ങനെ നമ്മൾ രണ്ടു കൂട്ടരും കൂടി ഇടപെടുന്ന സ്ഥലത്ത് രണ്ടു കൂട്ടരുടെയും സംസ്കാരത്തെ ചോദ്യം ചെയ്യാത്ത രൂപത്തിൽ, പ്രത്യേകിച്ച് ഓഫീസുകളിലൊക്കെ ഒരു യൂണിഫോം ഉണ്ടാകും, ചിലപ്പോൾ അങ്ങനത്തെ നാഷണൽ സ്കൂളുകളിലൊക്കെ ഒരു യൂണിഫോം. അത് രണ്ടു കൂട്ടരുടെയും സംസ്കാരത്തെ ചോദ്യം ചെയ്യാത്ത ഒരു രണ്ടു കൂട്ടർക്കും അനുകൂലമായ ഒരു സാധനം, അതിനെയാണ് നമ്മൾ തേർഡ് കൾച്ചർ എന്ന് പറയാം. ഈ തേർഡ് കൾച്ചർ എന്തല്ല, ഒരു സ്ഥിരമായിട്ടുള്ള കൾച്ചർ അല്ല, മറിച്ച് ടെമ്പററി ആണ്. ഓഫീസിൽ പോകുമ്പോൾ മാത്രമേ ആ ആൾക്കാർ കൾച്ചർ ഉണ്ടാകുള്ളൂ. തിരിച്ച് വീട്ടിൽ വന്നാൽ അയാൾ സ്വന്തം കൾച്ചറിലേക്ക് തന്നെ തിരിച്ചു പോരാൻ പറ്റുന്ന രൂപത്തിൽ ഉണ്ടാക്കപ്പെടുന്ന ഒരു മൂന്നാം കൾച്ചറിനെയാണ്. അപ്പൊ ഈ തേർഡ് കൾച്ചർ വികസിപ്പിക്കാൻ ആര് സഹായിക്കുന്നുണ്ട്? ഇന്റർ കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ സഹായകമാണ് എന്നുള്ളതാണ് കേട്ടോ. പിന്നെ ഈ ഒരു കൾച്ചറുമായി ബന്ധപ്പെട്ട് കുറെ അധികം ടേംസുകൾ വരുന്നുണ്ട്. ഇത് ചോദിക്കുമോ എന്ന് ചോദിച്ചാൽ സാധ്യത കുറവാണ്, ഇതുവരെ കണ്ടിട്ടില്ല. അത് നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. ഞാനൊരു സൂചന തരാം. ഇപ്പോൾ മൾട്ടി കൾച്ചറൽ എന്നുള്ള വാക്ക്, ഇതൊക്കെ ഇംഗ്ലീഷിലാട്ടോ വരുന്നത്. ഇപ്പോൾ മൾട്ടി കൾച്ചറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കൾച്ചറുകൾ ഒരു സ്ഥലത്ത് ഉണ്ടാവുക, അതിന്റെ സാന്നിധ്യം ഉണ്ടല്ലോ, പ്രസൻസ്. അമേരിക്കയിൽ ഒരു 25 സംസ്കാരം ഉണ്ട്. അപ്പോൾ നമ്മൾ മൾട്ടി കൾച്ചറൽ എന്ന് പറയാം. അത് എന്താന്നുള്ളതല്ല, അതിന്റെ സാന്നിധ്യത്തെയാണ് നമ്മൾ അവിടെ മൾട്ടി കൾച്ചറൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ എന്താ, വൈവിധ്യം. അപ്പൊ ഇതൊക്കെ ഇന്റർ കണക്റ്റഡ് ആയിട്ട് എടുക്കുന്ന ടേമാണ്. വൈവിധ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മൾട്ടി കൾച്ചറലിസത്തിന്റെ പ്രാക്ടീസ് ആണ് അവിടെ വരുന്നത്. നേരത്തെ സാന്നിധ്യം മാത്രമേ ഉള്ളൂ, അത് വർക്ക്ഔട്ട് ആയി കഴിഞ്ഞാൽ അവിടെ ഡൈവേഴ്സിറ്റി ഉണ്ടാവും, അതായത് നാനാത്വം ഉണ്ടാകും. മറ്റേത് അവരുടെ സാന്നിധ്യം ഉണ്ടാവുള്ളൂ. ഇത് ആ വൈവിധ്യങ്ങൾ എന്ത് ചെയ്യും, അത് വർക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, അത് പരസ്പരം അങ്ങോട്ട് കണക്ട് ചെയ്യപ്പെടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഡൈവേഴ്സിറ്റി ഉണ്ടാകും. അപ്പൊ തന്നെ ഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ പിന്നെ വരുന്ന ടേമാണ് ഇൻക്ലൂഷൻ എന്നുള്ളത്. ഇൻക്ലൂഷൻ എന്ന് പറയുമ്പോൾ ഉൾക്കൊള്ളുക, അതായത് വ്യത്യസ്ത സംസ്കാരങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പൊ ഇന്ത്യയിലൊക്കെ പറയാറുള്ള നാനാത്വത്തിൽ ഏകത്വം. ആ ഏകത്വം എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ഇൻക്ലൂഷൻ എന്ന് പറയാം. ദെൻ ഡൈവേഴ്സിറ്റി ട്രെയിനിങ്, അതായത് വൈവിധ്യങ്ങളെ കുറിച്ചിട്ടുള്ള ട്രെയിനിങ് ലഭിക്കുക. അപ്പൊ മറ്റൊരു വിഭാഗത്തെ കുറിച്ചുള്ള മുൻധാരണകൾ ഇല്ലാതെയാക്കുക. ആ കൾച്ചറൽ ഡിഫറൻസുകൾക്കിടയിലും എല്ലാവരെയും ഉൾക്കൊള്ളാനും പരസ്പരം സഹിഷ്ണുതയോടുകൂടി ജീവിക്കാനും വേണ്ടിയുള്ള നമ്മുടെ ശ്രമത്തെയാണ് ഡൈവേഴ്സിറ്റി ട്രെയിനിങ് എന്ന് പറയാം. പിന്നെ ക്രോസ് കൾച്ചറൽ എന്ന് പറയുമ്പോൾ രണ്ട് കൾച്ചറുകൾ തമ്മിലുള്ള കമ്പാരിസൺ ആണ്, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഇന്ററാക്ഷൻ ആണ് ക്രോസ് കൾച്ചറൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് ഇന്റർനാഷണൽ സ്റ്റുഡൻസും അവിടെയുള്ള നാഷണൽ സ്റ്റുഡൻസും തമ്മിലുള്ള ഒരു ക്രോസ് കൾച്ചറൽ ആയിട്ട് വരുന്ന സംഗതികൾ. പിന്നെ വരുന്നതാണ് ഇന്റർ കൾച്ചറൽ. ഇന്റർ കൾച്ചറലും ക്രോസ് കൾച്ചറലും ഏറെക്കുറെ സെയിം ആണ്. അപ്പൊ വളരെ ഒരു കൃത്യമായ ലക്ഷ്യത്തിന്റെ പുറത്തൊക്കെ ചെയ്യുമ്പോൾ അത് നമ്മൾ ഇന്റർ കൾച്ചർ എന്നാണ് പറയാ, അതായത് സ്ട്രക്ചേർഡ് സെറ്റിങ്ങിന്റെ അകത്ത്. ഇപ്പോൾ ഇന്റർ കൾച്ചറൽ വർക്ക്ഷോപ്പുകൾ, അത്തരം സംഗതികളൊക്കെ അതിൽ വരും. അല്ലാതെ കുറിച്ച് ആലോചിക്കേണ്ടതില്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ദെൻ ഇന്റർ കൾച്ചറൽ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള സംസ്കാരങ്ങളെ കുറിച്ച് അതിനെ മനസ്സിലാക്കാനുള്ള ശേഷിയാണ് കേട്ടോ. അങ്ങനെ സംസ്കാരങ്ങൾ ഇവിടെ ഉണ്ടല്ലോ എന്ന് ഉൾക്കൊള്ളാനുള്ള ഒരു ശേഷിയാണ് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇന്റർ കൾച്ചറൽ കോമ്പിറ്റൻസ് എന്ന് പറയുമ്പോൾ ആ വ്യത്യസ്ത സംസ്കാരങ്ങൾക്കിടയിലും ജീവിക്കാനുള്ള ശേഷി. മറ്റേ ജസ്റ്റ് അറിഞ്ഞാൽ മാത്രം മതി, അതായത് അവരും കൂടി ഉൾക്കൊള്ളുക, ഇവിടെ വേറൊരു വിഭാഗം കൂടി ഉണ്ടെന്നുള്ള ഒരു ഉൾക്കൊള്ളൽ വരെ വളരെ പ്രധാനമാണ്. പിന്നെ അവരോടൊപ്പം ഒപ്പം ജീവിക്കുക, അതാണ് ബ്രോഡർ എബിലിറ്റി ടു ഇന്ററാക്ട് എഫക്റ്റീവ്ലി. അവർ തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് ഇന്റർ കൾച്ചറൽ കോമ്പറ്റൻസ് എന്ന് പറയാം. അപ്പൊ ഈ ടേംസ് ഒക്കെ ഈ ഒരു ഇന്റർ കൾച്ചറൽ എന്നുള്ള പരിധിയിൽ വരുന്നതാണ്. അപ്പൊ അത്രേ അതിൽ പറയാനുള്ളൂ. അപ്പൊ എന്താണ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ പറഞ്ഞു, അതിൽ തന്നെ പലപ്പോഴും എഫക്റ്റീവ് ആയിട്ടല്ല നടക്കുന്നത്. കൾച്ചറിനെ കുറിച്ച് പറഞ്ഞു. ഇന്റർ കൾച്ചറൽ കൾച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വിഭാഗത്തിന്റെ കളക്റ്റീവ് വേൾഡ് വ്യൂ ആണെന്നും പറഞ്ഞു കേട്ടോ. ഓക്കെ, പിന്നെ നമ്മൾ സംസാരിച്ചൊരു കാര്യമാണ് വ്യത്യസ്ത ടൈപ്പുകൾ. അതിൽ തന്നെ ഇനി നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ള ഒരു ഭാഗമാണ്
ഡെവലപ്പിംഗ് ഇന്റർകൾച്ചറൽ സെൻസിറ്റിവിറ്റി ആൻഡ് കോമ്പിറ്റൻസ്. ഇപ്പൊ ഇവിടെ പറഞ്ഞല്ലോ, ഇന്റർകൾച്ചറൽ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് വ്യത്യസ്തമായ സംസ്കാരങ്ങൾ ഉണ്ട് എന്ന് തിരിച്ചറിയുക, അതിനെ ഉൾക്കൊള്ളുക. ഇന്റർകൾച്ചറൽ കോമ്പിറ്റൻസ് എന്ന് പറയുമ്പോൾ അത് ഉൾക്കൊള്ളുക മാത്രമല്ല, അവയോട് കൃത്യമായിട്ട് ഇന്ററാക്ട് ചെയ്യുക, നമ്മൾ ആ ഒരു വ്യത്യാസങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക. അതാണ് ഇന്റർകൾച്ചറൽ കോമ്പിറ്റൻസ് എന്ന് പറയുന്നത്. കോമ്പിറ്റൻസ് എന്ന് പറയുമ്പോൾ മത്സരിക്കുക എന്നുള്ള അർത്ഥം വരുന്നുണ്ട്. അതായത് ആ ഒരു സംഗതിയോട് ആക്ട് ചെയ്യുക എന്നുള്ളതാണ്, പ്രവർത്തിക്കുക എന്നുള്ളതാണ്. സെൻസിറ്റിവിറ്റി എന്ന് പറയുമ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ഇന്റർകൾച്ചറൽ സെൻസിറ്റിവിറ്റി വരുന്നത്. അപ്പൊ ഈ രണ്ടും ഡെവലപ്പ് ചെയ്യുന്നതിന്, അതായത് ചുരുക്കി പറഞ്ഞാൽ ഇന്റർകൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കുന്നതിന്, അത് ഡെവലപ്പ് ചെയ്യുന്നതിന് ചില ഘട്ടങ്ങളുണ്ട്. അപ്പൊ DMIS ഫ്രെയിംവർക്ക് എന്ന് പറയും. മിൽട്ടൺ ജെ ബെന്നറ്റ് എന്ന് പറയുന്ന സ്കോളർ എന്ത് ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് ഈ ഒരു DMIS സംഭവിക്കുന്നത്, ഈ വ്യത്യസ്ത സംസ്കാരങ്ങൾ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്ത് പോകണം എന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് തത്വങ്ങൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് ഒരു സ്ട്രക്ചർ ആവശ്യമാണ്, ഒരു തിയറിറ്റിക്കൽ ഫ്രെയിംവർക്ക്, ഒരു സൈദ്ധാന്തികമായിട്ടുള്ള ഒരു ചട്ടക്കൂട് അനിവാര്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു തിയറിയെയാണ് നമ്മൾ DMIS ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. ഈ പാഠത്തിൽ നിന്ന് ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ശരിക്കും ഇതാണ് ചോദിക്കേണ്ടത്, ഇതാണ് ഇമ്പോർട്ടന്റ്. നേരത്തെ പറഞ്ഞ ഭാഗങ്ങളെക്കാൾ ഇമ്പോർട്ടന്റ് ശരിക്കും ഇതാണ്. അപ്പൊ ഇത് കൺസ്ട്രക്റ്റീവ് സൈക്കോളജിയും കമ്മ്യൂണിക്കേഷൻ തിയറിയും ചേർന്ന് വരുന്ന ഒരു മിശ്രിതമാണ് ശരിക്ക് DMIS ഫ്രെയിംവർക്ക് എന്നുള്ളത്. അതായത് മനുഷ്യരുടെ ഈ ഒരു മനുഷ്യ വികാസവുമായി ബന്ധപ്പെട്ട് വരുന്ന സൈക്കോളജി, മനഃശാസ്ത്രവും അതുപോലെ തന്നെ മാധ്യമങ്ങളെ കുറിച്ചുള്ള പഠനവും, മാധ്യമങ്ങൾ മാത്രമല്ല ആശയവിനിമയത്തെ കുറിച്ചിട്ടുള്ള സിദ്ധാന്തങ്ങളും. അപ്പോൾ ആശയവിനിമയ സിദ്ധാന്തത്തെയും അതുപോലെ തന്നെ മനഃശാസ്ത്ര സിദ്ധാന്തങ്ങളെയും കൂട്ടിക്കുഴച്ചുകൊണ്ടാണ് ഈ ഇന്റർകൾച്ചറൽ ഇതിൽ വരുന്ന സിദ്ധാന്തങ്ങളെ രൂപപ്പെടുത്തുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന ഒരു സിദ്ധാന്തം എന്നുള്ളത്, സിദ്ധാന്തമല്ല ഒരു പ്രക്രിയയായിട്ട് ഇവിടെ വിശദീകരിക്കപ്പെടുന്നത് ഒരു 6 സ്റ്റേജുകളെ കുറിച്ചാണ്. 6 ഘട്ടങ്ങളിലൂടെയാണ് ഇന്റർകൾച്ചറൽ കമ്മ്യൂണിക്കേഷനിന് ലോകം പാകപ്പെടുന്നതെന്ന് ഇവിടെ പറയുന്നതായിട്ട് കാണാം. അപ്പൊ ആദ്യം ആളുകൾ എന്ത് ചെയ്യില്ല, വ്യത്യസ്ത കൾച്ചറുകൾ ഉണ്ട് എന്നുള്ളത് അംഗീകരിക്കില്ല. മെല്ലെ മെല്ലെ അവരത് അംഗീകരിച്ച അവസാനം അവർ ഇന്റർകൾച്ചറൽ കമ്മ്യൂണിക്കേഷന്റെ ഭാഗമായി മാറുന്ന ഒരു പ്രക്രിയ. അതിന് 6 സ്റ്റെപ്പ് ഉണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. പരിണാമത്തിൽ 6 സ്റ്റെപ്പാണ് ഉള്ളത്. അപ്പോൾ ഇന്റർകൾച്ചറൽ സെൻസിറ്റിവിറ്റിയുടെ അല്ലെങ്കിൽ DMISന്റെ 6 സ്റ്റേജുകൾ കൃത്യമായിട്ട് പഠിച്ചോളാം. 6 സ്റ്റേജുകൾ. ഒന്നാമത് ഡിനയൽ, കൾച്ചറൽ ഡിഫറൻസുകളെ നിഷേധിക്കുക. അതായത് ഇപ്പോൾ ഞാൻ മുസ്ലിം ആണ് എന്നുണ്ടെങ്കിൽ, ഞാൻ പുലർത്തുന്നത് ഒരു മുസ്ലിം സംസ്കാരമാണ്, അല്ലെങ്കിൽ ഞാൻ മലയാളിയാണ്, ഒരു മലയാള സംസ്കാരമാണ് എനിക്കുള്ളത് എന്നുണ്ടെങ്കിൽ മറ്റൊരു സംസ്കാരം ഉണ്ടെന്ന് പോലും ഞാൻ അംഗീകരിക്കില്ല. അപ്പോൾ തമിഴ് സംസ്കാരം, അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ സംസ്കാരം, ഹിന്ദി സംസ്കാരം, ഇനി അല്ലെങ്കിൽ ക്രൈസ്തവ സംസ്കാരം, അങ്ങനൊക്കെ ഒരു സംസ്കാരം ഉണ്ടെന്ന് ഞാൻ അംഗീകരിക്കുക പോലും ചെയ്യില്ല. അതൊന്നും സംസ്കാരമല്ല. സംസ്കാരം എന്ന് പറയാൻ, ജീവിത രീതി എന്ന് പറയാൻ ഞാൻ പുലർത്തുന്ന ജീവിതം മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ എന്താണ്, വിദേശികളാണ്, ന്യൂനപക്ഷങ്ങളാണ്, അവരൊന്നും എണ്ണാൻ പാടില്ല. അവരൊക്കെ മാറി നിന്നുകൊണ്ട് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന വളരെ ഗുരുതരമായിട്ടുള്ളൊരു ഘട്ടമാണ് അതിനെ നിഷേധിക്കുന്ന ഘട്ടം എന്നുള്ളത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, എത്രയൊക്കെ നിഷേധിച്ചു കഴിഞ്ഞാലും നമ്മൾ അതുമായിട്ട് കണക്ട് ചെയ്യാൻ സ്വാഭാവികമായിട്ട് ബാധ്യസ്ഥരാകും. അപ്പോൾ പിന്നീട് നമ്മൾ കേവലം നിഷേധത്തിൽ നിന്നും നമ്മൾ അവരെന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് ചുരുങ്ങിയതെത്തും. അതായത് അപ്പുറത്തുള്ള ടീമിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രതിരോധിക്കണം എന്നുണ്ടെങ്കിൽ അതൊരു സാധനം അവിടെ വേണ്ടേ. നേരത്തെ നമ്മൾ നിഷേധിച്ച ആളുകളായിരുന്നു, കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ എന്താ തുടങ്ങി, പ്രതിരോധിക്കാൻ തുടങ്ങി. ആ പ്രതിരോധം വരുന്നത് അപ്പുറത്തൊരു ശത്രുവായിട്ടെങ്കിലും അവരെ കണ്ടു തുടങ്ങുന്ന സമയത്താണ്. അപ്പോഴവിടെ അസ് വേഴ്സസ് ദം എന്ന് പറയുന്ന ഒരു മൈൻഡ് സെറ്റ് രൂപപ്പെടും. അതിൽ അപ്പൊ നമ്മുടെ മനസ്സിലുണ്ടാകുക എന്റെ കൾച്ചറാണ് മെയിൻ, മറ്റുള്ളവരുടെ എന്തല്ല മെയിൻ അല്ല എന്നുള്ള, അതായത് അവർ പരിഗണിക്കപ്പെടേണ്ടവരല്ല എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ കാണുക. നേരത്തെ പൂർണ്ണ നിഷേധമായിരുന്നു, ഉണ്ടെന്ന് അറിഞ്ഞാലും ഉൾക്കൊള്ളാത്ത രീതിയായിരുന്നു. ഇവിടെ നമ്മൾ ഉൾക്കൊണ്ടു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, അവരോട് ഫൈറ്റിന് ഇറങ്ങുകയാണ്. ഇതിന് ഒരു റിവേഴ്സ് ഫോമും കൂടി ഉണ്ട്. അതായത് മറ്റ് സംസ്കാരങ്ങളോട് നല്ല അടിപൊളി താല്പര്യം തോന്നുക, സ്വന്തം താല്പര്യം ഇല്ലാതിരിക്കാം. ഇപ്പോൾ മുസ്ലിം ലോകത്തെ പല ചർച്ചകളിൽ, അല്ലെങ്കിൽ മതലോകത്തെ തന്നെ പല ചർച്ചകളിൽ ഉണ്ടാകുന്ന സംഗതിയാണ് ആളുകൾക്കൊക്കെ വെസ്റ്റേൺ കൾച്ചറിനോടാണ് താല്പര്യം എന്നുള്ളത്. അതായത് സ്വന്തം മതപരമായ കൾച്ചറുകൾ മാറ്റി വെച്ചുകൊണ്ട് തന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള വെസ്റ്റേൺ കൾച്ചറൊക്കെ പോലെയുള്ള കൾച്ചറുകളോട് പ്രാമുഖ്യം പുലർത്തുന്ന, അതിനോട് ഇഷ്ടം തോന്നുന്ന ഒരു അവസ്ഥ. അതും യഥാർത്ഥത്തിൽ ഒരു ഡിഫൻസ് തന്നെയാണ്. ഞങ്ങൾ നിങ്ങളെന്ന് തീരുമാനിക്കുന്നിടത്ത് റിവേഴ്സ് ഫോമായി എന്നുള്ളതേ ഉള്ളൂ. അതായത് അപ്പുറത്തെ സംഗതി തെറ്റാണെന്നുള്ള, അത് പ്രതിരോധിക്കണം എന്നുള്ള ഒരു ആശയം. ഇനി മൂന്നാമത്തതാണ് മിനിമൈസേഷൻ. അവിടെ എന്ത് ചെയ്യുന്നു, ഈ കൾച്ചറൽ ഡിഫറൻസ് കുറഞ്ഞു വരാൻ തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ആദ്യം നിഷേധിച്ചു, പിന്നെ അതിനോട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ഫൈറ്റ് ചെയ്തുകൊണ്ട് തുടങ്ങിയപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് മയപ്പെട്ടു വന്നു. അതായത് എല്ലാ മനുഷ്യരും തമ്മിൽ സാമ്യതകൾ ഉണ്ട് എന്നുള്ള ഒരു തത്വത്തിലേക്ക് നമ്മൾ നല്ല രൂപപ്പെട്ടുകൊണ്ടിരുന്നു. അപ്പോൾ മറ്റുള്ളൊരു വിഭാഗത്തിൽ നമ്മൾ
അവരെ പൊക്കി പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലും അവരെ നമ്മൾ എന്ത് ചെയ്യാറില്ല, വിമർശിക്കാറില്ല. അവരെയും കൂടി നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി, ഒരു കൂട്ടത്തിൽ എണ്ണാൻ തുടങ്ങി. നമ്മൾ അവർ ഭയങ്കര സംഭവമാണെന്നൊന്നും പറയുന്നുണ്ടെങ്കിലും അവരെന്ത് ചെയ്യില്ല, നമ്മൾ വേദനിപ്പിക്കാറില്ല. ആ ഒരു അവസ്ഥ എന്ത് ചെയ്യാൻ തുടങ്ങി, മിനിമൈസ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. നാലാമതായിട്ട് പിന്നീട് നമ്മൾ അവരെ ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങും, അത് അവരെ സ്വീകരിക്കാൻ തുടങ്ങും എന്നുള്ളതാണ്. അതായത് നേരത്തെ നമ്മൾ അവരെ പുകഴ്ത്താൻ പോലും നമ്മൾ തയ്യാറായിരുന്നില്ല, ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അവരെ സ്വീകരിച്ചു. അവരുടെ ആശയങ്ങളും വാലിഡ് ആണ്, അതിനും അർത്ഥങ്ങളുണ്ട്, അവർ ഈ ഒരു വൈവിധ്യത്തിന്റെ ഭാഗമാണ് എന്നുള്ള രീതിയിലേക്ക് എത്തി. ഈ സ്വീകാര്യതയുടെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂരിയസ് ദാൻ ഡിഫെൻസീവ് എന്നുള്ളതാണ്. അവരെ കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഒരു താല്പര്യം നമുക്ക് ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഒരു പുതിയ സംസ്കാരത്തെ കുറിച്ച് മനസ്സിലാക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് അമേരിക്കൻ സംസ്കാരം എന്നുള്ളൊരു സാധനം നമ്മൾ ആദ്യമായിട്ട് കേൾക്കുമ്പോൾ അതിലെന്തോ രസകരമായ കാര്യങ്ങൾ ഉണ്ടെന്ന് അറിയുന്ന സമയത്ത് നേരത്തെ നിഷേധിച്ചിട്ട് നമ്മളത് ഉൾക്കൊള്ളാൻ തുടങ്ങുന്നു. ഇപ്പൊ നമ്മൾ അതിനെ കുറിച്ച് ക്യൂരിയസ് ആണ്, കൂടുതൽ കൗതുകമുണ്ട് നമുക്ക് അതിനെ കുറിച്ച് പഠിക്കാൻ. അങ്ങനെ നമ്മൾ അതിനെ കുറിച്ച് പഠിക്കാനും അതിന്റെ രീതികൾ കൊണ്ടുവരാനൊക്കെ ശ്രമിക്കും. പിന്നെ നമ്മൾ അതിനോട് അഡാപ്റ്റ് ആവും. അഡാപ്റ്റ് എന്ന് പറഞ്ഞാൽ പൊരുത്തപ്പെടുക. നേരത്തെ നമ്മൾ ജസ്റ്റ് സ്വീകരിച്ച ആളുകൾ ഇപ്പൊ എന്താ ചെയ്തിട്ടുണ്ട്, അതിനെ കൂട്ടിപ്പിടിക്കാൻ അടുത്ത ഈ ഒരു ഘട്ടത്തിലാണ്, ഈ അഡാപ്റ്റേഷന്റെ ഘട്ടത്തിലാണ് തേർഡ് കൾച്ചറുകൾ രൂപപ്പെടുക. നേരത്തെ പറഞ്ഞല്ലോ, രണ്ട് കൾച്ചറുകൾ തമ്മിലുള്ള ആളുകൾ പരസ്പരം ഒരു സ്ഥലത്ത് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ അവർക്ക് ഇരു കൂട്ടർക്കും സ്വീകാര്യമായ ഒരു മൂന്നാം സംസ്കാരം താൽക്കാലികമായിട്ട് രൂപപ്പെടുന്നത് അപ്പോൾ അവിടെ ഈ അഡാപ്റ്റേഷൻ എന്ന് പറയുന്ന സ്റ്റേജിലാണ്. ആൻഡ് ഫൈനൽ സ്റ്റേജ് ആണ് ഇന്റഗ്രേഷൻ എന്നുള്ളത്. ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ വളരെ പൂർണ്ണമായിട്ട് നമ്മൾ അതിനോട് ചേർന്ന് പോകുന്ന ഒരു അവസ്ഥ. അതായത് അതും ഒരു ആശയം നമ്മളെല്ലാം ഒന്നാണ് എന്നുള്ള ഒരു സംസ്കാരത്തിന്റെ ഒരു അൾട്രാ വെർഷൻ ആണ് ഇന്റഗ്രേഷൻ എന്നുള്ളത്. അതായത് ഇതിന്റെ സമന്വയം, വ്യത്യസ്ത സംസ്കാരങ്ങൾ തമ്മിൽ അവിടെ സമന്വയിച്ചു. അപ്പോൾ ആദ്യം നമ്മൾ നിഷേധിക്കുന്നു, പിന്നെ നമ്മൾ അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നു. ആ പ്രതിരോധത്തെ തുടർന്നിട്ട് നമുക്ക് അവരോടുള്ള വിരോധം കുറഞ്ഞു വരുന്നു. പിന്നെ നമ്മൾ അവരെ അംഗീകരിക്കുന്നു. ആ അംഗീകാരം പിന്നെ ഒരു കൂടുതൽ ആഴത്തിലുള്ള ഒരു പൊരുത്തപ്പെടലിന് വിധേയമാകുന്നു. അവസാനം നമ്മൾ അവരുമായിട്ട് സമന്വയിക്കുന്നു എന്നുള്ളത്. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ ഈ ചാപ്റ്റർ അത്രേ ഉള്ളൂ. ഇന്റർകൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് മനസ്സിലാക്കി. 6 സ്റ്റെപ്പ്, അത് മറക്കരുത്, അതിന്റെ ടേംസ് മറക്കരുത്. അപ്പൊ ആ ചാപ്റ്റർ കേട്ടോ. അതാ ഞാൻ പറഞ്ഞത്, വളരെ സിമ്പിൾ ആണ് എന്നുള്ളത്. ഈ DMIS ഫ്രെയിംവർക്ക് ഒന്നും ചോദിച്ചു കാണുന്നില്ല, ചിലപ്പോൾ ഈ വർഷം ചോദിച്ചേക്കാം. സിമ്പിൾ ആയതുകൊണ്ട് അതൊന്നും മിസ്സാക്കരുത്. 6 എണ്ണാണെന്ന് മനസ്സിലാക്കുക. ഈ എണ്ണി പറയുന്നതൊക്കെ അതേപോലെ തന്നെ പറയണം കേട്ടോ. എഴുതുന്ന സമയത്ത് അത് നമ്പർ ഇട്ടിട്ട് തന്നെ എഴുതണം. ഒരിക്കലും അതൊരു കൂട്ടിക്കുഴച്ചൊരു പാരഗ്രാഫ് ആക്കി എഴുതരുത്. വായിക്കുന്നവർക്ക് ഒരു സുഖം ഉണ്ടാവില്ല, മാർക്കും കിട്ടാൻ സാധ്യത കുറവാണ്. അപ്പോൾ അതൊക്കെ 6 സ്റ്റേജ് ആണ് എന്ന് കൃത്യമായിട്ട് എണ്ണി പറഞ്ഞ സാധനങ്ങളാണ്. ഇതിലൊരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, പാരഗ്രാഫ് ആക്കി എഴുതാൻ നിൽക്കരുത്. അത് ഒരു പോയിന്റ് ഇട്ട് എഴുതിയതിന് ശേഷം മാത്രം അതിന്റെ വിശദീകരണം എഴുതുക. എന്നിട്ട് കറക്റ്റ് പേപ്പർ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ, 6 പോയിന്റ്, എന്നിട്ട് ഒരു കൺക്ലൂഷൻ, അങ്ങനെയൊക്കെ വൃത്തിക്ക് കണ്ടാൽ തന്നെ കുറെ മാർക്ക് ഓട്ടോമാറ്റിക് വരും. അപ്പൊ അതൊരു എക്സാം ഫേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു ടിപ്പാണ്. എക്സാം ടിപ്പ് മാത്രം സംസാരിക്കാൻ നമ്മൾ വേറൊരു സെഷൻ ഇതിന്റെ അവസാനത്തിൽ വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി പറയാം കേട്ടോ. അപ്പൊ ഇനി നമുക്ക് പോകാനുള്ളത് സെക്കൻഡ് യൂണിറ്റിലേക്കാണ്. സെക്കൻഡ് യൂണിറ്റും ഒരു സിമ്പിൾ സാധനം തന്നെയാണ്. ഇതുപോലെ 2-3 പേജ് മാത്രമേ ഉള്ളൂ. ഡെവലപ്മെന്റ് ആൻഡ് സോഷ്യൽ ചേഞ്ച് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ്. ശരിക്കും ഈ ഡെവലപ്മെന്റ് ആൻഡ് സോഷ്യൽ ചേഞ്ച് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഭാഗമാണ് ശരിക്കും നമ്മൾ പഠിക്കേണ്ടത്. പക്ഷെ എന്താണ് ഡെവലപ്മെന്റ് എന്ന് അറിയണം, എന്താണ് സോഷ്യൽ ചേഞ്ച് എന്ന് അറിയണം, ഡെവലപ്മെന്റ് ഏതെല്ലാം മാതൃകകളിലൂടെ സാധ്യമാണെന്നും അറിയണം. അപ്പൊ ഞാനിതിവിടെ വിശദീകരിക്കാൻ നിൽക്കുന്നില്ല, ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. കാരണം ഡെവലപ്മെന്റ് ആൻഡ് സോഷ്യൽ ചേഞ്ച് കമ്മ്യൂണിക്കേഷൻ, അതായത് പുരോഗമനം എന്താ നമുക്കറിയാം, സാമൂഹികമായിട്ടുള്ള മാറ്റം അതും നമുക്കറിയാം. ഈ രണ്ടിനും വേണ്ടിയിട്ട് കമ്മ്യൂണിക്കേഷൻ ടൂൾസുകളെ ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ ഡെവലപ്മെന്റ് ആൻഡ് സോഷ്യൽ ചേഞ്ച് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുക. അപ്പോൾ ഇവിടെ പുതുമായി ഉള്ളത് ഇപ്പോൾ എക്കണോമിക് ഡെവലപ്മെന്റ് എന്താണെന്ന് ആലോചിച്ചാൽ മനസ്സിലാകും, സോഷ്യൽ കൾച്ചറലൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നുള്ളൂ. ജസ്റ്റ് സൂചിപ്പിക്കാൻ എന്തൊക്കെ പോയിന്റ്സ് വരുന്നത് എന്നുള്ളത്. പിന്നെ ഇവിടെ പുതുമ ഉണ്ടാവുക മോഡേണൈസേഷൻ, ഡിപ്പെൻഡൻസി, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ഗാന്ധിയൻ, അങ്ങനെ മാതൃകകളാണ്. അതായത് ഡെവലപ്മെന്റ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ബന്ധപ്പെട്ട മാതൃകകൾ. നേരത്തെ കമ്മ്യൂണിക്കേഷനിൽ ബെർലോ മാതൃക, ഷാനൺ വീവർ മാതൃക എന്നൊക്കെ പറഞ്ഞതുപോലെ ഗാന്ധിയൻ മാതൃക, മോഡേണൈസേഷൻ മാതൃക ഒക്കെ ഉണ്ട്. അതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കുക. അതിനൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുമെന്ന് ചോദിച്ചാൽ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല. സത്യം പറഞ്ഞാൽ ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല. മാസ് കമ്മ്യൂണിക്കേഷനിൽ വരുന്ന ഒരു പ്രധാന ഭാഗമല്ല ശരിക്കും അത് വരുന്നത്. ഈ ഒരു പോയിന്റ് ആണ്. പക്ഷെ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഒരു കോമൺ പേപ്പർ ആണല്ലോ, അപ്പൊ പരമാവധി നോളജ് നിങ്ങൾക്ക് നൽകുക എന്നുള്ള അർത്ഥത്തിലാണ് അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് തോന്നുന്നു. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എന്ന് പറഞ്ഞാൽ പുരോഗതി, വികസനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സങ്കീർണമായിട്ടുള്ള മൾട്ടി ഡയമെൻഷണൽ കോൺസെപ്റ്റ് ആണ്. നമുക്കൊരു ഒറ്റ ഉദാഹരണം അതിന് പറയാൻ പറ്റില്ല. വളർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോശം അവസ്ഥയിൽ നിന്നും
കൂടുതൽ മെച്ചപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറുക എന്നുള്ളത് പല തരത്തില് വരുന്നുണ്ട്, പരസ്പരം അത് കണക്റ്റഡ് ആണ്. അപ്പൊ 3 തരങ്ങൾ, 1 എക്കണോമിക്, 2 സോഷ്യൽ, 3 കൾച്ചറൽ. ഈ 3ആണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതായത് സമ്പത്ത് അനിവാര്യമാണ്, സാമൂഹിക ക്രമം അനിവാര്യമാണ്, അതുപോലെ തന്നെ കൾച്ചറൽ സാംസ്കാരിക രീതിയും അനിവാര്യമാണ്. ഇത് 3ഉം കൂടി ഒപ്പം വർക്ക് ചെയ്യുമ്പോഴേ പുരോഗമിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ. കുറേ സമ്പത്തുണ്ട്, സമൂഹം തല്ലൂടുകയാണ് എന്നുണ്ടെങ്കിൽ സമ്പത്ത് കൊണ്ട് കാര്യമില്ല, കൾച്ചറൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല. പിന്നെ വളരെ ഉദാത്തമായിട്ടുള്ള സാംസ്കാരിക ഒരു രൂപമുണ്ട്, സോഷ്യൽ ഘടനയുണ്ട്. പക്ഷെ സാമ്പത്തികമായിട്ട് 10 പൈസയുടെ വില ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ ആ രാജ്യത്തും ഡെവലപ്മെന്റ് ഉണ്ടാകില്ല. ഇത് 3ഉം ഒരുമിച്ചാണ് മുന്നോട്ട് പോകേണ്ടത്. എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള പുരോഗതി, അവിടുത്തെ സമ്പത്തിന്റെ മറ്റു കാര്യത്തിലുള്ള പുരോഗതി ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. ശ്രദ്ധിക്കാനുള്ളത് GDP എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. എങ്ങനെയാണ് ഒരു നാട്ടില് സാമ്പത്തിക പുരോഗതി നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GDP ആണ്, അതായത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. അതായത് ആ ഒരു നാട്ടിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മൊത്തം ഗുഡ്സുകളുടെ, അതായത് ചരക്കുകളുടെയും സേവനങ്ങളുടെയും മൊത്തം മൂല്യത്തെയാണ് നമ്മൾ GDP എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ നാട്ടിൽ എത്ര പുരോഗതി എന്നുള്ളതിന്റെ അർത്ഥം അവിടെ എത്രത്തോളം ഗുഡ്സ് ആൻഡ് സർവീസ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അത് കൂടുന്തോറും ആ രാഷ്ട്രത്തിൽ ലാഭം ഉണ്ടാകും, സാമ്പത്തിക ലാഭം ഉണ്ടാകും. അപ്പൊ GDP അഥവാ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, അത് വെച്ചിട്ടാണ് നമ്മൾ അതിനെ കണക്കാക്കുക. ഇനി ഈ സാമൂഹിക ഡെവലപ്മെന്റിലേക്ക് വരുമ്പോൾ, സാമൂഹിക വികസനത്തിലേക്ക് വരുന്ന സമയത്ത് പൊതുജനങ്ങൾക്ക് അവിടുത്തെ സാമൂഹിക ജീവിതത്തിൽ വെൽബീയിങ് ഉണ്ടാവുക, സുരക്ഷിതത്വം ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പൊ അതിൽ മികച്ച വിദ്യാഭ്യാസം വേണം, ആരോഗ്യ സംരക്ഷണത്തിനുള്ള അവസരം വേണം, നല്ല സാമൂഹിക സേവനങ്ങൾ ലഭിക്കണം. അതൊക്കെയാണ് സോഷ്യൽ ഡെവലപ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നേരത്തെ നമ്മൾ പണം ഉണ്ടാകണം എന്നുള്ളതാണ് പറഞ്ഞതെങ്കിൽ ഇവിടെ എത്ര പൈസ ഉണ്ടായിട്ടും കാര്യമില്ല, അവിടെ നല്ല ഹെൽത്ത് സെറ്റപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ ആളുകൾ അസുഖം വന്നാൽ മരിക്കും. അവിടെ പണം ഉണ്ടായത് കൊണ്ട് കാര്യം ഉണ്ടാകില്ല. അപ്പോൾ ഹെൽത്ത് സിസ്റ്റം മെച്ചപ്പെടണം, എഡ്യൂക്കേഷൻ സിസ്റ്റം ഒക്കെ മെച്ചപ്പെടണം എന്നുണ്ടെങ്കിൽ സാമൂഹികപരമായിട്ടുള്ള ഡെവലപ്മെന്റ് അനിവാര്യമാണ്. അത് കണക്കാക്കുക. അപ്പോൾ അവിടുത്തെ സാക്ഷരതാ നിരക്ക്, അതുപോലെ തന്നെ ആയുർദൈർഘ്യ നിരക്ക്, അവിടുത്തെ ദാരിദ്ര്യ രേഖ, ഇതൊക്കെ പരിഗണിച്ചിട്ടാണ് ആ നാട് സോഷ്യലായിട്ട് ഡെവലപ്മെന്റ് ആയിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് നോക്കുക. പിന്നെ വരുന്നതാണ് കൾച്ചറൽ ഡെവലപ്മെന്റ് എന്നുള്ളത്. കൾച്ചറൽ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ സാംസ്കാരികപരമായിട്ടുള്ള വികസനം എന്ന് പറഞ്ഞാൽ എന്താ, അവിടുത്തെ പാരമ്പര്യത്തിന് ആളുകൾ എത്രത്തോളം വില നൽകുന്നുണ്ട്, അവിടുത്തെ വല്ല മൂല്യമുണ്ടോ. അപ്പൊ ഇന്ത്യൻ കൾച്ചറിന് പൊതുവെ ഡിമാൻഡ് കൂടുതലാണ്. കാരണം അവിടെ അത്രയും വ്യത്യസ്ത ഭരണകൂടങ്ങൾ ഭരിച്ചു പോയ പ്രദേശം എന്നുള്ള അർത്ഥത്തിൽ അത്രയും സമ്പന്നമായിട്ടുള്ള നാഗരികതയുടെ ശേഷിപ്പുള്ള ഒരു രാഷ്ട്രമാണ് ഇന്ത്യ എന്നുള്ളത്. അപ്പൊ അവിടുത്തെ മ്യൂസിയങ്ങൾ, കൾച്ചറൽ സെന്റേഴ്സ്, കൾച്ചറൽ ഇവന്റുകൾ, അവിടുത്തെ ഫെസ്റ്റിവൽസ്, ഇതിനൊക്കെ കൂടുതൽ ദൃശ്യത ലഭിക്കുന്നത് ആ അർത്ഥത്തിലുള്ള ഒരു ഡെവലപ്മെന്റിന് സഹായകമാണ്. ഒരു രാഷ്ട്രത്തിന്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് അവിടുത്തെ സംസ്കാരമായിരിക്കും. അപ്പോൾ വളരെ സമ്പത്തുണ്ട്, ആ രാഷ്ട്രത്തിന് ചരിത്രപരമായിട്ടുള്ള ഒരു പ്രാധാന്യം ഇല്ല എന്നുണ്ടെങ്കിൽ ആളുകൾ വല്ലാതെ അതിനെ ചർച്ച ചെയ്യൂല. അപ്പോ ഇതൊക്കെ ഈ 3ഉം കണക്റ്റഡ് ആയിട്ടാണ് ഡെവലപ്മെന്റ് ഉണ്ടാവുക. അപ്പൊ അതാണ് ഡെവലപ്മെന്റിനെ കുറിച്ച് പറയാനുള്ളത്. ദെൻ ഡെവലപ്മെന്റ് പാരഡൈംസ് എന്ന് പറയും. ഡെവലപ്മെന്റ് പാരഡൈം, ഇത് വായിക്കുന്നത് ശ്രദ്ധിക്കണം. പാരഡൈം എന്നാണ്, G സൈലന്റ് ആണ് കേട്ടോ. പാരഡൈം എന്ന് പറഞ്ഞാൽ മാതൃക, വികസന മാതൃകകൾ. എങ്ങനെയാണ് വികസനം ഉണ്ടാകേണ്ടതെന്നുള്ളൊരു ക്വസ്റ്റ്യൻ. ഈ പറഞ്ഞ വികസനം വേണം നമുക്ക് മനസ്സിലായി, അത് എങ്ങനെ സാധ്യമാക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ട് പലരും പല മാതൃകകളും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു മാതൃകയാണ് മോഡേണൈസേഷൻ മാതൃക, അതായത് ആധുനികവൽക്കരണ മാതൃക എന്നുള്ളത്. അതായത് 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം, വേൾഡ് വാർ സെക്കൻഡിന് ശേഷം ആ ഒരു പ്രാമുഖ്യം ലഭിച്ചത് യഥാർത്ഥത്തിൽ വെസ്റ്റിനാണ്. അതായത് വെസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരാ, പാശ്ചാത്യ രാഷ്ട്രങ്ങൾ, യൂറോപ്പ്, അമേരിക്ക പോലുള്ള രാഷ്ട്രങ്ങൾക്കാണ് കൂടുതൽ ലോകത്ത് ദൃശ്യമുണ്ടായിരുന്നത്. അപ്പോൾ അതിനു മുമ്പ് അവർ കോളനി ആയിട്ട് ഈ ഒരു ഏഷ്യൻ രാജ്യങ്ങളൊക്കെ അവരുടെ കോളനികളായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു വെസ്റ്റേൺ സ്റ്റൈല് അവിടെ കൂടുതൽ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ വെസ്റ്റേൺ സ്റ്റൈലിലുള്ള സ്ഥാപനങ്ങൾ, വെസ്റ്റേൺ എക്കണോമി, അതുപോലെ തന്നെ ടെക്നോളജി ട്രാൻസ്ഫർ. അപ്പോൾ ഒരു നാട് വികസിച്ചു എന്നുള്ളതിന്റെ ഒരു സ്കെയിലായിട്ട് വെസ്റ്റ് മാറാൻ തുടങ്ങി. അത് അമേരിക്കയിലും യൂറോപ്പിലും അങ്ങനെയാണ് എന്നുള്ള പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് വികസനമാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥ. അപ്പോൾ വെസ്റ്റിനെ നോക്കിയിട്ട്, അവിടെയുള്ള ആധുനികതയെ നോക്കിയിട്ട് വികസനം ഉണ്ടോ ഇല്ലെന്ന് കണക്കാക്കുന്നതിനെയാണ് നമ്മൾ മോഡേണൈസേഷൻ പാരഡൈം എന്ന് പറയാം. അതിന്റെ ക്രിറ്റിസിസം എന്തായിരിക്കും, വെസ്റ്റിന് മാത്രം പ്രാമുഖ്യം നൽകുന്നു, അത് തന്നെയാണ് അതിന്റെ വിമർശനം. കാരണം ലോക്കൽ കോണ്ടക്സ്റ്റുകൾക്ക്, ഓരോ പ്രദേശത്തെ കോണ്ടക്സ്റ്റുകൾക്കൊന്നും പ്രാമുഖ്യം നൽകാത്ത, എൻവയോൺമെന്റുകൾക്കൊന്നും പ്രാമുഖ്യം നൽകാത്ത ഒരു അവസ്ഥ, അതാണ് മോഡേണൈസേഷനിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്നുള്ളത്. പിന്നെ വരുന്നതാണ് ഡിപ്പെൻഡൻസി പാരഡൈം എന്നുള്ളത്. മോഡേണൈസേഷൻ പാരഡൈമിന്റെ പരാജയത്തെ തുടർന്നിട്ടാണ് ഒരു ഡിപ്പെൻഡൻസി പാരഡൈം വളർന്നു വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് പറയുന്നത് കേവലം വെസ്റ്റ് എന്നുള്ളതല്ല, വെസ്റ്റ് എന്ന് മാത്രം പറയാൻ പറ്റൂല, മറിച്ച് വികസിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രങ്ങളുണ്ടല്ലോ, വികസ്വര രാഷ്ട്രങ്ങൾ, അവർ വികസിത രാഷ്ട്രത്തെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ജീവിക്കുന്നത്. ഡിപ്പെൻഡ് എന്ന് വെച്ചാൽ അവയെ ആശ്രയിച്ചുകൊണ്ട്. ഒരു വികസിത രാഷ്ട്രത്തിന്റെ പട്ടികയിൽ നല്ല സാമ്പത്തിക പുരോഗതിയൊക്കെയുള്ള
രാഷ്ട്രങ്ങൾ ഉണ്ടാകും. ആ രാഷ്ട്രത്തിന്റെ അരികെ ചേർന്നിട്ടായിരിക്കും വികസ്വര രാഷ്ട്രങ്ങൾ ഉണ്ടായി വരുന്നുണ്ടാവുക. അപ്പോൾ അവരുടെ ആ ഒരു കണക്ഷനെ സൂചിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഇവിടെ ലോകത്ത് നിലനിൽക്കുന്ന അസമത്വങ്ങള് പല മുഖ്യധാര രാജ്യങ്ങൾ, അപ്പോൾ വെസ്റ്റേൺ രാഷ്ട്രങ്ങളൊക്കെ മറ്റ് രാജ്യങ്ങളെ ചൂഷണം ചെയ്യുന്ന ആ കാര്യങ്ങളൊക്കെ ഈ ഒരു വികസന മാതൃക ചർച്ചയ്ക്ക് വിധേയമാക്കിയിരുന്നു. എന്നിട്ട് പ്രൊമോട്ട് ചെയ്തത് സെൽഫ് റിലയൻസിനെയാണ്. അപ്പോൾ ഈ വെസ്റ്റിനെ ഇങ്ങനെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കലല്ല വേണ്ടത്, നമ്മൾ സ്വയം വളരാൻ ശ്രമിക്കണം, ഒരു ബദൽ മാർഗം ഉണ്ടാക്കണം എന്നുള്ളതാണ് ഇവിടെ പറയപ്പെട്ടിട്ടുള്ളത്. പിന്നെ വരുന്നൊരു വിഷയമാണ് സസ്റ്റൈനബിൾ. അതിന്റെ നെഗറ്റീവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഈ ഒരു സക്സസ്ഫുൾ എക്സ്പോർട്ട് എക്കണോമിയെ കുറിച്ച് വല്ലാതെ ഓവറായിട്ട് ഒരു സംഗതി എത്രയൊക്കെ പറഞ്ഞാലും വെസ്റ്റിന് നമ്മൾ അടിമപ്പെടേണ്ടി വരും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണെന്നാണ് ചില വിമർശകർ പറയുന്നത്. കാരണം ഒരു രാജ്യത്തിന് ഒരിക്കലും ഒറ്റയ്ക്ക് നിലനിൽക്കാൻ പറ്റില്ല. അപ്പൊ അവിടുത്തെ എക്സ്പോർട്ട് എക്കണോമി സക്സസ്ഫുൾ ആക്കണം, രാഷ്ട്രീയ ബന്ധം മെച്ചപ്പെടുത്തണം എന്ന് തുടങ്ങിയിട്ടുള്ള പോയിന്റിൽ നിന്നുകൊണ്ട് വിമർശനങ്ങൾ ഉണ്ടാകാറുണ്ട്. ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ദെൻ SD പാരഡൈം അഥവാ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് കഴിഞ്ഞ സെമസ്റ്ററിൽ നമ്മൾ എൻവയോൺമെന്റൽ സയൻസിൽ പഠിച്ചിരുന്നു. അതായത് പരിസ്ഥിതിക്ക് മോശമാകാത്ത രൂപത്തിൽ പരിസ്ഥിതിയെ കൂടി പരിഗണിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ. അവിടുത്തെ സാമ്പത്തിക പുരോഗതി അവിടുത്തെ പരിസ്ഥിതിയെ ഇല്ലാതെ ആക്കുന്ന പ്രവർത്തനമാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും സമ്മതിക്കാൻ പാടില്ല. ഉദാഹരണത്തിന് ഈ ഒരു ക്ലൈമറ്റ് ആക്ഷൻ ഒക്കെ കാര്യമായിട്ട് നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ കാലാവസ്ഥാ വ്യതിയാനമൊക്കെ നന്നായിട്ട് ഉണ്ടാകുമ്പോൾ പുതിയൊരു വികസന ആവശ്യാർത്ഥം ഉണ്ടാകുന്ന ഫാക്ടറികൾ, അവിടുത്തെ വേസ്റ്റുകൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ചർച്ച ചെയ്യപ്പെടണം എന്നുള്ളതാണ് ഈ ആശയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെയുള്ള പ്രശ്നം ഇതിന് പ്രാക്ടിക്കൽ രൂപമൊന്നുമില്ല, ജസ്റ്റ് വർത്താനം മാത്രമാണെന്നുള്ളൊരു പ്രശ്നം ഇവിടെയും വരുന്നുണ്ട്. അതായത് പരിസ്ഥിതിയെയും സംരക്ഷിക്കണം, വികസനം കൊണ്ടുവരണം, ഇത് രണ്ടും കൂടി എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളിടത്ത് പോളിസീസ് നിർണ്ണയിക്കുന്നിടത്ത് ഭയങ്കര പ്രയാസങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷെ അത് അനിവാര്യമാണ് കേട്ടോ. അപ്പോൾ അത് ഒരു പോളിസി ഡയറക്ഷൻ ഒരിക്കലും ഇങ്ങനെ പറയാനല്ലാതെ എങ്ങനെ എന്നുള്ള ക്വസ്റ്റ്യന് പലപ്പോഴും ഉത്തരം കിട്ടാറില്ല എന്നുള്ളൊരു ക്രിറ്റിസിസമാണ് ആ മാതൃകയ്ക്ക് വരുന്നത്. പിന്നെ ഗാന്ധിയൻ പാരഡൈം എന്നുള്ളതാണ്. ഗാന്ധിജിയെ കുറിച്ച് നമുക്കറിയാം, അദ്ദേഹം കൂടുതൽ അഹിംസയ്ക്കും അതുപോലെ തന്നെ ധാർമ്മിക മൂല്യങ്ങൾക്ക് ആത്മീയപരമായ പരിഹാരങ്ങൾക്ക് പ്രാമുഖ്യം നൽകിയ ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്നുള്ളത് സ്വരാജ് ആയിരുന്നു, അതായത് സെൽഫ് റൂൾ. ഓരോ ഗ്രാമങ്ങളും ഓരോ രാഷ്ട്രത്തിനും സമാനമായ രൂപത്തിൽ പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥാവിശേഷം. അതായത് ഇപ്പൊ നമുക്ക് വേണ്ട വസ്ത്രങ്ങൾ നമ്മൾ തന്നെ നെയ്തുണ്ടാക്കുക. അപ്പൊ അദ്ദേഹത്തിന്റെ അത്തരത്തിലുള്ള ചരക്ക് തിരിക്കുന്ന ഒരു പിക്ചറൊക്കെ നമുക്ക് അറിയാലോ. അപ്പോൾ അദ്ദേഹം ജീവിതത്തിലുടനീളം കൊണ്ടുവന്നിരുന്ന ഒരു സംഗതിയായിരുന്നു നമ്മളൊരു മെറ്റീരിയലുകൾക്ക് മാത്രം പ്രാമുഖ്യം നൽകാതെ അവിടെയുള്ള ശാന്തി, സമാധാനം, അഹിംസ, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, പ്രധാനമായിട്ട് ഓരോ ഗ്രാമങ്ങളെയും അദ്ദേഹം എന്ത് ചെയ്തിരുന്നു, ഈ രാജ്യത്തിന്റെ ഹൃദയമായിട്ട് കണ്ടിരുന്നു. അങ്ങനെ ആ ഒരു വില്ലേജിൽ തന്നെ ഇൻഡസ്ട്രീസ് ഉണ്ടാകണം, അങ്ങനെ കൂടുതൽ ഡീസെൻട്രലൈസേഷൻ കാണണമെന്നുള്ള ഗാന്ധിയൻ തത്വം വികസനത്തിൽ കാണാറുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് വികസനം. പിന്നെ പറയുന്ന സംഗതിയാണ് സോഷ്യൽ ചേഞ്ച് എന്നുള്ളത്. പ്രതികരണമൊന്നും ഇല്ലല്ലോ, വികസിച്ചു കിടന്ന് പറഞ്ഞിരിക്കണം ആരെങ്കിലും? ഞാൻ കേൾക്കുന്നുണ്ടാകും എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. കേൾക്കാം സർ. ഓക്കെ, ഇനി മൂന്നാമത്തതാണ് സോഷ്യൽ ചേഞ്ച് എന്നുള്ളത്. സോഷ്യൽ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള സാമൂഹിക ക്രമം ഉണ്ടായിരിക്കും. ഇപ്പോൾ കുടുംബ വ്യവസ്ഥ, അത്തരം സംഗതികളിലൊക്കെ സാമൂഹികമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ബിഹേവിയേഴ്സ്, പെരുമാറ്റ രീതികൾ, ബന്ധങ്ങളുടെ ഒക്കെ ഒരു ഇതുണ്ടായിരിക്കും. അത് സമയാനുസരണം അതിലുണ്ടാകുന്ന മാറ്റങ്ങൾ. ഇപ്പോൾ പണ്ട് കാലത്തൊക്കെ ഫാമിലി സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ കൂട്ടുകുടുംബമായിരുന്നു. ഇന്ന് നമ്മളൊക്കെ ന്യൂക്ലിയർ ഫാമിലിയാണ്. നമ്മുടെ വീട്ടിൽ ഒരു ഭാര്യയും ഭർത്താവും മക്കളും മാത്രമേ ഉണ്ടാവുള്ളൂ. കൂടി പോയ ഒരു ജനറേഷൻ കൂടി അവരുടെ അതായത് ആ ഒരു പേരക്കുട്ടികളുടെ ഗ്രാൻഡ് ഫാദേഴ്സും ഗ്രാൻഡ് മദേഴ്സും കൂടി ഉണ്ടാകുന്നുള്ള അല്ലാതെ ഒരു വലിയ ഒരു കുടുംബം, ഒരു 10-30 ആളുകളൊന്നുള്ള കുടുംബം ഉണ്ടാകില്ല. പണ്ട് എല്ലാ മക്കളും ഒരു വീട്ടിൽ തന്നെ ജീവിച്ചിരുന്നു. അവരുടെ കുടുംബങ്ങളൊക്കെ ഓരോ റൂമിൽ, അങ്ങനെ ഒരു വലിയ തറവാടായിരുന്നു പണ്ടുണ്ടായിരുന്നത്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഓരോരുത്തരും സ്വന്തം വീട് വെച്ച് മാറി ഒരു ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റത്തിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഒരു സോഷ്യൽ ചേഞ്ച് ആണ്. ഒരു ഏറ്റവും സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഉദാഹരണമാണ്. അപ്പോൾ ഒരു സാമൂഹികപരമായിട്ടുള്ള മാറ്റമാണ്. അത് പക്ഷെ പോസിറ്റീവ് ആകാം, ചിലപ്പോൾ അത് നെഗറ്റീവ് ആയതാകാം. പല ഘടകങ്ങളുണ്ട് ഇപ്പോൾ സോഷ്യോളജി, അതായത് സാമൂഹിക ശാസ്ത്രം, നരവംശ ശാസ്ത്രം, ചരിത്രം, അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, സാമ്പത്തിക സാഹചര്യങ്ങളൊക്കെ, സാങ്കേതിക പുരോഗതി, ഇതൊക്കെ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ സമൂഹത്തിൽ കൊണ്ടുവരുന്നതിൽ വലിയ പങ്ക് വഹിക്കാറുണ്ട്. അപ്പോൾ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, സാമൂഹിക സ്ഥാപനങ്ങളിൽ ഉണ്ടാകുന്ന ട്രാൻസ്ഫോർമേഷനാണ് നമ്മൾ സോഷ്യൽ ചേഞ്ച് എന്ന് പറയുക. അപ്പൊ പലപ്പോഴും സമത്വം, നീതി, അതുപോലെ തന്നെ പുരോഗതി, ഇതിനൊക്കെ ഒരു പോസിറ്റീവായിട്ട് സോഷ്യൽ ചേഞ്ച് മാറാറുണ്ട്. ചിലപ്പോഴൊക്കെ റെസിസ്റ്റൻസിന് കാരണമാകുന്നത് പ്രതിരോധിക്കപ്പെടേണ്ട രീതിയിലുള്ള നെഗറ്റീവായ സോഷ്യൽ ചേഞ്ചുകളും ഉണ്ടാകാറുണ്ട്. ചിലപ്പോൾ
അസമത്വങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന സോഷ്യൽ ചേഞ്ചുകൾ കൂടുതൽ അസമത്വങ്ങൾ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ് പലപ്പോഴും സംജാതമാകാറുള്ളത്. അപ്പൊ അതൊരു ചലഞ്ചാണ്. സോഷ്യൽ ചേഞ്ച് എന്നുള്ള പല രൂപത്തിൽ സംഭവിക്കാം. ഒന്നുകിൽ അത് സ്ട്രക്ചറൽ ആകാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്റർനെറ്റ്, സോഷ്യൽ മീഡിയ, അതിലൊക്കെയാണ് നമ്മുടെ ബന്ധങ്ങൾ ഉള്ളത്. പണ്ട് നമ്മൾ നേരിട്ട് പോയിരുന്ന ആളുകൾ അന്നൊരു കത്ത് എഴുതുക എന്ന് പറയുമ്പോൾ ബന്ധത്തിന്റെ അളവ് കമ്പാരിറ്റീവ്ലി കുറവാണ്. എന്നാൽ ആ കത്തിന്റെ സ്ഥാനത്ത് ഇന്നൊരു വാട്സപ്പ് മെസ്സേജ് ആണ് ഉള്ളത്. ഹലോ, വോയിസ് ക്ലിയർ അല്ല എന്ന് പറയുന്നുണ്ടല്ലോ. എല്ലാവർക്കും പ്രശ്നമുണ്ടോ? ഇപ്പൊ കുറച്ച് മുമ്പേ നല്ല ബ്രേക്ക് ഉണ്ടായിരുന്നു. ഇപ്പൊ ക്ലിയർ ആയിട്ടുണ്ട്. ഓക്കെ, നമ്മള് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോഴേ സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നതാണ്. വലിയ പ്രശ്നം വന്നാലൊന്ന് സൂചിപ്പിച്ചാൽ മതി. ഓക്കെ, ഇപ്പോ സോഷ്യൽ ചേഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് പല തരത്തിലുണ്ടാകും. പണ്ട് നമ്മൾ ജസ്റ്റ് ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചു ഇന്ന് നമ്മളൊരു വാട്സപ്പ് മെസ്സേജ് അയക്കുന്നത് നമ്മൾ സംസാരിക്കുന്നതിന് തുല്യമാണ്. അത് നിങ്ങൾ പറഞ്ഞതല്ലോ, മെസ്സേജ് അയച്ചതല്ലോ എന്ന് ആരും ചോദിക്കൂല. വാട്സപ്പ് മെസ്സേജ് ഇന്നൊരു കമ്മ്യൂണിക്കേഷന്റെ വളരെ മെച്ചപ്പെട്ട ഒരു മാതൃകയായിട്ട് മാറിയിട്ടുണ്ട്. പണ്ടൊരു കത്ത് എഴുതിയെന്നാൽ ഒരു കത്ത് എഴുതിയെന്നേ ഉണ്ടാവുള്ളൂ. സംസാരിച്ചു എന്നുള്ള ഒരു സാറ്റിസ്ഫിക്കേഷൻ അതിന് കിട്ടിയെന്ന് വരില്ല. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്റർനെറ്റ് ആണ് നമ്മുടെ സംസാര മാർഗം എന്നുള്ളത്. അപ്പൊ അതൊരു സ്ട്രക്ചറൽ ചേഞ്ച് ആണ് സൊസൈറ്റി വന്നിട്ടുള്ളത്. പിന്നെ കൾച്ചറൽ ചേഞ്ചസ് ഉണ്ടായിരിക്കും. അവകാശ ബോധത്തിന്റെ കാര്യത്തിലൊക്കെ സാംസ്കാരികപരമായിട്ട് ഉണ്ടാകുന്ന പല മാറ്റങ്ങളും പലപ്പോഴും അതൊരു സോഷ്യൽ മൂവ്മെന്റിനെ തുറന്നിട്ടാണ് ഉണ്ടാകാറുള്ളത്. പിന്നെ ബിഹേവിയറൽ ചേഞ്ചസ്, പണ്ട് കാലങ്ങളിലൊക്കെ നമുക്ക് തോന്നിയ പോലെ ജീവിച്ചിരുന്നത് ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, പരമാവധി പരിസ്ഥിതിയെ കൂടി പരിഗണിച്ചുകൊണ്ട് ജീവിക്കണം എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ മനോഭാവത്തിൽ ബിഹേവിയറിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ. അപ്പൊ അതാണ് സോഷ്യൽ ചേഞ്ചിന്റെ 3 ടൈപ്സ്. ചിലപ്പോൾ ചോദിച്ചേക്കാം, സ്ട്രക്ചറൽ, കൾച്ചറൽ ആൻഡ് ബിഹേവിയർ. കുറെ സാധനങ്ങൾ എണ്ണി പഠിക്കാനുണ്ട് കേട്ടോ. ഇതൊന്നും എന്തല്ല ടഫ് അല്ല, ശരിക്കും ഒക്കെ വേഗം മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. പക്ഷെ എണ്ണം കൂടുതലാണ്, പഠിക്കാനുള്ള സാധനങ്ങളുടെ എണ്ണം കൂടുതലാണ്. അതിന്റെ ടഫ്നെസ് കൂടുതലല്ല, ഒരിക്കലും കണ്ടന്റ് ആണ് കൂടുതലുള്ളത്. അപ്പൊ അതിന് ചെയ്യാവുന്ന മാർഗം പരമാവധി റിവൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഉള്ള ദിവസം കൊണ്ട് നിങ്ങൾ ഏത് ബ്ലോക്കിലാണോ ഫോക്കസ് കൊടുക്കുന്നത് അത് ഇടയ്ക്കിടയ്ക്ക് വായിച്ചു നോക്കിയിട്ട് സോഷ്യൽ ചേഞ്ചിന്റെ ഫോംസ് ആലോചിച്ച് കഴിഞ്ഞാൽ സ്ട്രക്ചറൽ, കൾച്ചറൽ കൊണ്ട് ഇങ്ങനെ തടസ്സപ്പെട്ട് നിൽക്കരുത്. ആ ബിഹേവിയറിൽ കൂടെ ഓർമ്മ വരണം. ആ രീതിയിൽ അത്തരം എണ്ണി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ശ്രദ്ധയോടുകൂടി പഠിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ വരുന്ന ഒരു സംഗതിയാണ് ഡെവലപ്മെന്റ് ആൻഡ് സോഷ്യൽ മീഡിയ കമ്മ്യൂണിക്കേഷൻ. എന്താണ് ഡെവലപ്മെന്റ്? നമ്മൾ പറഞ്ഞതിന്റെ മാതൃകകൾ പറഞ്ഞു, സോഷ്യൽ ചേഞ്ച് ഒക്കെ പറഞ്ഞു. ഇതിന് അനുകൂലമായ രൂപത്തിൽ, അതായത് പോസിറ്റീവ് സോഷ്യൽ ചേഞ്ച് ഉണ്ടാകാൻ, പോസിറ്റീവ് വികസനം ഉണ്ടാകാൻ അനുയോജ്യമായ രൂപത്തിൽ കമ്മ്യൂണിക്കേഷനെ ഉപയോഗപ്പെടുത്തുന്നതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഡെവലപ്മെന്റ് ആൻഡ് സോഷ്യൽ ചേഞ്ച് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നു. ഡെവലപ്മെന്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ് ഇൻഫോർമേഷൻ, നോളജ് ആൻഡ് മെസ്സേജസ് ടു ക്രിയേറ്റ് സോഷ്യൽ ചേഞ്ച് ആൻഡ് ഡെവലപ്മെന്റ്. ഒരു പുരോഗതിക്ക് വേണ്ടി, സാമൂഹിക മാറ്റത്തിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് ഡെവലപ്മെന്റ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്. അതുപോലെ തന്നെ അവിടെയുള്ള സാമൂഹിക മാറ്റത്തെ കൊണ്ടുവരാനാണ് എന്നുണ്ടെങ്കിൽ സോഷ്യൽ ചേഞ്ച് കമ്മ്യൂണിക്കേഷൻ, ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് എന്നുണ്ടെങ്കിൽ ഡെവലപ്മെന്റ് കമ്മ്യൂണിക്കേഷൻ. ഇത്രയാണ് നമുക്കതിൽ കാര്യമായിട്ട് പറയാനുള്ളൂ. ഇതിനു വേണ്ടിയിട്ട് കൂടുതൽ മാർഗങ്ങൾ കണ്ടെത്തുക, പരമ്പരാഗത വികസന മാതൃകകളെ കൂടി പരിഗണിക്കുക, അതേസമയം ഡെവലപ്മെന്റ്സ് കൊണ്ടുവരിക, അതിലുള്ള അടിസ്ഥാന പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുക. അത്തരത്തിൽ ഇപ്പോൾ ഇവിടെയുള്ള ഒരു വികസന മാതൃക പ്രശ്നമാണ്, അതിൽ ഇന്ന മാറ്റങ്ങൾ വരണം എന്നുള്ള ഒരു ബോധവൽക്കരണത്തിന് നമ്മൾ ഏറെ സഹായിക്കുക പുതിയ കാലത്തെ കമ്മ്യൂണിക്കേഷൻ സെറ്റപ്പുകളായിരിക്കും. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് വികസനം ഉറപ്പാക്കുന്നതിനെയാണ് നമ്മൾ ഡെവലപ്മെന്റ് കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെ പറയാം. അപ്പോൾ ലക്ഷ്യം എന്ന് പറയുന്നത് വ്യക്തികളെയും സമൂഹങ്ങളെയും ശാക്തീകരിക്കുക, അതുപോലെ തന്നെ എല്ലാവർക്കും വിവരങ്ങളുടെ ലഭ്യത ഉറപ്പാക്കുക, സമത്വം, അവകാശങ്ങളൊക്കെ ഊട്ടിയുറപ്പിക്കുക, പിന്നെ നാട്ടിലുള്ള നയരൂപീകരണത്തിലൊക്കെ പങ്കാളികളാവുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് അവിടെ വരുന്നത്. പിന്നെ അതിന് ഉപയോഗിക്കുന്ന സ്ട്രാറ്റജീസ് നോക്കുന്ന സമയത്ത്, സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എന്തെല്ലാം മാർഗങ്ങൾ നോക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ടിസിപ്പേറ്ററി കമ്മ്യൂണിക്കേഷൻ ആയിട്ട് പ്രധാനപ്പെട്ടത്. അത് എല്ലാവർക്കും അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള അവസരം നൽകുക. ഓരോ കമ്മ്യൂണിറ്റിയും പ്രത്യേകം നമ്മൾ പരിഗണിക്കുക. ഓരോ നാട്ടിലെയും അവിടുത്തെ കണ്ടീഷൻസിനെ പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് ഇപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ, ഇപ്പോൾ നമ്മൾ ഒരു ഉത്തരേന്ത്യയിലെ കണ്ടീഷനിൽ പോയിട്ട് സംസാരിക്കുമ്പോൾ ആ നാട്ടിലെ ആളുകൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ അവിടുത്തെ പുരോഗതിക്ക് അനുയോജ്യമായ കമ്മ്യൂണിക്കേഷൻ രീതി സ്വീകരിക്കുക. സൗത്തിലേക്ക് എത്തുമ്പോൾ ഇപ്പോൾ കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്തൊക്കെ കമ്പാരിറ്റീവ് വികസനം കൂടുതലായതുകൊണ്ട് ഒന്നുകൂടി മെച്ചപ്പെട്ട രൂപത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അങ്ങനെ ലോക്കൽ നീഡ്സ് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുക എന്നുള്ള ഒരു സ്ട്രാറ്റജി പ്രധാനമാണ്. ദെൻ അഡ്വക്കസി ആൻഡ് ലോബിങ്, അതായത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ചേഞ്ചിന് വേണ്ടിയിട്ട് ഇവിടെ മാറ്റങ്ങൾ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ലോബിങ് പ്രവർത്തനങ്ങൾ നടത്തുക. ദെൻ മീഡിയ ക്യാമ്പയിൻ, സോഷ്യൽ മാർക്കറ്റിംഗ് ഒക്കെ നമുക്കറിയാം. ഇപ്പോൾ സംഘടനകളും കമ്പനികളൊക്കെ ചെയ്യുന്ന മാർക്കറ്റിംഗ് പ്രവർത്തനങ്ങളൊക്കെ ഈ ഒരു ഡെവലപ്മെന്റ് സോഷ്യൽ ചേഞ്ചിന്റെ ഭാഗമാണ്. അപ്പോൾ ഇത് രണ്ടും വളരെ നിർണായകമാണ്. ഒരു സുസ്ഥിരമായ വികസനം സാധ്യമാകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ആശയവിനിമയം ഇതിനുവേണ്ടി നടത്തൽ
നിർണായകമാണ്. അപ്പോൾ എല്ലാ പ്രവർത്തനങ്ങളിലും ഇത്തരം കമ്മ്യൂണിക്കേഷൻ രീതികൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ രാജ്യങ്ങളും ലോകമൊക്കെ പെട്ടെന്ന് വികസനം പ്രാപിക്കും. അപ്പോൾ അത്രയാണ് നമുക്ക് ഈ പോയിന്റിൽ പറയാനുള്ളത് കേട്ടോ. ഈ 3 സോഷ്യൽ ചേഞ്ച് ഏതൊക്കെയാണെന്നുള്ളത് നോക്കുക. പിന്നെ ഒരു 4 മാതൃക പറഞ്ഞിട്ടുണ്ട്: മോഡേൺ, ഡിപ്പെൻഡൻസി, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ഗാന്ധിയൻ. ചോദിക്കുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, പക്ഷേ സിമ്പിളാണ് സാധനം. ആ പേരിൽ തന്നെ അതിന്റെ ആശയം അടങ്ങിയത് കൊണ്ട് ആ ഒരു നമുക്ക് അതിനോടുള്ള ഒരു അപരിചിതത്വം ഉണ്ടല്ലോ, അതൊന്ന് മാറ്റി നിർത്തിയാൽ മാത്രം മതി. കാണാതെ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും സംഭവം ഒന്ന് ചോദിച്ച് ക്ലിയർ ആക്കി വെക്കുക. ആ ടേമിൽ തന്നെ അടങ്ങിയിട്ടുണ്ട് എന്താ അതിന്റെ ഉള്ളടക്കം എന്നുള്ളത്. അപ്പോൾ നമുക്ക് നല്ല അസൽ മലയാളത്തിൽ അസൽ ഇംഗ്ലീഷിൽ അതൊന്ന് അടിപൊളിയായിട്ട് എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടും. സോ ഈ ചാപ്റ്റർ അവസാനിപ്പിക്കുകയല്ലേ. ഇനി അടുത്ത ചാപ്റ്റർ ആണ് പെർസെപ്ഷൻ ആൻഡ് പ്രൊപ്പഗണ്ട എന്നുള്ളത്. ഇതും നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വല്ലാതെ വിശദീകരിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. PR ആൻഡ് പ്രൊപ്പഗണ്ട എന്നുള്ളത് നമ്മൾ സമയമെടുത്ത് തന്നെ പറഞ്ഞിരുന്നു. പ്രൊപ്പഗണ്ട നമുക്കറിയാം ഒരു നെഗറ്റീവ് അർത്ഥാണ് വരുന്നത്. പെർസെപ്ഷൻ എന്ന് പറയുമ്പോൾ മലയാളത്തിൽ അതിനെ പ്രേരണ എന്നാണ് നമ്മൾ പറയുക. ഒരു സംഗതി പ്രേരിപ്പിക്കുക, പ്രചരിപ്പിക്കുക അർത്ഥത്തിൽ തന്നെയാണ് പെർസെപ്ഷൻ വരുന്നത്. പ്രൊപ്പഗണ്ടക്ക് നെഗറ്റീവ് അർത്ഥം വരുന്നു, പെർസെപ്ഷൻ ആകുമ്പോൾ പോസിറ്റീവ് അർത്ഥം വരുന്നത് മാത്രം. നമ്മൾ നേരത്തെ പബ്ലിക് റിലേഷൻസ് പറഞ്ഞല്ലോ. സാറ് പറയുമ്പോഴെല്ലാം എളുപ്പം. പിന്നെ ഒരു ബട്ട് കാണാനുണ്ട്, ബട്ടിന്റെ ഇത് മനസ്സിലായില്ല. പക്ഷേ എന്താണ് ചാറ്റിൽ ആരോ പറഞ്ഞതാണ്, പറയുമ്പോഴൊക്കെ മനസ്സിലാകുന്നുണ്ട്, പഠിക്കുമ്പോൾ ഒന്നും മനസ്സിലാകുന്നില്ലേ? കുറെ പഠിക്കാനുണ്ട് എന്നുള്ളതാണ് അല്ലേ? പ്രശ്നമൊന്നുമല്ല. എല്ലാ ഡിസ്റ്റൻസ് വിദ്യാർത്ഥികളെ നേരിടുന്ന പ്രതിസന്ധിയാണ്. അവർക്ക് അവസാന സമയത്ത് പഠിക്കാൻ തോന്നാറുള്ളൂ അല്ലെങ്കിൽ കഴിയാറുള്ളൂ എന്നുള്ളത്. നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു സംഗതി, ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഒരിക്കലും പേടിച്ചിങ്ങനെ നിൽക്കരുത്. ശരിയുത്തരം കിട്ടുന്നവരെ കാത്തു നിൽക്കരുത്. നമുക്ക് അറിയാവുന്നത് വെച്ചിട്ട് പരമാവധി എന്ത് ചെയ്യണം, എഴുതാൻ ശ്രമിക്കണം. പിന്നെ നമ്മൾക്ക് ഉണ്ടാകേണ്ട സ്കില്ലാണ് റൈറ്റിംഗ് സ്കില്ല് എന്നുള്ളത്. ഒരു സംഗതി പൊലിപ്പിച്ച് എഴുതുക എന്നുള്ളത് അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ പച്ച മലയാളത്തിൽ ചിലപ്പോൾ തള്ളുക എന്നൊക്കെ പറയും. പക്ഷെ അതൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു അക്കാഡമിക് രീതിയിൽ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് അനായാസമായിട്ട് പറ്റും. സ്വന്തം ലൈഫ് എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് പറയുന്നത്. ഇപ്പോൾ പലപ്പോഴും ഡിസ്റ്റൻസ് എഡ്യൂക്കേഷന്റെ ഭാഗമാവേണ്ടി വന്നപ്പോഴൊക്കെ ഉണ്ടായിട്ടുള്ളൊരു പ്രശ്നമാണ്, നമുക്ക് ചിലപ്പോൾ ചില ഭാഗങ്ങളൊക്കെ കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ പഠിച്ച ഭാഗം വെച്ചിട്ട് അങ്ങോട്ട് പോവും. ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അതിനൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്ത് അതിന് പ്രത്യേക കൺക്ലൂഷൻ കൊടുത്ത് അറിയുന്ന പോയിന്റൊക്കെ നല്ല വൃത്തിക്ക് വെടുപ്പിൽ എഴുതി കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് ഫസ്റ്റ് ക്ലാസ് വാങ്ങിയ ആളാണ് ഞാൻ. അപ്പോൾ അതാണ് പറഞ്ഞത്, ആ എഴുതുന്ന സാധനം നമ്മൾ നല്ല കോൺഫിഡന്റ് ആക്കി എഴുതി കഴിഞ്ഞാൽ സംഗതി ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാം, ഒരു സെഷൻ അതിനുവേണ്ടി വെക്കേണ്ടത്, എങ്ങനെയാണ് എക്സാം കൂടുതൽ ടെക്നിക്കായിട്ട് എഴുതേണ്ടത് എന്നുള്ളത്. ഈ ചാപ്റ്ററിലേക്ക് വരുന്ന സമയത്ത് പെർസെപ്ഷൻ ആൻഡ് പ്രൊപ്പഗണ്ട എന്നുള്ളതാണ്. പെർസെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒരു സംഗതി പ്രചരിപ്പിക്കുക അല്ലെങ്കിൽ ഏതോ ഒരു സാധനത്തെ ആളുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിനെയാണ് നമ്മൾ പെർസുവേഷൻ എന്ന് പറയാം. നമ്മൾ PR എന്നൊക്കെ പറഞ്ഞല്ലോ, അതിന്റെ ഒരു ഏകദേശം സംഗതി തന്നെയാണ്. ഈ ചാപ്റ്ററിൽ പറയുന്നത് എന്താണ് പെർസുവേഷൻ, അതിന്റെ ടെക്നിക്സ്, ആവശ്യങ്ങൾ, അരിസ്റ്റോട്ടിൽ പെർസുവേഷൻ നൽകിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, പിന്നെ പ്രൊപ്പഗണ്ട, അതിന്റെ പ്രൊപ്പഗണ്ട മോഡൽസ് ഒക്കെയാണ് വരുന്നത്. പിന്നെ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം സിമ്പിൾ ആണ്. പിന്നെ ഈ രണ്ടിനും വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് ടൂൾസ്, അങ്ങനെ 4 കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പറയാനുള്ളത്. പെട്ടെന്ന് ഓടിച്ചു പോകാം. പെർസെപ്ഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഒരു കലയാണ് കേട്ടോ. പെർസെപ്ഷൻ എന്നുള്ളത് ഇറ്റ്സ് ആർട്ട് ഓഫ് കൺവിൻസിങ് സംവൺ ടു ആക്സെപ്റ്റ് ആൻ ഐഡിയ ഓർ ഒപ്പീനിയൻ ഓർ വേർ പോയിന്റ് ഓഫ് വ്യൂ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഇൻഫ്ലുവൻസ് ബിഹേവിയേഴ്സ്, ബിലീഫ്സ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ്. ആളുകളുടെ മനോഭാവം അതുപോലെ തന്നെ അവരുടെ വിശ്വാസങ്ങൾ, പെരുമാറ്റങ്ങളൊക്കെ നമുക്ക് അനുകൂലമായ രൂപത്തിൽ, നമുക്ക് ആവശ്യമായ രൂപത്തിൽ ട്യൂൺ ചെയ്തെടുക്കുന്ന, അതിനനുസരിച്ച് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്ന ആ ഒരു പ്രക്രിയയാണ് നമ്മൾ എന്തായിട്ട് പറയാ, ഒരു ആർട്ട് ഓഫ് കൺവിൻസിങ്ങിനെയാണ് നമ്മൾ പെർസുവേഷൻ എന്ന് പറയാറുള്ളത്. അപ്പോൾ ഇറ്റ്സ് എ ആർട്ട് ഓഫ് കൺവിൻസിങ്. പെർസുവേഷൻ എന്ന് പറയുന്നത് ഒരു കലയാണ്. അത് മനസ്സിലാക്കുക. കല എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഒരാളെ ഒരു കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കാറുള്ളത്. അത് മാർക്കറ്റിംഗ് രംഗത്തുണ്ട്, രാഷ്ട്രീയ മേഖലയിലുണ്ട്, ജീവിതശൈലികളിലൊക്കെ, ലൈഫ് സ്റ്റൈൽ ചേഞ്ചുകളിലൊക്കെ പെർസുവേഷൻ നടത്താറുണ്ട്. അതിന് കുറച്ച് ടെക്നിക്സ് ഉണ്ട്. ടെക്നിക്കുകൾ ഒന്നാണ് ഇമോഷണൽ അപ്പീൽ എന്നുള്ളത്. നമ്മുടെ വികാരത്തെ ഉപയോഗിച്ചുകൊണ്ട് ഒരാളെ ഒരു കാര്യം പറഞ്ഞ് പ്രേരിപ്പിക്കാനായിട്ട് പറ്റും. ഉദാഹരണ സഹിതം പറയുന്നുണ്ട്. ഇപ്പൊ ഒരാൾക്ക് ഒരു വിഭാഗത്തിന് എന്ത് ചെയ്യണം, ഒരു ഉദാഹരണത്തിന് നമുക്ക് ഫലസ്തീനിലേക്ക് സഹായം എത്തിക്കണം. അത് നമ്മുടെ ഒരുപാട് മനുഷ്യരുടെ, നല്ല മനുഷ്യരെല്ലാം വെച്ച് പെടുത്തുന്നവര്
അതിയായ ആഗ്രഹമാണ്. അത് നമ്മളെ കൊണ്ട് സാധിക്കുന്ന രൂപത്തിൽ അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അതുപോലെ ലോകത്തെ പല ഭാഗങ്ങളിൽ കഷ്ടപ്പെടുന്നവർക്ക് സഹായം എത്തിക്കാൻ പറ്റുമോ എന്ന് നമ്മൾ നോക്കുമ്പോൾ അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ചിലപ്പോൾ ഒരു ആപ്പ് തുടങ്ങുന്നു അല്ലെങ്കിൽ അതിൻ്റെ ഒരു സംവിധാനം തുടങ്ങുന്ന സമയത്ത് നമ്മൾ ചെയ്യുക അതിന്റെ കുറെ പരസ്യ വീഡിയോകൾ തയ്യാറാക്കും. ഇങ്ങനെ ഒരു ശ്രമം നടക്കുന്നുണ്ടെന്ന് കാണിക്കാൻ നമ്മൾ എന്താ ചെയ്യുക, അവിടെ ഭക്ഷണം കിട്ടാതെ ബുദ്ധിമുട്ടുന്ന കുട്ടികളുടെ ചിത്രങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യും, ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യും. സ്വാഭാവികമായിട്ട് ആളുകൾക്ക് അത് കാണുമ്പോൾ വീണ്ടും അവിടുത്തെ ആ ഒരു പ്രതിസന്ധി മനസ്സിലായിട്ട് അവർ സഹായിക്കാൻ തയ്യാറാകും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, കോടിക്കണക്കിന് രൂപ വരെ സമാഹരിച്ചുകൊണ്ട് അത്തരം പ്രശ്നം നേരിടുന്ന ആളുകൾക്ക് വേണ്ടി നമുക്ക് എത്തിക്കാൻ പറ്റും. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ അന്ന് ആ ഒരു പ്രളയം ഉണ്ടായ സമയത്ത് ഈ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് രാഷ്ട്രീയ പാർട്ടികളും സന്നദ്ധ സംഘടനകളും സർക്കാരും ഒക്കെ പൊതുജനങ്ങളുടെ ഫണ്ട് സമാഹരിച്ചുകൊണ്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ കൊടുക്കാൻ മുന്നോട്ട് വന്നത്. അപ്പൊ അവിടെ വികാരങ്ങളാണ്, മനുഷ്യന്റെ വൈകാരികമായ ബുദ്ധിയെയാണ് ഇവിടെ പെർസുവേഷന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തേതാണ് എവിഡൻസ്, അതായത് കേവല വികാരമല്ല, കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു രാഷ്ട്രീയ മേഖലയിൽ ഒരു ഇലക്ഷൻ വരുന്ന സമയത്ത് അവിടെയുള്ള പൊതുജനങ്ങളെ അല്ലെങ്കിൽ അവിടെയുള്ള യുവാക്കളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെയുള്ള സ്ഥാനാർത്ഥി പ്രസംഗിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ അവരോട് ഇങ്ങനെ വലിയ വികാരം പറഞ്ഞിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല. കുറച്ചുകൂടി അവർക്ക് കൺവിൻസിംഗ് ആയ രൂപത്തിൽ ഇപ്പോ വിശക്കുന്ന ഒരാൾക്ക് ഭക്ഷണം കൊടുക്കാൻ കേവലം ആ വിശപ്പിന്റെ ചിത്രം മാത്രം മതി, വികാരം മാത്രം മതി. പക്ഷെ ഒരു രാഷ്ട്രീയ പ്രവർത്തകർ വോട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ വികാരം മതിയാവൂല, കൃത്യമായ പോയിന്റ് പറയേണ്ടി വരും. അപ്പൊ അയാള് പറയുകയാണ്, ഞാൻ ഇനി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ രൂപത്തിൽ ഇവിടെ ഇന്ന കമ്പനികൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള അവസരം കൊണ്ടുവരും. അപ്പോൾ അവിടെ IT തൊഴിൽ ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ ലഭിക്കുമെന്ന് കൃത്യമായ കണക്കുകളുടെ മനുഷ്യന്റെ ബുദ്ധിക്ക് അനുയോജ്യമായ തെളിവുകൾ വെച്ചുകൊണ്ട് സമർത്ഥിച്ചു കഴിഞ്ഞാൽ ആ ആൾക്ക് വോട്ട് കിട്ടും. അപ്പോൾ അവിടെ അദ്ദേഹം ബോധ്യപ്പെടുത്തിയത് എവിഡൻസ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഒന്നാമത്തത് ഇമോഷൻ, രണ്ടാമത്തത് എവിഡൻസ്, മൂന്നാമത്തത് ലോജിക്കൽ റീസണിങ് എന്നുള്ളതാണ്. ശാസ്ത്രജ്ഞന്മാർ മറ്റുമൊക്കെ ഉപയോഗിക്കുന്ന ഒരു സംഗതി, ഒരു സിദ്ധാന്തത്തെ സ്ഥാപിച്ചെടുക്കാൻ ഫിലോസഫേഴ്സും മറ്റൊക്കെ യൂസ് ചെയ്യുന്ന സംഗതിയാണ്. മനുഷ്യന്റെ യുക്തി ഉണ്ടാകുമല്ലോ, ആ യുക്തി ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, തിയറികളെ പ്രസന്റ് ചെയ്യുക എന്നുള്ളത്, അതായത് മനുഷ്യന്റെ യുക്തിക്ക് പ്രാമുഖ്യം നൽകുക എന്നുള്ളത്. പിന്നെ നാലാമത്തതാണ് ഓഡിയൻസ് അവയർനെസ് എന്നുള്ളത്, അതായത് ആരാണോ പ്രേക്ഷകർ അവർക്ക് അവബോധം നൽകുക, അവരുടെ ടേസ്റ്റിനനുസരിച്ചുകൊണ്ട് സംസാരിക്കുക എന്നുള്ളത്. ഇപ്പോൾ പ്രധാനമായിട്ടും അന്ന് ട്രെൻഡിങ് ആയിട്ടുള്ള ലാംഗ്വേജസ് ഉപയോഗിക്കുക. അപ്പോൾ യുവാക്കളോട് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റൂല, അപ്പൊ നമ്മള് ഒരു 90s വൈബ് എടുത്താൽ മതിയാവില്ല. അപ്പൊ പുതിയ ജെൻസി തലമുറയിലെ വിദ്യാർത്ഥികളോട് സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു അവതരണ ശൈലിയിൽ അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു തന്തവയ്പ് കയറി വന്നാൽ എന്താകും, അവരത് ഒഴിവാക്കിയിട്ട് പോകും. അപ്പോൾ ആ ഒരു പെർസുവേഷൻ കൃത്യമായിട്ട് നടക്കുക എന്നുള്ളത് പ്രധാനമാണ്. അതിന് ഉപയോഗിക്കാവുന്ന ഒരു സംഗതിയാണ് ഓഡിയൻസ് അവയർനെസ് എന്നുള്ളത്. അപ്പോൾ ഇമോഷൻ, എവിഡൻസ്, റീസണിങ്, അതുപോലെ തന്നെ ഓഡിയൻസ് അവയർനെസ്. ഓഡിയൻസ് അവയർനെസ് എന്ന് പറയുമ്പോൾ അവരുടെ ട്രെൻഡിനനുസരിച്ച് സംസാരിക്കുക എന്നുള്ളത്. പിന്നെ ഇത് എവിടെയൊക്കെ ഉപയോഗിക്കാറുണ്ട്, മാർക്കറ്റിംഗ് രംഗത്തുണ്ട്, രാഷ്ട്രീയ രംഗത്തുണ്ട്, പബ്ലിക് റിലേഷൻ വഴി, അതായത് സ്ഥാപനങ്ങളും മറ്റുമൊക്കെ അവരുടെ ബ്രാൻഡിന്റെ ഒരു പ്രവർത്തനം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് പെർസുവേഷൻ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ എഡ്യൂക്കേഷൻ രംഗത്തുണ്ട്, ഹെൽത്ത് രംഗത്തൊക്കെ പെർസുവേഷന്റെ വ്യത്യസ്ത രീതികളുണ്ട്. ജസ്റ്റ് വിശദീകരണം അറിയാൻ വേണ്ടി വായിച്ചു നോക്കിയാൽ മതി, സിമ്പിൾ പോയിന്റുകളാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് കേട്ടോ പെർസുവേഷൻ ആൻഡ് അരിസ്റ്റോട്ടിൽ എന്നുള്ളത്. ഒരു പക്ഷെ ഇത് ചോദിച്ചേക്കാം. അപ്പൊ നമ്മൾ മുമ്പ് നേരത്തെ ഫസ്റ്റ് ബ്ലോക്കിലെ 5th യൂണിറ്റില് കമ്മ്യൂണിക്കേഷൻ മാതൃകകളെ കുറിച്ച് പറഞ്ഞപ്പോൾ റെട്ടറിക് മാതൃക എന്നൊക്കെ പറഞ്ഞിരുന്നു. അരിസ്റ്റോട്ടലിന്റെ മാതൃക റെട്ടറിക് മോഡൽ എന്ന് പറഞ്ഞിരുന്നു. അത് അപ്പോൾ കുറെ ചോദിച്ചത് എന്താണ് റെട്ടറിക് എന്നുള്ളത്. ഞാൻ പറഞ്ഞൊരു സംഗതി അലങ്കാരമാണെന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. അത് ഇവിടെയാണ് വരുന്നത്. ഇത് റെട്ടറിക് അപ്പീൽസ് എന്നുള്ളത് അരിസ്റ്റോട്ടിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു സിദ്ധാന്തമാണ്. അതായത് ഒരു സംഗതിയെ അലങ്കാരം എന്നുള്ളതല്ല, ആളുകൾക്ക് ബോധ്യപ്പെടുക എന്നുള്ളതാണ്. ഇപ്പോ അറബിയിൽ ബലാഗ പഠിക്കുന്നവർക്കൊക്കെ മനസ്സിലാകും ഒരു സംഗതി എങ്ങനെയാണ് നമ്മൾ ഒരു വൃത്തിക്ക് പ്രസന്റ് ചെയ്തെടുക്കേണ്ടത് എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഒരു രീതിശാസ്ത്രമാണ് ഇവിടെ വരുന്നത്. അപ്പൊ അരിസ്റ്റോട്ടിലിന്റെ അദ്ദേഹത്തിന്റെ റെട്ടറിക് എന്നുള്ള ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, ആ ഒരു വർക്കിൽ അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് ഭാഷയെ നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഒരാളൊരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ഭാഷയെ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് അരിസ്റ്റോട്ടിൽ പറയുന്നുണ്ട്. അതിൽ 3 തത്വങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ഒന്നാമത്തേത് എത്തോസ്. എത്തോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ്ഡ് ഓൺ ദ ക്രെഡിബിലിറ്റി ആൻഡ് ട്രസ്റ്റ് വർത്തിനെസ് ഓഫ് ദി സ്പീക്കർ. പറയുന്ന ആൾ ആരാണോ അയാളുടെ വിശ്വാസ്യതയുമായി ബന്ധപ്പെട്ട ആളാരാണ്. അതായത് എത്തോസ് എന്നുള്ള വാക്ക് എത്തിക്കൽ നിന്ന് അല്ലട്ടോ വന്നത്, മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ പറയുന്നതൊക്കെ സത്യമാണെന്ന് വിചാരിച്ച് നിങ്ങൾ കേട്ടിരിക്കാനുള്ള കാരണം നിങ്ങളിൽ എത്തോസ് വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പൊ ഞാൻ എന്നുള്ള സ്പീക്കറോട് നിങ്ങൾക്ക് വിശ്വാസം ഉള്ളത് കൊണ്ടാണ് നിങ്ങളിപ്പോ ഇത്ര ആളുകൾ ഇത് കേട്ടിരിക്കുന്നത്.
ഇരിക്കുന്നത്. രണ്ടാമത്തെ വിഷയമാണ് പാത്തോസ് എന്നുള്ളത്, അതായത് ബേസ്ഡ് ഓൺ ഇമോഷണൽ അപ്പീൽ ടു ദി ഓഡിയൻസ് ഫീലിങ്സ്. ഞാൻ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറയുക, നിങ്ങളുടെ വൈകാരിക ക്ഷമതയ്ക്ക് നിങ്ങളുടെ വിവേകത്തിന് അനുകൂലമായ രൂപത്തിൽ സംസാരിക്കുക എന്നുള്ളത് മറ്റൊരു ഘടകമാണ്. എത്തോസ് എന്ന് പറയുന്നത് സ്പീക്കറുമായി ബന്ധപ്പെട്ടതാണ്. പാത്തോസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഓഡിയൻസ്, അത് കേൾക്കുന്നവരുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. പിന്നെ ഒരു സംഗതിയാണ് ലോഗോസ് എന്നുള്ളത്. ലോഗോസ് മീൻസ് നമ്മുടെ മെസ്സേജുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ SMCR ഉള്ള എസും ആറും ആണ് ഇവിടെ പറയുന്നത്. സ്പീക്കറുമായി ബന്ധപ്പെട്ടതാണ് എത്തോസ് എന്നുള്ളത്. പാത്തോസ് എന്ന് പറയുമ്പോൾ ഓഡിയൻസുമായി ബന്ധപ്പെട്ടതാണ്. ലോഗോസ് മീൻസ് നമ്മുടെ മെസ്സേജ്, എത്രത്തോളം തെളിവുകളുണ്ട്, യാഥാർത്ഥ്യങ്ങളുണ്ട്, ലോജിക് ഉണ്ട്. ഇപ്പോൾ എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞാൽ ആരും അത് കേൾക്കില്ല, മറിച്ച് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കുമ്പോൾ ആളുകൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റും. അപ്പോൾ അരിസ്റ്റോട്ടിൽ പറയുന്നത് ഈ 3 ഘടകങ്ങൾ ചേർന്ന് വരുമ്പോഴാണ് പെർസുവേഷൻ കൃത്യമായിട്ട് നടക്കുക. അതായത് ഒരാളൊരു കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ ഈ 3 കാര്യം വേണം. അതായത് പറയുന്ന ആളെ കുറിച്ചുള്ള വിശ്വാസം ഉണ്ടാകണം, കേൾക്കുന്ന ആളെ കുറിച്ചുള്ള ബോധം ഉണ്ടാകണം, പറയപ്പെടുന്ന വസ്തുവിന് ഒരു ലോജിക്കൽ ആയിട്ടുള്ള ഒരു ബേസ് ഉണ്ടാവണം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ സ്പീക്കേഴ്സ് ഒക്കെ ഈ കാര്യം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ആൻസർ എഴുതുമ്പോൾ അരിസ്റ്റോട്ടിൽ പറഞ്ഞൊരു സിദ്ധാന്തം നിങ്ങൾ ഓർത്തു വെക്കണം. ആ എഴുതുന്ന ആൻസറിന് 5 മാർക്കിനും 10 മാർക്കിനൊക്കെ എസ് എഴുതുന്ന സമയത്താണെങ്കിലും ശരി, പ്രസംഗിക്കുന്ന സമയത്താണെങ്കിലും ശരി, ഒരു ക്ലിയർ ഇൻട്രൊഡക്ഷൻ ആദ്യം കൊടുക്കണം. എന്ത് വിഷയത്തെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ളത് ചുരുങ്ങിയ ഒരു ഇൻട്രൊഡക്ടറി പാരഗ്രാഫ് ഉണ്ടാവുക. പിന്നെ ഒരു വെൽ ഓർഗനൈസ്ഡ് ബോഡി, ഇങ്ങനെ എണ്ണി എടുക്കാൻ പറ്റണം എന്തൊക്കെയാണ് അതിൽ പറയുന്നത്, അല്ലെങ്കിൽ പോയിന്റ് പോയിന്റ് മനസ്സിലാക്കണം എന്തൊക്കെയാണ് അതിൽ ഉള്ളടക്കം എന്നുള്ളത്. പിന്നെ ഒരു സ്ട്രോങ് അത് പറഞ്ഞ് പകുതിക്ക് വെച്ച് നിർത്തി പോവലല്ല, ഇതുവരെ പറഞ്ഞത് ഇതൊക്കെയാണ്, അതിനാൽ കൊടുക്കണം. അന്നേ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞൊരു സംഗതിയാണ്, ഇന്നും മനുഷ്യർ സ്വീകരിക്കേണ്ടി വരുന്നത് ഈ ഒരു സിദ്ധാന്തമാണ്. അപ്പൊ അതാണ് അരിസ്റ്റോട്ടിലും പെർസുവേഷനും തമ്മിൽ പറയാനുള്ളത് കേട്ടോ. ഈ 3 അപ്പീൽസിനെ കുറിച്ചും പിന്നെ നമ്മൾ ബോഡി കൺക്ലൂഷൻ, ഇതാണ് ആകെ അതിൽ വരുന്നത്. പിന്നെ പ്രൊപ്പഗണ്ടയാണ്. പ്രൊപ്പഗണ്ടയെ കുറിച്ച് പറയണ്ടല്ലോ, ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഏതെങ്കിലും ഒരു വിവരത്തെ കുറിച്ച് കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ടൊരു സംഗതി ചെയ്യുക, ആളുകളുടെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട്. അത് രാഷ്ട്രീയ ഐഡിയോളജി താല്പര്യത്തിലൊക്കെ ഉണ്ടാവാറുണ്ട്. പലപ്പോഴും ഒരു നെഗറ്റീവ് രീതിയാണ് അതിന് കാണാറുള്ളത്. പിന്നെ അതിന് 3 ടൈപ്പ് ഉണ്ട് കേട്ടോ. ഈ 3 ടൈപ്പിൽ ശരിക്ക് ഈ ഒരു ബ്ലാക്ക് പ്രൊപ്പഗണ്ട ആൻഡ് ഗ്രീൻ പ്രൊപ്പഗണ്ടയാണ് നമ്മൾ സാധാരണ. പ്രൊപ്പഗണ്ട എന്ന് പറയുമ്പോൾ ഈ 2 ഇൻഫോർമേഷൻ ഈസ് ട്രൂത്ത്ഫുൾ ആൻഡ് സോഴ്സ് ഈസ് നോൺ ആൻഡ് ക്രെഡിബിൾ ആണ്, അവലംബിക്കാൻ പറ്റിയ ആളാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊരു പ്രൊപ്പഗണ്ടയുടെ എന്നുള്ളത് നല്ല വിഷയം. പക്ഷെ ചില വാക്കുകളൊക്കെ എത്ര അതിനൊരു നെഗറ്റീവ് അർത്ഥമാണ് എന്നുള്ളത് ഗ്രേ പ്രൊപ്പഗണ്ടയാണ്. അതെന്താണ്? ബ്ലാക്ക് പ്രൊപ്പഗണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പ്രെഡ്സ് ഫാൾസ് ഇൻഫർമേഷൻ ഹൈഡ്സ് ദി സോഴ്സ്. വ്യാജ വാർത്തയായിരിക്കും, ആരാണ് പറഞ്ഞതെന്ന് ഉണ്ടാവില്ല. ഇപ്പോൾ നമുക്ക് കാണാലോ പല വാർത്തകളും അങ്ങനെ വരുന്നത്. അതായത് മമ്മൂട്ടി ഇങ്ങനെ പറഞ്ഞു എന്നുള്ള ഒരു വാർത്ത കണ്ടു വരുന്നത് കാണാം, അയാൾ അറിഞ്ഞിട്ടും കൂടി ഉണ്ടാകൂല. എന്നാൽ സംഗതിയാണ് ഗ്രേ പ്രൊപ്പഗണ്ട എന്നുള്ളത്. അത് സത്യമാണോ അല്ലേ എന്നുള്ളത് വ്യക്തമല്ല, സോഴ്സിനെ കുറിച്ചൊരു കൃത്യമായ ഒരു ധാരണ ഇല്ല, നമുക്ക് സംശയം നേടുന്ന സംഗതികളെയാണ് ഗ്രേ പ്രൊപ്പഗണ്ട എന്ന് പറയാ. അപ്പൊ വൈറ്റ് എന്നുള്ളത് ക്ലിയർ ആണ്, ബ്ലാക്ക് എന്ന് പറയുമ്പോൾ ഫുള്ള് പോക്കാണ്, ഗ്രേ എന്ന് പറയുമ്പോൾ നമുക്ക് സംശയമാണ് ആരാണ് പറഞ്ഞത് എന്നുള്ളത്. പ്രസംഗങ്ങളിൽ പോസ്റ്ററുകളിലൊക്കെ പ്രൊപ്പഗണ്ടാസ് യൂസ് ചെയ്യാറുണ്ട്. സമയത്ത് യുദ്ധത്തെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള പല ശീതകാലത്ത് കേട്ടോ. പിന്നെ പറയാനുള്ള സംഗതിയാണ് പ്രൊപ്പഗണ്ട മോഡൽ എന്നുള്ളത്. അതായത് നോം ചോംസ്കി അതുപോലെ തന്നെ എഡ്വാർഡ് ഹെർമൻ എന്ന് പറയുന്ന 2 എഡ്വാർഡ് ഹെർമനും അവരുടെ മാനുഫാക്ചറിങ് ദ പൊളിറ്റിക്കൽ എക്കണോമി ഓഫ് മാസ് മീഡിയ എന്ന് പറയുന്ന ഒരു വർക്ക് ഉണ്ടായിരുന്നു. ആ വർക്കിൽ അവർ കൊണ്ടുവന്നൊരു സംഗതി, ഒരു 5 ഫിൽറ്റേഴ്സിനെ കുറിച്ച്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയസ്, എത്രത്തോളം പക്ഷാപാതം നിലനിൽക്കുന്നുണ്ട്, സ്ഥാപന സംബന്ധമായിട്ടുള്ള പക്ഷപാതം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ഈ പ്രൊപ്പഗണ്ടയെ ബേസ് ചെയ്തുകൊണ്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത്
എന്തുകൊണ്ടാണ് ഈ പ്രൊപ്പഗണ്ട നടക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു 5 ഫിൽട്ടർ വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ്. അവരുടെ താല്പര്യമാണ് റണ്ണിങ്. അപ്പോൾ അഡ്വർടൈസിങ്, പരസ്യങ്ങൾ ചെയ്യാനുള്ള ഓൺ റവന്യൂ, ആഡ് റവന്യൂ ലീഡ്സ് ടു കണ്ടന്റ് ഫേവറിംഗ് കോർപ്പറേറ്റ് സ്പോൺസേഴ്സ്. അതായത് പരസ്യ മേഖലയാണ്. അപ്പോൾ ആ കോർപ്പറേറ്റുകളുടെ അനുസരിച്ചുകൊണ്ട് പരസ്യം കൊടുക്കുന്ന അവസ്ഥ, അതാണ് അവിടെ പറയുന്നത്. ദെൻ സോഴ്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഗവൺമെന്റ് അതുപോലെ തന്നെ കോർപ്പറേഷൻസുകൾ അവരെ പരമാവധി ഒഫീഷ്യൽ സോഴ്സ് ആയിട്ട് കാണുക. അപ്പോൾ അതല്ലാത്ത സംഗതികളെ പഠിച്ച കണ്ടിട്ടില്ല. അത് പ്രൊപ്പഗേഷൻ മോഡൽ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ വേണ്ടിയിട്ട് 5 വാക്യല്ലേ, അതൊന്ന് പഠിച്ചാൽ മതി. പിന്നെ 4ാമതാണ് ഫ്ലാക്ക് എന്നുള്ളത്. ഫ്ലാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ മീഡിയകളെ പിറകോട്ടടിക്കുന്ന ഒരു അവസ്ഥ, അതിനാണ് നമ്മൾ ഫ്ലാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ അവിടെയുള്ള അധികാരം നമ്മൾ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ക്രിറ്റിക്കൽ റിപ്പോർട്ടിംഗ് നടത്തി കഴിഞ്ഞാൽ, വിമർശന ബുദ്ധിയോട് കൂടിയ കാര്യങ്ങളെ സമീപിച്ച് നമ്മളുള്ളവരെന്ത് ചെയ്യും, അവരെ അടിച്ചമർത്തും, അല്ലെങ്കിൽ രാഷ്ട്രീയം ഉപയോഗിച്ചുകൊണ്ട് അടിച്ചമർത്തും, അല്ലെങ്കിൽ അവരുടെ ആ മികവിനെ എന്ത് ചെയ്യും, ദൃശ്യതയെ ആക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. അതിനാണ് ഫ്ലാക്ക് എന്ന് പറയാം. ആൻഡ് ഫൈനലി ഐഡിയോളജി, അതായത് ആ നാട്ടിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയപരമായിട്ടും സാംസ്കാരികപരമായിട്ടുള്ളൊരു ഒരു കേന്ദ്രം ഉണ്ടായിരിക്കും, ആശയപരമായിട്ടുള്ള അവർ കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇതുവരെ വന്ന് കണ്ടിട്ടില്ല, ചോദിച്ചാൽ ചിലപ്പോൾ ചോദിച്ചേക്കാം. ആ പ്രൊപ്പഗണ്ടയെ കുറിച്ചൊക്കെ എസ്സേ എഴുതേണ്ടി വന്നാൽ ഇതൊക്കെ ഉൾപ്പെടുത്തി എഴുതാലോ. മനസ്സിലായി, 5ഉം ശരിക്കും ഇന്റർ കണക്റ്റഡ് ആണ് കേട്ടോ. പ്രൊപ്പഗണ്ടയെ കുറിച്ച് എസ്സേ എഴുതാൻ പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ബ്ലോക്കിൽ പഠിച്ചതും കൂടെ ആഡ് ചെയ്തിട്ടല്ലേ എഴുതേണ്ടത്? അതിൽ പിന്നെ അങ്ങനെ കാര്യമായിട്ട് കുറെ ടോപ്പിക് അങ്ങനെ എല്ലാ ബ്ലോക്കിലും ഒരുപോലെ വരുന്നുണ്ടല്ലോ, അതൊക്കെ ഒരുമിച്ചാക്കിയിട്ടാണ് പറഞ്ഞാൽ എഴുതിക്കൂടെ? സത്യം പറഞ്ഞാൽ ആ പ്രൊപ്പഗണ്ട അന്ന് ആൾ വളരെ കുറവേ പറയുന്നു. അത് PR-നെ കുറിച്ച് പറഞ്ഞ സമയത്ത് അതിന്റെ നെഗറ്റീവാണ് പ്രൊപ്പഗണ്ട എന്ന് കുറഞ്ഞ സാധനം അവിടെ പറയുന്നുള്ളൂ. അതോടെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഈ ഒരു ചാപ്റ്ററിലാണ് അതിന്റെ കൂടുതൽ ഏരിയാസ്. പ്രൊപ്പഗേഷൻ മോഡൽ പറയുന്നതൊക്കെ ഈ ഒരു ചാപ്റ്ററിലാണ്. അപ്പൊ സത്യം പറഞ്ഞാൽ ഇവിടെയാണ് കൂടുതൽ പോയിന്റ്സ് ഉള്ളത്. നിങ്ങൾക്കൊക്കെ മെർജ് ചെയ്തിട്ട് ആവുന്നതാണ്, പ്രശ്നമൊന്നുമില്ല. കൂടുതൽ വരാൻ സാധ്യത ചോദിക്കുകയാണെങ്കിൽ തന്നെ ഇവിടുന്ന് വരാൻ സാധ്യത ഒന്നുകൂടി കൂടുതൽ കാണുന്നുണ്ട്. കമ്പയർ ചെയ്യാൻ ചോദിക്കുക, അതാണ് ഇനി നമുക്ക് സംസാരിക്കാനുള്ളത്. ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൊപ്പഗണ്ട ആൻഡ് പെർസേഷൻ എന്നുള്ളത്. അതായത് നമ്മൾ PR-ന്റെ കാര്യം പറഞ്ഞല്ലോ, അതിലും ഇവിടെ ഒരു കമ്പാരിസൺ ആണ് മെയിൻ സാധനമായിട്ട് കാണുന്നത്. ഉണ്ടാവുക. അപ്പൊ വ്യത്യസ്ത തലങ്ങളിൽ നിന്നുകൊണ്ട് എങ്ങനെ നമുക്കത് വർക്ക് ചെയ്യുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. പ്രൊപ്പഗണ്ട അതിന്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ, അതിന്റെ നേച്ചർ വെച്ച് നോക്കുമ്പോൾ 1 വേ ആണ്. അതായത് ഹിറ്റ്ലർ പറയുന്നത് അവിടെ നടക്കും. ജൂതന്മാരെ മോശമാണെന്ന് പറഞ്ഞാൽ മോശം പറയുന്നത്. പെർsuasion എന്ന് പറയുമ്പോൾ അത് അങ്ങനെയല്ല, 2 വേ കമ്മ്യൂണിക്കേഷൻ ആണ്. ഒരാളെ ഒരു കാര്യം തിരിച്ചവർക്ക് പ്രതികരിക്കാം, അതിന് ഡൗട്ട് ക്ലാരിഫിക്കേഷൻ ഒക്കെ പെർsuasionൽ വരും. പിന്നെ ഇൻഫോർമേഷൻ ഫ്ലോ നോക്കുന്ന സമയത്ത് പ്രൊപ്പഗണ്ട സെലക്റ്റീവ് ആണ്. അതായത് അനുകൂലമായ ഗവൺമെന്റ് വരുള്ളൂ. മറ്റത് അങ്ങനെയല്ല ആണ്, കാരണം അവിടെ തെളിവുകൾ നിരത്തേണ്ടി വരുന്നുണ്ട് പെർsuasionൽ. പ്രൊപ്പഗണ്ടയ്ക്ക് തെളിവിന്റെ ആവശ്യമില്ല, അധികാരം മാത്രം മതി. ഇന്റന്റ് എന്ന് പറയുമ്പോൾ അതിന്റെ ലക്ഷ്യം എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവരെ മുകളിൽ അധീശത്വം നേടണം എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിന്റെ പുറത്താണ് പ്രൊപ്പഗണ്ട വർക്ക് ചെയ്യാറുള്ളത്. പക്ഷെ ഇവിടെ പക്ഷെ ചെയ്യുന്നു എന്നുള്ള മാത്രം ഒരു നിർബന്ധ ബുദ്ധിയാണ് പലപ്പോഴും കാണാറുള്ളത്. എന്ന് പറയുമ്പോൾ അതായത് ഹിറ്റ്ലർ പ്രൊപ്പഗണ്ട നടത്തി കഴിഞ്ഞാൽ അറിഞ്ഞോ അറിയാതെയോ വിട്ടുപോകുന്നു. പെർസെപ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ചോയ്സ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, വേണമെങ്കിൽ വേണ്ട. ഇങ്ങനെ മാത്രമാണ് പെർസെപ്ഷൻ വഴി ടോണ്
ഇവിടെ കാര്യമായിട്ട് ടി വി, ഇന്റർനെറ്റ്, പോസ്റ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇവിടെയും സെയിം സാധനം തന്നെയാണ്. ഇത് മാറ്റം ഇവിടെ ഈ യൂസ് ചെയ്യുന്ന കാര്യത്തിൽ മാറ്റമൊന്നുമില്ല, രണ്ടും സെയിം സാധനം തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. യൂസേജ് ഉണ്ട്. സെൻസിറ്റിവിറ്റി എന്ന് പറയുമ്പോൾ അത് ആ മെസ്സേജ് എത്രത്തോളം അവിടുത്തെ മെസ്സേജിനാണ് പ്രാമുഖ്യം നൽകുക. അതായത് എന്ത് ആ ഒരു കോൺടെക്സ്റ്റ് സർക്കാരിന് സാമൂഹിക അവസ്ഥ അവിടെ ശ്രദ്ധിക്കുകയുള്ളൂ. ഇവിടെ ആ മെസ്സേജിൽ മാത്രമല്ല, മറിച്ച് ആ ശക്തിയുണ്ട്. ഈ സമയത്ത് അത് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ഉണ്ടാവും. ആണ് ഈ മാറ്റം വരുന്നത് എന്നുള്ള ഒരു ടേബിൾ തന്നെ പഠിച്ചാൽ മതിയാകും. മാക്സിമം 5 മാർക്ക് സാധ്യതയുള്ളൂ. പിന്നെ ടൂൾസ് ആണ് നമ്മൾ പറഞ്ഞതാണ്. വെറുപ്പ്, ദേഷ്യം, ഈ ദേശീയത തുടങ്ങിയിട്ടുള്ള വികാരങ്ങൾ യൂസ് ചെയ്യുക. പിന്നെ ഏൽപ്പിക്കുന്ന ഒരു അവസ്ഥ, അല്ലാതെ ഡീഗ്രേഡ് അവസ്ഥ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, പല ഇതിലും കാണാറുണ്ട്. ഇപ്പൊ ഒരു ഭീകരം എന്ന് പറയുമ്പോൾ തരത്തിലുള്ള ബാൻഡ് എന്ന് പറയുന്നത് അതൊരു ഫാലസിയാണ്, ഒരു ന്യായവൈകല്യമാണ് പറയുന്ന ഒരു സംഭവം. എല്ലാവരും ചെയ്താണെന്ന് പറയുന്ന സംഗതിയാണ് ബാൻഡ് വാഗൺ. ദെൻ ടെസ്റ്റ്, അതായത് സെലിബ്രിറ്റികളുടെ സംസാരം യൂസ് ചെയ്തുകൊണ്ട്, അവരെ സ്വാധീനിച്ചുകൊണ്ട് പൊതുജന അഭിപ്രായം കൊണ്ടൊക്കെ യൂസ് ചെയ്യാം. യാഥാർത്ഥ്യങ്ങൾ ഉണ്ടായിരിക്കും, പൊതു കാര്യങ്ങൾ ഉണ്ടായിരിക്കും, അതിൽ കൂടുതൽ അവതരിപ്പിക്കാതെ കാര്യത്തിൽ അവർക്ക് അനുകൂലമായ വശം മാത്രം പറയും, മറ്റേ വശം പറയില്ല. സ്റ്റാക്കിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ പ്ലെയിൻ ഫോക്സ്, അതായത് മെസ്സേജിനെ ട്രസ്റ്റ് വർത്തിയാണ്, അതായത് അതിനെ വിശ്വാസയോഗ്യമാണ് എന്നുള്ള ആയിട്ട് അവതരിപ്പിക്കുക. ദെൻ ട്രാൻസ്ഫർ, അത് പോസിറ്റീവ് ആയതും നെഗറ്റീവ് ആയതുമായിട്ടുള്ള ഇമോഷൻസ് ആയിട്ടുള്ള ട്രാൻസ്ഫർ, അതായത് ഉത്പാദിപ്പിക്കുക ഒരു കാര്യത്തിൽ എന്നിട്ട് എന്ത് ചെയ്യുക, ആ ഭയപ്പെടുന്ന ഉദാഹരണത്തിൽ തീവ്രവാദികൾ ഭരിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ തീവ്രവാദികൾ നമ്മൾ കൊല്ലണം, ആ രീതിയിൽ തീവ്രവാദികൾക്ക് ഉത്പാദിപ്പിക്കുക. അത് പോസിറ്റീവായിട്ടും ചെയ്യാം, നെഗറ്റീവായിട്ടും ചെയ്യാം. അപ്പൊ ആ സ്ഥാനത്ത് വെക്കുന്നതിന് പകരം ഏതൊരു മതവിഭാഗത്തെ വെച്ച് കഴിഞ്ഞാൽ എന്തായി, അത് പ്രൊപ്പഗണ്ടയായി, അതൊരു നെഗറ്റീവ് അർത്ഥത്തിലാണ് ആ സംഗതി ഉണ്ടാകുന്ന റിസൾട്ട് വളരെ ദയനീയമായിരിക്കും. അപ്പോൾ അത്രയ്ക്ക് ഒരു വിഷയത്തിൽ പറയാനുള്ളത്. കാര്യമായിട്ട് ഈ ഒരു കമ്പാരിസൺ പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ 3 യൂണിറ്റുകൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങളാണ് പറയേണ്ടത്. സമയം 9:30 ഒരു 2 ചെറിയ യൂണിറ്റ് കവർ ആവുന്ന ഭാഗ്യമേ ഉള്ളൂ. എല്ലാവരും അഭിപ്രായം എന്ന് പറഞ്ഞാൽ നന്നാകുമായിരുന്നു. നാളത്തേക്ക് വെറുതെ വെക്കണ്ടല്ലോ. നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് കൂടി നമ്മൾ വീണ്ടും സിമ്പിൾ ആയിട്ടുള്ള 2 ഇത് ഞാൻ തൽക്കാലം ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. കഴിയുന്നവർ ഇവിടെ ഒരു 15 മിനിറ്റ് ഉണ്ടാവുള്ളൂ. പോവൽ അത്യാവശ്യമുള്ളവർക്ക് പോകാം. നമ്മൾ ഇതിന്റെ റെക്കോർഡ് എന്ത് ചെയ്യുന്നതാണ്, ഭാഗം കേട്ടിട്ട് സംശയിച്ചിട്ട് നാളത്തേക്ക് കഴിഞ്ഞാൽ വല്ലാത്ത ലോഡായിട്ട് മാറും. ബ്ലോക്കാണ് എടുക്കാൻ അറിയില്ല. സിമ്പിൾ പാടായതുകൊണ്ടാട്ടോ പെട്ടെന്ന് പറയുന്നത്. നമുക്ക് അത്യാവശ്യം കുറച്ചൊക്കെ പോസിറ്റീവ് ാണ്. ലീവ് ആകേണ്ടവർക്ക് ലീവ് ആകാം. ഒരു കൺക്ലൂഡ് ചെയ്യും. മീഡിയ ആൻഡ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന ഒരു ഭാഗം ചാപ്റ്റർ മൊത്തം കേൾക്കണമെന്നില്ല. വളരുന്ന പല തടസ്സങ്ങളൊക്കെ മറികടന്നുകൊണ്ട്
അപ്പോൾ ആമസോൺ എന്നുള്ള കമ്പനി ആരുടേതാണ്? സർവീസ് ഉള്ള ഒരു ഗ്ലോബൽ പവറാണ് ആമസോൺ എന്ന് പറയുന്ന മാർക്കറ്റിംഗ് കമ്പനി എന്നുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ലോകത്തിന്റെ മാറ്റം, ഒരു ഗ്ലോബലൈസേഷൻ, അതിൽ മാധ്യമങ്ങളുടെ പങ്കിനെ കുറിച്ച് ചാപ്റ്ററിൽ നമുക്ക് പറയാനുള്ളത്. ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മനസ്സിലാകുന്ന ഭാഗം മാത്രമേ ഈ ഒരു ഭാഗത്തും ഒന്നുമില്ല. ഗ്ലോബലൈസേഷൻ എന്നുള്ള സംഗതി വന്നിട്ടുള്ളത് രാഷ്ട്രത്തിന്റെ അത് ലോകത്തെ എല്ലായിടത്തും refers to the increasing interconnectedness of world economies. അതായത് സാമ്പത്തിക ക്രമങ്ങൾ, സംസ്കാരങ്ങളൊക്കെ കൂടുതൽ ഇന്റർകണക്റ്റഡ് ആയിട്ട് പോകുന്ന ഒരു പറയാം. പരസ്പരം ലിങ്ക് ചെയ്തുകൊണ്ട് തന്നെ ആഗോളവൽക്കരണം മാറുന്ന ഒരു അവസ്ഥ ഗ്ലോബലൈസേഷൻ എന്ന് പറയാം. ആ ഒരു പ്രോസസ്സ് യഥാർത്ഥത്തിൽ നടപ്പിലാക്കിയത് മീഡിയയാണ്. കാരണം മറ്റൊരു ലോക അവസ്ഥയെ കുറിച്ച് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ മാധ്യമങ്ങൾ ഉണ്ടായിരിക്കുക അത്യാവശ്യമാണ്. അപ്പൊ മാധ്യമ ടെക്നോളജി വളർന്നപ്പോഴാണ് എന്നുള്ളത്. കാരണം ഇത് രണ്ടും പരസ്പരം കണക്റ്റഡ് ആണ്. എപ്പോഴാണോ മീഡിയ വികസിക്കുന്നത് ആ സമയത്ത് എന്ത് ചെയ്യും? ഗ്ലോബലൈസേഷനുള്ള സാധ്യതകളും വർദ്ധിച്ചു വരുന്ന ഒരു അവസ്ഥ വന്നു. അങ്ങനെ മീഡിയ ഇതിന്റെ ഒരു പ്രധാന വക്താവായിട്ട് മാറി എന്നുള്ളതാണ്. അപ്പൊ അതിന് പോസിറ്റീവ് ഇതുണ്ടായിട്ടുണ്ട്. കാരണം വ്യത്യസ്ത രാഷ്ട്രങ്ങളുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ നമുക്ക് സാധിച്ചു. അത്തരത്തിലുള്ള പോസിറ്റീവ് വശം ഉണ്ടായിട്ടുണ്ട്. നെഗറ്റീവ് സൈഡ് എന്ന് പറയുമ്പോൾ അങ്ങനെ ബന്ധങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് വളരെ പ്രാദേശികമായിട്ടുള്ള പല കൾച്ചറുകൾ ഉണ്ടായിരിക്കും. അത് പലപ്പോഴും നമ്മൾ ബലി കൊടുക്കേണ്ടി വന്നു എന്നുള്ളതാണ്. ഇപ്പോൾ മാർക്കറ്റിംഗ് മേഖലയിൽ നോക്കുമ്പോൾ തന്നെ വളരെ ചെറിയ പെട്ടിപ്പീടികളൊക്കെ നടത്തിയിട്ട് ജീവിച്ചു പോകുന്ന സാധു മനുഷ്യരുണ്ട്. പക്ഷെ നമ്മൾ ഇന്ന് കേവലം ഒരു കൊമേഴ്സിലേക്ക് മാറിയപ്പോൾ അവർക്കൊക്കെ കച്ചവടം ഇല്ലാതെ അവരൊക്കെ വലിയൊരു പ്രതിസന്ധിയിലായി. വമ്പൻ ബ്രാൻഡിലേക്ക് മാത്രം നമ്മുടെ ബിസിനസ് ഒതുങ്ങി എന്നുള്ളതാണ്. അപ്പൊ ഒരുപാട് ആളുകൾക്ക് മാർക്കറ്റിൽ ഇടപെടാൻ പറ്റാതെ ചില കമ്പനികളുടെ മാത്രം അധീനതയിലേക്ക് പോയി എന്നുള്ളത് ഗ്ലോബലൈസേഷൻ നെഗറ്റീവ് എഫക്റ്റ് ആണ്. അപ്പോൾ ഈ ഒരു ബന്ധമാണ് നമ്മുടെ ചാപ്റ്ററിന്റെ മെയിൻ ആയിട്ടുള്ള ഭാഗം. അപ്പോൾ പിന്നെ ഇവിടെ കാര്യമായിട്ട് പറയാനുള്ളത് ഈ എഫക്ട്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. അതായത് എങ്ങനെയാണ് ഇത് ബന്ധപ്പെടുന്നത് എന്നുള്ളത്, അതുണ്ടാക്കുന്ന സ്വാധീനം, സമൂഹത്തിൽ ഉണ്ടാക്കുന്ന സ്വാധീനം പോസിറ്റീവ് നെഗറ്റീവും ഉണ്ട്, കൾച്ചറിൽ ഉണ്ടാക്കുന്ന സ്വാധീനം പോസിറ്റീവ് നെഗറ്റീവും ഉണ്ട്, പൊളിറ്റിക്സിൽ ഉണ്ടാക്കുന്ന സ്വാധീനം അതും പോസിറ്റീവ് നെഗറ്റീവും ഉണ്ട്. ഇതൊക്കെ ജസ്റ്റ് വായിച്ചാൽ കിട്ടാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇപ്പോൾ ഗ്ലോബലൈസേഷൻ വന്നതോട് കൂടിയിട്ട് നോക്കിയാൽ അറിയാം, സൊസൈറ്റിയിലേക്ക് വരുന്ന സമയത്ത് കുറെ അറിവുകൾ പരസ്പരം കൈമാറാൻ പറ്റുന്നു, കുറെ സംസ്കാരങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. അതേപോലെ തന്നെ ഫിസിക്കൽ ബൗണ്ടറീസ് ഒക്കെ ഭേദിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? പരസ്പരം നമ്മുടെ കാര്യങ്ങൾ അറിയിക്കാൻ പറ്റുന്നു. ഗ്ലോബൽ ട്രെൻഡുകൾ, ബ്രാൻഡുകളെ കുറിച്ചൊക്കെ അറിയിക്കാൻ കഴിയുന്നു എന്നുള്ളൊരു കാര്യം. നെഗറ്റീവിലേക്ക് പോകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? പുതിയൊരു ലോകത്തെ കുറിച്ച് അറിയാം, അതേ സമയം തന്നെ പലപ്പോഴും അത് അവിടുത്തെ പോപ്പുലർ കൾച്ചർ ചുരുങ്ങി പോകുന്ന ഒരു അവസ്ഥ, കൺസ്യൂമറിസത്തിലേക്കും മെറ്റീരിയലിസത്തിലേക്കും ചുരുങ്ങുന്ന, കേവലം കമ്പനി താല്പര്യങ്ങൾക്ക് മാത്രമായിട്ട് മനുഷ്യർ ചുരുങ്ങി പോകുന്ന, അവിടുത്തെ ലോക്കൽ ട്രെൻഡുകളൊക്കെ ഇല്ലാതെയായി പോകുന്ന നെഗറ്റീവ് എഫക്റ്റ് നമുക്ക് അതേ സമയം ഇവിടെ കാണാൻ പറ്റും. പിന്നെ സൊസൈറ്റിയിലേക്ക് നോക്കുമ്പോൾ പാരിസ്ഥിതികമായിട്ടുള്ള പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. മാനസികാരോഗ്യ മേഖലയിലൊക്കെ പ്രത്യേകിച്ച് വ്യാജ വാർത്തകൾക്കൊക്കെ അടിമപ്പെട്ടിട്ട് പലപ്പോഴും നമ്മുടെ മാനസിക നില തന്നെ വല്ലാതെ തെറ്റിപ്പോകുന്ന അവസ്ഥ, ഇതൊക്കെ ഗ്ലോബലൈസേഷന്റെ തുടർന്നിട്ടുണ്ടായുള്ള ചില നെഗറ്റീവ് എഫക്റ്റുകളാണ്. അപ്പോൾ അത് മനസ്സിരുത്തിയിട്ട് വായിച്ച് പഠിക്കുകയാണ് വേണ്ടത്. ഈ ഒരു പോയിന്റിൽ കാര്യമായിട്ട് വരാൻ സാധ്യത ഉള്ളത് എഫക്റ്റ് ഓഫ് മീഡിയ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന ഈ ഒരു ഒറ്റ പേജാണ്. അപ്പോൾ അത് പോസിറ്റീവ് നെഗറ്റീവ് എന്തൊക്കെയാണെന്നുള്ളത് പോയിന്റ് ആയിട്ട് പഠിക്കുക. ചിലപ്പോൾ ഓരോ പോയിന്റും അങ്ങനെ ബൈഹാർട്ട് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും വെറൈറ്റി സാധനങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പോസിറ്റീവിനെ കുറിച്ചൊരു പാരഗ്രാഫ്, നെഗറ്റീവിനെ കുറിച്ചൊരു പാരഗ്രാഫ്, അങ്ങനെയെങ്കിലും അത് എഴുതിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ സൊസൈറ്റി, കൾച്ചർ ആൻഡ് പൊളിറ്റിക്സ്, ഈ 3 തരത്തിലാണ് ആൻസർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഒരിക്കലും മറക്കരുത്. കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സംസ്കാരം. ഗ്ലോബൽ മീഡിയ വന്നോട് കൂടിയിട്ട് വ്യത്യസ്ത സംസ്കാരങ്ങളെ കുറിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാനും പ്രൊമോട്ട് ചെയ്യാനൊക്കെ പറ്റി. പുതിയ ഭാഷകൾ പഠിക്കാൻ പറ്റി. കൾച്ചറൽ എക്സ്ചേഞ്ച് സാധ്യമായി. അതുപോലെ തന്നെ ടോളറൻസും ആക്സെപ്റ്റൻസും ഒക്കെ സാധ്യമായി എന്നുള്ളൊരു വിഷയം കൂടി ഉണ്ട്. നെഗറ്റീവിലേക്ക് പോകുമ്പോൾ വെസ്റ്റേൺ കൾച്ചറിന് മാത്രം പ്രാമുഖ്യം ലഭിച്ചു എന്നുള്ളതാണ്. പ്രാദേശികമായിട്ടുള്ള സംസ്കാരങ്ങളൊക്കെ ഇല്ലാതെയായി. വെസ്റ്റ് ആണ് ഏറ്റവും വലിയ കൾച്ചർ എന്നുള്ള ഒരു തെറ്റായ ധാരണ വളർന്നു വന്നു. അതുപോലെ തന്നെ കൾച്ചറൽ ഐഡന്റിറ്റി മറ്റൊക്കെ കുറഞ്ഞു. പലപ്പോഴും കൾച്ചർ എന്നുള്ളത് കേവലം ഒരു കച്ചവട വസ്തു മാത്രമായി. ആ ഒരു കൾച്ചറിനെ ബഹുമാനിക്കുന്നതിന് പകരം എങ്ങനെ ആ കൾച്ചർ വിറ്റ് കാശാക്കാം എന്നുള്ള ഒരു മെന്റാലിറ്റിയിലേക്ക് ലോകം മാറിയത് മീഡിയ ഗ്ലോബലൈസേഷന്റെ ഒരു നെഗറ്റീവ് എഫക്റ്റ് ആണ്. അതുപോലെ തന്നെ ലോക്കൽ കൾച്ചറുകളിൽ ഉണ്ടാകുന്ന ഇടിവുകൾ, അതൊക്കെ ഈ ഒരു വിഷയത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഇനി രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ കൂടുതൽ പൊതുജന പങ്കാളിത്തം ഉറപ്പാക്കാൻ കഴിഞ്ഞു. പൗരന്മാരൊക്കെ രാഷ്ട്രീയ പ്രക്രിയയുടെ ഭാഗമായി. അവർക്കൊക്കെ
ഒരു രാഷ്ട്രീയ ബോധം വന്നു, രാഷ്ട്രീയ വിഷയങ്ങളെ കുറിച്ചുള്ള അറിവ് വന്നു. വളരെ വേഗത്തിൽ പല രാഷ്ട്രീയ വാർത്തകളും ലോകത്ത് പരക്കാൻ തുടങ്ങി. അപ്പോൾ അറബ് വസന്തം പോലെയുള്ള പല വമ്പൻ ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയ ആക്ടിവിസങ്ങൾക്ക് മീഡിയ ഗ്ലോബലൈസേഷൻ വഴി തുറന്നിട്ടുണ്ട്. ഈ നെഗറ്റീവ് എഫക്റ്റിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്കറിയാം വ്യാജ വാർത്തകൾ വരാറുണ്ട്, പലപ്പോഴും പ്രൊപ്പഗണ്ടയ്ക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ വരുന്നൊരു സംഗതിയാണ് കേന്ദ്രീകരണം എന്നുള്ളത്. ചില രാഷ്ട്രീയ ശക്തികളുടെ മാത്രം ആവശ്യങ്ങൾ പരിഗണിക്കപ്പെടുന്ന ഒരു അവസ്ഥ അതായത് മീഡിയ ഏത് രാഷ്ട്രീയത്തിന്റെ ഒപ്പാണോ അവരിലേക്ക് ചുരുങ്ങുന്ന ഒരു കണ്ടീഷൻ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. പിന്നെ വരുന്ന ചില അതർ ചലഞ്ചേഴ്സ് ആണ് കൾച്ചറൽ ഇമ്പീരിയലിസം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ വെസ്റ്റ് പോലെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, നമ്മളെ സാംസ്കാരികപരമായിട്ട് അവരുടെ അധീനതയിൽ ഉൾപ്പെടുത്തുന്ന ഒരു അവസ്ഥ, മീഡിയ കൺട്രോൾ. പിന്നെ ഇനി ഇന്ത്യയിലുള്ള പ്രൈവറ്റൈസേഷൻ ആണ്, അതായത് മാധ്യമങ്ങളുടെ ഒക്കെ ഒരു സ്വകാര്യവൽക്കരണം ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് 1990-കൾക്ക് മുമ്പാണ് ഈ ഒരു അവസ്ഥ ഉണ്ടായത്. അതായത് സ്റ്റേറ്റ് ഓൺഡ് ആയിട്ടുള്ള കൺട്രോൾഡ് ആയിട്ടുള്ള രീതിയിലായിരുന്നു നിലവിൽ ഇന്ത്യയുടെ ഒരു മാധ്യമ രംഗം ഉണ്ടായിരുന്നത് 1990-കൾക്ക് മുമ്പ്. അത് കുറെയൊക്കെ ഇപ്പോൾ നമുക്കറിയാം ദൂരദർശനൊക്കെ പോലെയുള്ള എണ്ണാൻ കഴിയുന്ന വളരെ പരിമിതമായ ഗവൺമെന്റ്, ഇപ്പോൾ ആകാശവാണി, ദൂരദർശൻ, ഇതൊക്കെ ഗവൺമെന്റ് സ്ഥാപനങ്ങളാണ്. ഇത്തരം മാധ്യമങ്ങൾ മാത്രമേ 90-കൾ വരെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ 90-കൾക്ക് ശേഷം ഇന്ത്യയിൽ എക്കണോമിക് ലിബറലൈസേഷൻ, അതായത് സാമ്പത്തികമായിട്ടുള്ള ഉദാരവൽക്കരണം നടന്നതിന് പിന്നാലെ പ്രൈവറ്റ് ആയിട്ടുള്ള മാധ്യമങ്ങൾ വളരാൻ തുടങ്ങി. അതിനു ശേഷമാണ് ഇന്ത്യയിൽ എന്ത് ചെയ്തത്, ഒരു സ്വകാര്യവൽക്കരണം, സ്വകാര്യ മാധ്യമങ്ങളുടെ ഒരു കുതിച്ചുചാട്ടം ഉണ്ടായത്. അത് പോസിറ്റീവായിട്ട് പല നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പലവട്ടം പറഞ്ഞതുപോലെ തന്നെ അവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ലഭിച്ചു, വ്യത്യസ്തമായ ഉള്ളടക്കങ്ങൾ ലഭിച്ചു, നല്ല രീതിയിൽ പലർക്കും അതിൽ ഫണ്ട് ഇറക്കാൻ സാധിച്ചു, പുതിയ മാർക്കറ്റ് ട്രെൻഡിനനുസരിച്ച് വരാൻ സാധിച്ചു. നെഗറ്റീവിലേക്ക് പോകുന്ന സമയത്തും ഈസി തന്നെയാണ് മനസ്സിലാക്കാൻ. അത് എന്ത് ചെയ്തു, അത് പലപ്പോഴും ഒരു മീഡിയ പ്ലൂരാലിറ്റിയിലേക്ക് പോകുന്നതിന് പകരം വമ്പൻ പണക്കാരുടെ ഒരു കുത്തകയായിട്ട് പലപ്പോഴും ഒരു കോർപ്പറേറ്റ് മാധ്യമ വ്യവസ്ഥയിലേക്ക് മാറി എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കാതെ സംഭവിച്ചൊരു നെഗറ്റീവ് വേർഷൻ എന്നുള്ളത്. പിന്നെ ഒരു വികാരങ്ങൾക്ക് പ്രാമുഖ്യം നൽകിയിട്ട് ജേർണലിസത്തിന് പകരം, മാധ്യമ പ്രവർത്തനത്തിന് പകരം വികാര പ്രവർത്തനം, സെൻസേഷണലിസം കൂടുതലായിട്ട് വന്നു. അതിലൂടെ ഒരു കച്ചവട താല്പര്യങ്ങളാണ് പലപ്പോഴും ഇന്ത്യയിൽ വിറ്റഴിക്കപ്പെട്ടത് എന്നുള്ളൊരു നെഗറ്റീവ് സൈഡ് ഉണ്ട്. പരസ്യം ചെയ്യുന്നവരാണ് യഥാർത്ഥത്തിൽ എന്ത് മീഡിയ കോണ്ടന്റ് വരണം എന്ന് തീരുമാനിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നെഗറ്റീവായിട്ട് കാര്യങ്ങൾ മാറി എന്നുള്ളത്. ദെൻ മീഡിയ ഗ്ലോബലൈസേഷൻ ഇൻ ഇന്ത്യ എന്നുള്ളതാണ്, പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അതായത് പണ്ട് കാലത്തെ നിന്നൊക്കെ മാറിയിട്ട് ഇപ്പൊ നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം ഒക്കെ പോലെയുള്ള സംവിധാനങ്ങൾ വന്നപ്പോൾ പണ്ടത്തെ പോലെയല്ല TV. അത് നമുക്ക് സിനിമ കാണണമെന്നുണ്ടെങ്കിൽ നെറ്റ്ഫ്ലിക്സ് പോലെയുള്ള നമ്മുടെ മൊബൈൽ ഫോണിൽ തന്നെ അവൈലബിൾ ആവുന്ന അവസ്ഥ വന്നു. അപ്പോ ബാഹുബലി, ദങ്കലൊക്കെ പോലെയുള്ള പല സിനിമകളും അങ്ങനെ വിജയിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ആ ഒരു ചാപ്റ്ററിൽ ആകെ പറയാനുള്ളത്. അപ്പോ ശ്രദ്ധിക്കേണ്ടത് ഈ പോസിറ്റീവ് നെഗറ്റീവ് അത് വായിച്ചു പഠിക്കേണ്ടതാണ്, വിശദീകരിക്കാനൊന്നുമില്ല. ജസ്റ്റ് ഞാനും വായിക്കും, നിങ്ങൾ കേൾക്കുന്നല്ലാതെ ക്ലാസ് എടുക്കാൻ ഈ സാധനത്തിൽ ഒന്നുമില്ല. പലവട്ടമായിട്ട് പല ചാപ്റ്റേഴ്സിൽ പറഞ്ഞ കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ജസ്റ്റ് വായിക്കുക. ഇനി ഒരു ഒറ്റ യൂണിറ്റ് കൂടിയാണുള്ളത്, ഒരു ചെറിയ യൂണിറ്റ് ആണ്, അല്ലാതെ ക്വസ്റ്റ്യൻ വരാത്തൊരു യൂണിറ്റ് ആണ്, മീഡിയ ആൻഡ് ഫ്യൂച്ചർ ഓഫ് മീഡിയേഷൻ എന്നുള്ളത്. ആകെ 2 പേജേ ഉള്ളൂ, 5 മിനിറ്റിൽ നമ്മൾ അതും പറഞ്ഞു തീർക്കും. മീഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മീഡിയേഷൻ ഇസ് എ പ്രോസസ് ത്രൂ വിച്ച് മീഡിയ കോണ്ടന്റ് ഈസ് ക്രിയേറ്റഡ്, എഡിറ്റഡ് ആൻഡ് പ്രസന്റഡ്. മീഡിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, മീഡിയ പ്രവർത്തനം, അതാണ് മീഡിയേഷൻ എന്നുള്ളത്. മീഡിയ എന്ന് പറയുമ്പോൾ മാധ്യമം, മീഡിയേഷൻ എന്ന് പറയുമ്പോൾ ആ മീഡിയയുടെ ഉള്ളടക്കത്തെ നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ അതിനെ പ്രസിദ്ധീകരിക്കുന്നത്, പബ്ലിഷ് ചെയ്യുന്ന ഒരു പ്രക്രിയ ഉണ്ടല്ലോ, അത് മീഡിയയുടെ പ്രക്രിയയാണ്. മീഡിയ പ്രവർത്തനത്തെയാണ് നമ്മൾ എന്ത് പറയുക, മീഡിയേഷൻ എന്ന് പറയുക. അപ്പൊ അത് ഒരേ സമയം തന്നെ എന്താണ് മീഡിയ പറയേണ്ടത്, എങ്ങനെയാണ് നമ്മൾ അതിനോട് എൻഗേജ് ചെയ്യുന്നത്, ഈ സാധനങ്ങളാണ് മീഡിയേഷൻ ഉൾപ്പെടുക എന്ന് സിൽവർ സ്റ്റോൺ എന്ന് പറയുന്ന സ്കോളർ പറഞ്ഞതായിട്ട് കാണാം. അപ്പോൾ ഓഡിയൻസ്, അത് പക്ഷേ വായനക്കാരാകാം, പ്രേക്ഷകരാകാം, ശ്രോതാക്കളാകാം, ഏത് മീഡിയ ടൈപ്പ് അനുസരിച്ചിരിക്കും. അപ്പൊ അതിന്റെ ഓഡിയൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു മീഡിയേഷൻ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് വിഷയങ്ങളെ വ്യത്യസ്ത രൂപത്തിൽ ഇന്റർപ്രറ്റ് ചെയ്ത് വ്യത്യസ്ത രൂപത്തിൽ അതിനെ വ്യാഖ്യാനിച്ചെടുക്കാറുണ്ട്. പിന്നെ വരുന്നൊരു സംഗതിയാണ് ട്രയാങ്കിൾ ഓഫ് മീഡിയേഷൻ എന്നുള്ളത്. അതായത് എങ്ങനെയാണ് മീഡിയേഷൻ മനുഷ്യന്റെ ഹ്യൂമൻ എക്സ്പീരിയൻസുമായിട്ട് കണക്ട് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ ഒരാളുടെ ഇതാണ് ശ്രദ്ധിക്കാനായിട്ട് ഈ 3 കാര്യങ്ങൾ ഇത് നോട്ട് ചെയ്യുക. ചാപ്റ്ററിൽ പറയുന്ന ഒരു പ്രധാന പോയിന്റ് ഇതാണ്, ട്രയാങ്കിൾ ഓഫ് മീഡിയേഷൻ എന്നുള്ളത്. 2 മാർക്കിനോ ഒക്കെ ചോദിക്കാൻ സാധ്യത ഉള്ളതാണ്. അതായത് മനുഷ്യന്റെ ഓർമ്മശക്തി, ഭാവനാശേഷി, അനുഭവങ്ങൾ. അതായത് ഓർമ്മശക്തി, മെമ്മറി, ഇമാജിനേഷൻ, അതായത് ഭാവന, അതുപോലെ തന്നെ ലിവിഡ് എക്സ്പീരിയൻസ്, ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ജീവിതാനുഭവങ്ങൾ. ഈ 3ഉം ചേർന്നിട്ടാണ്, ഇത് 3ഉം കണക്ട് ചെയ്തിട്ടാണ് ഒരാൾ മീഡിയയുമായിട്ട് കണക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ട്രയാങ്കിൾ ഓഫ് മീഡിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ത്രികോണം, ആ ത്രികോണത്തിലെ 3 വരകൾ, ഒന്ന് മെമ്മറി, ഒന്ന് ഇമാജിനേഷൻ, ഒന്ന് ലിവിഡ് എക്സ്പീരിയൻസും ആണ്. അപ്പൊ അത് പ്രത്യേകം നോട്ട് ചെയ്യുക.
ട്രയാങ്കിൾ മീഡിയേഷൻ ഓഫ് മീഡിയേഷൻ എന്ന് പറഞ്ഞാൽ ഈ 3 സംഗതിയാണ് നിങ്ങളുടെ ഓർമ്മയിലേക്ക് വരേണ്ടത്. കാരണം ഈ ഒരു 3 മനുഷ്യന്റെ ഭാവന, ഓർമ്മശക്തി, അതുപോലെ തന്നെ ജീവിതാനുഭവം, അതിൽ നിന്നുകൊണ്ടായിരിക്കും ഒരു മീഡിയ കോണ്ടന്റിനോട് ഒരു മനുഷ്യൻ പ്രതികരിക്കുന്നുണ്ടാകുക. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു മീഡിയ പ്രവർത്തനം മനുഷ്യന്റെ എക്സ്പീരിയൻസുമായിട്ട് കണക്ട് ചെയ്യുന്നത്, ആ കണക്ഷനെ ചിത്രീകരിക്കുന്ന സംഗതിയാണ് ട്രയാങ്കിൾ ഓഫ് മീഡിയേഷൻ എന്നുള്ളത്. അതിൽ 3 ഘടകങ്ങളാണുള്ളത്: മെമ്മറി, ഇമാജിനേഷൻ ആൻഡ് ലിവിഡ് എക്സ്പീരിയൻസ് എന്നുള്ളത്. അപ്പൊ പലപ്പോഴും ഒരു റിയാലിറ്റി എക്സ്പീരിയൻസ് കിട്ടാൻ മനുഷ്യന്റെ ഭാവനയ്ക്ക് അനുയോജ്യമായ രൂപത്തിൽ നമ്മൾ അതിനെ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾക്ക് അതിന്റെ റിയാലിറ്റി ഫീൽ ചെയ്യും. മനുഷ്യന്റെ എക്സ്പീരിയൻസിനോട് കണക്ട് ചെയ്യാൻ പറ്റിയ രൂപത്തിലാണെങ്കിൽ റിയാലിറ്റി ഫീൽ ചെയ്യും. അവന്റെ ഓർമ്മശക്തിക്ക് അനുയോജ്യമായ രൂപത്തിലാണ് റിയാലിറ്റി ഫീൽ ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് ഒരു മീഡിയ പ്രവർത്തനം മനുഷ്യന്റെ എക്സ്പീരിയൻസിന് അനുയോജ്യമായിട്ട് റിയാലിറ്റിക്ക് അനുകൂലമായിട്ട് അവതരിപ്പിക്കുക എന്നുള്ളത് ഇവിടെ വളരെ പ്രധാനമാണ്. ഇപ്പൊ പരസ്യം ചെയ്യുന്നവരൊക്കെ ആ ഒരു സംഗതി വല്ലാതെ ശ്രദ്ധിക്കാറുണ്ട്. ദെൻ മീഡിയ ആൻഡ് മീഡിയേഷൻ നമുക്കറിയാം. മീഡിയേഷൻ എന്ന് പറയുമ്പോൾ ആരാണ് ഈ ഒരു മീഡിയ കോണ്ടന്റ് ഉണ്ടാക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ പറയാനുള്ളത്. മീഡിയയിലൂടെ നമുക്ക് എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റും, അതായത് വിവരങ്ങൾ കൈമാറാൻ പറ്റും, എന്റർടൈൻമെന്റ് ആസ്വാദന മാർഗമായിട്ട് പറ്റും. അതേസമയം തന്നെ നെഗറ്റീവായിട്ട് ഒരാളെ മാനിപ്പുലേറ്റ് ചെയ്യാനും മിസ്ലീഡ് ചെയ്യാനും. അപ്പോൾ ഒരാളെ കാര്യങ്ങൾ അറിയിക്കുക, ആസ്വദിപ്പിക്കുക തുടങ്ങിയുള്ള പോസിറ്റീവ് വശങ്ങളുണ്ട്, നെഗറ്റീവ് വശങ്ങളുണ്ട്. പോസിറ്റീവ് വേണോ നെഗറ്റീവ് വേണോ എന്നുള്ളത് തീരുമാനിക്കുന്നത് മീഡിയേഷൻ എന്ന് പറയുന്ന ഒരു പ്രക്രിയയാണ്. അത് ചെയ്യുന്നത് ആരാണ്? മീഡിയ ഓണർഷിപ്പാണ്. അവരാണ് തീരുമാനിക്കുന്നത്. അതായത് പലപ്പോഴും ഈ ഒരു വൈവിധ്യത്തെ ചുരുക്കിക്കൊണ്ട് വളരെ സങ്കുചിതമായ മനോഭാവത്തിലൂടെ മീഡിയ ഓണർഷിപ്പ്, ആരുടെ പക്കലാണോ മീഡിയ ഉള്ളത് അവരായിരിക്കും സമൂഹത്തിൽ മീഡിയേഷൻ നടത്തുക. ഏത് മീഡിയ കോണ്ടന്റ് വേണം, അതെങ്ങനെ വേണം എന്നുള്ളത് തീരുമാനിക്കുക ഈ ഒരു വിഭാഗമായിരിക്കും. അപ്പോൾ അതാണ് നമുക്ക് അവിടെ മീഡിയ ഓണർഷിപ്പുമായി ബന്ധപ്പെട്ട് പറയാനുള്ള ഒരു കാര്യം. അപ്പോൾ സൊസൈറ്റിയിൽ അതുണ്ടാക്കുന്ന സ്വാധീനം പോസിറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ് ആയതുകൊണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ ഇൻഫോർമേഷൻ, എഡ്യൂക്കേഷൻ, റൈസ്, അവയർനെസ്, അതൊക്കെ ഉണ്ട്. റിപ്പീറ്റിംഗ് ആണ് കേട്ടോ. എത്രയോ വട്ടം നമ്മൾ പറഞ്ഞ സംഗതി തന്നെ പല പേരിൽ വരുന്നതേ. ഈ ക്വസ്റ്റ്യൻ കണ്ടാലും ഇങ്ങനെ തന്നെ ഇടാം. അപ്പോൾ അത്രയും സിമ്പിൾ ആണ്, അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞ് തീർത്തത്. ഒരു ഡിജിറ്റൽ യുഗത്തിലുള്ള മീഡിയേഷൻ എന്ന് പറയുമ്പോൾ നിരന്തരമായ പരിണാമങ്ങൾക്ക് വിധേയമാണ്. പലപ്പോഴും അത് സിറ്റിസൺ ജേർണലിസത്തെ സഹായകമാക്കിയിട്ടുണ്ട്. സിറ്റിസൺ ജേർണലിസം മുമ്പ് പറഞ്ഞിരുന്നു, പൊതുജനങ്ങളും ചാനൽ തുടങ്ങിയിട്ട് ചെയ്യുന്നൊരു അവസ്ഥ. നമുക്കൊക്കെ എന്ത് ചെയ്യാം, ഫേസ്ബുക്ക് ലൈവ് വഴി മീഡിയ പ്രവർത്തനം നടത്താം. മാധ്യമ പ്രവർത്തകന്റെ ടാഗ് ഒന്നും ആവശ്യമില്ല. കാരണം എല്ലാവരുടെ അടുത്തും ടൂൾസ് ലഭ്യമായതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ ജേർണലിസം നടത്തുന്ന ഒരു സിറ്റുവേഷൻ, അതായത് മീഡിയേഷൻ രംഗത്തേക്ക് പൊതുജനങ്ങൾ മൊത്തത്തിൽ അടിച്ചാർത്ത് വരുന്ന ഒരു അവസ്ഥ മീഡിയേഷനിലൂടെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ആക്ടിവിസം സജീവമാണ്. അതൊക്കെ വായിക്കാൻ മതി. സ്പ്രെഡ് ഓഫ് ഫേക്ക് ന്യൂസ് ആൻഡ് പ്രൊപ്പഗണ്ട നെഗറ്റീവ് എഫക്റ്റ് ആണ്. ഇപ്പോൾ മാധ്യമങ്ങളെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ, അതായത് മീഡിയേഷനെ വിശ്വസിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഒരു പ്രൊപ്പഗണ്ടയുടെ ഒക്കെ അടിസ്ഥാനത്തിൽ വ്യാജ വാർത്തകളൊക്കെ വരുന്നത് കൊണ്ട് പല ചാനലുകളോടും നമുക്ക് ഒരു വിശ്വാസം ഇല്ല എന്നുള്ള പ്രശ്നം. പിന്നെ വംശീയ പ്രസംഗങ്ങള്, സൈബർ ബുള്ളിങ് ഒക്കെ നടക്കുന്നുള്ള നെഗറ്റീവ്സ് മുമ്പ് നമ്മൾ പറഞ്ഞ പോയിന്റ്സേ ഉള്ളൂ. ഫ്യൂച്ചർ ഓഫ് മീഡിയ ആൻഡ് മീഡിയേറ്റഡ് കമ്മ്യൂണിറ്റി എന്നുള്ള ഇതാണ് വരുന്നത്. ലോകത്തുള്ള ഒരു പുതിയ 10 ട്രെൻഡുകളാണ്. പുതിയ കാലത്തെ 10 ട്രെൻഡുകൾ. അത് ജസ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കിയാണ് വേണ്ടത്. വിശദീകരിക്കുന്നതിൽ പരിധിയുണ്ട്. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നിർമ്മിത ബുദ്ധി യുഗമാണ്. വെർച്വൽ ആൻഡ് ഓഗ്മെന്റഡ് റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 24 റിപ്പോർട്ടറൊക്കെ പോലെയുള്ള ചാനൽ കാണുന്നവർക്ക് അറിയാം. അപ്പോൾ വാർത്ത വായിക്കുന്ന ആ ഒരു സ്ക്രീനിലേക്ക് എന്ത് വരും, ഒരു ഹെലികോപ്റ്റർ വന്ന് ഇറങ്ങിയിട്ട് അതിൽ നിന്നും ആള് ഇറങ്ങി വന്നിട്ട് വാർത്ത വായിക്കുക. അപ്പൊ സംഭവം അതൊന്നുള്ളതല്ല, ഓഗ്മെന്റഡ് റിയാലിറ്റി ആണ് ശരിക്കും. അപ്പൊ എഡിറ്റിംഗ് അല്ല ശരിക്കും, കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള, കുറച്ചുകൂടി നമുക്ക് കാണാൻ രസം തോന്നുന്ന രൂപത്തിലുള്ള വെർച്വൽ റിയാലിറ്റി, അതുപോലെ തന്നെ ഓഗ്മെന്റഡ് റിയാലിറ്റി. നമ്മൾ വേറൊരു ലോകത്തേക്ക് കടന്നിട്ടൊരു സംഗതി കാണുന്ന പോലെ അതിനാണ് വെർച്വൽ റിയാലിറ്റി എന്ന് പറയുക. അപ്പൊ മാളുകളിലൊക്കെ പോയിട്ട് അവിടെ ഓഗ്മെന്റഡ് റിയാലിറ്റി ടൂൾസ് ഉണ്ടാകും. അപ്പൊ നമ്മള് ഒരു കണ്ണട പോലത്തെ സാധനം വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഒരു സ്പേസ് യാത്ര നടത്തുന്നത് പോലെ തോന്നും. കാരണം വേറെ ഒന്നും കാണാതെ വളരെ ടെറിഫിക് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസിലൂടെ നമ്മൾ എന്ത് ചെയ്യുക, ചന്ദ്രനിൽ പോകുന്നത് പോലെയുള്ള സംഗതികൾ നമ്മൾ കണ്ണട വെച്ചിട്ട് കാണുക. അപ്പൊ അത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തോന്നുന്നത് നമ്മൾ ആ സ്പേസിലൂടെ സഞ്ചരിക്കുന്ന ഫീല് നമുക്ക് കിട്ടും. അതാണ് ഓഗ്മെന്റഡ് റിയാലിറ്റി, പുതിയ കാലത്തെ ട്രെൻഡാണ്. ദെൻ മൊബൈൽ ഫസ്റ്റ് കോണ്ടന്റ് എന്നുള്ളത്, അതായത് സ്മാർട്ട് ഫോണുകളിൽ മൊബൈൽ യൂസേജ് ഒക്കെ കൂടുതൽ പ്രാമുഖ്യം നേടുന്ന ഒരു അവസ്ഥ. പേഴ്സണലൈസ്ഡ് കണ്ടന്റ് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു. നമുക്ക് എന്താണോ വേണ്ടത് അതാണ് നമ്മുടെ യൂട്യൂബിലും ഇൻസ്റ്റയിലും വരിക. അപ്പോൾ ആ ഒരു പേഴ്സണലൈസ്ഡ് കണ്ടന്റ്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, ദെൻ UGC അതായത് യൂസർ ജനറേറ്റഡ് കോണ്ടന്റുകൾ. പൊതുജനങ്ങൾക്ക് എന്ത് ചെയ്യാം, കോണ്ടന്റ് ഉണ്ടാക്കാനുള്ള അവസ്ഥ. ഫേസ്ബുക്കിൽ അവർക്ക് തന്നെ പോസ്റ്റ് ഇടാം, അവർക്ക് തന്നെ കമന്റ് ചെയ്യാം. അപ്പോൾ കമ്പനികളല്ല, പൊതുജനങ്ങൾക്ക് UGC കോണ്ടന്റുകൾ വരുന്ന ഒരു കാലം. ദെൻ ഡാറ്റ പ്രൈവസിക്ക് വേണ്ടിയുള്ള വലിയ ചർച്ചകൾ നടക്കുന്ന ഒരു ട്രെൻഡ്. മൾട്ടിമീഡിയ കോണ്ടന്റ്. മൾട്ടിമീഡിയ എന്ന് പറയുമ്പോൾ ഒരേ സമയം തന്നെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് വീഡിയോ, ഓഡിയോ, വിഷ്വൽ ഒക്കെ ഉപയോഗിക്കാം. അതിനാണ് നമ്മൾ മൾട്ടിമീഡിയ എന്ന് പറയാം. വ്യത്യസ്തമായിട്ടുള്ള ശബ്ദങ്ങൾ ഉൾക്കൊള്ളിക്കുക, ബ്ലോക്ക് ചെയിൻ ടെക്നോളജി.
അതായത് കണ്ടന്റ് റൈറ്റിംഗ് ട്രാൻസാക്ഷൻ, കോപ്പിറൈറ്റ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനാണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് പറയാം. അതൊന്നും വിശദീകരിക്കാനുള്ളതില്ല. എക്സാമിൽ ചോദിക്കുമോ എന്ന് ചോദിച്ചാൽ ഇതുവരെ ചോദിച്ചിട്ടില്ല, ചിലപ്പോൾ ചോദിച്ചേക്കാം. അപ്പോൾ അറിയാവുന്ന രൂപത്തിൽ പഠിച്ചു വെക്കുക. അപ്പോൾ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ഭാവി നോക്കുന്ന സമയത്ത് മീഡിയേഷൻ ഇവിടെ വലിയ പ്രസക്തി ഉണ്ട്. പ്രധാനമായിട്ടും ഓൺലൈൻ മീഡിയേഷൻ, ഓൺലൈൻ മാധ്യമ പ്രവർത്തനമാണ് കാര്യമായിട്ട് നടക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ വെർച്വൽ റിയാലിറ്റിയും ഓഗ്മെന്റ് റിയാലിറ്റിയും ഒക്കെ സജീവമായിട്ടുള്ളത് കൊണ്ട് തന്നെ ആ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ ജീവിക്കുന്നു. അതിന്റെ നെഗറ്റീവ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും ഡിജിറ്റൽ ആയിട്ടുള്ള ഫിസിക്കൽ ഇതേ ഉള്ളൂ. കൂടുതൽ നമ്മൾ ഓൺലൈനിലേക്ക് മാറും എന്നുള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും ഫിസിക്കലായിട്ട് കിട്ടേണ്ട പല കാര്യങ്ങളും മീഡിയ രംഗത്ത് നിന്നും ഇല്ലാതെ പോകുന്ന ഒരു അവസ്ഥ ഉണ്ട്. പിന്നെ പലപ്പോഴും മനുഷ്യന്റെ ഒരു സ്ഥാനം മീഡിയ പ്രവർത്തനത്തിൽ മനുഷ്യന്റെ സ്ഥാനം കുറഞ്ഞു വരികയാണ്. കാരണം അത് നിർമ്മിത ബുദ്ധിയെ അതിനെ മറികടന്നിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ അത് ഭാവിയിൽ കുറച്ചുകൂടി തീവ്രമായിട്ട് മാറും. പിന്നെ മനുഷ്യൻ എന്ത് പണിയാണ് ഉള്ളത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. പിന്നെ ടെക്നിക്കൽ റിസ്കുകൾ, അത്തരത്തിൽ കൂടുതൽ ടെക് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പേഴ്സണൽ കണക്ഷൻ, നമ്മുടെ സമൂഹത്തിൽ ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥ, അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ, ഇതൊക്കെ ഈ ഒരു ഓൺലൈൻ മീഡിയേഷന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്. പൊതുവെ കമ്പാരിറ്റീവ്ലി ചോദ്യം കുറവുള്ള ഒരു ഭാഗമാണ് മീഡിയേഷൻ. എന്താണ് മീഡിയേഷന്റെ ഒരു ഡെഫിനേഷൻ പഠിക്കുക, പിന്നെ മീഡിയയിൽ പങ്കുണ്ട്, ട്രയാങ്കിൾ ഓഫ് മീഡിയേഷൻ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ 6th ബ്ലോക്ക് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എന്തെങ്കിലും കാര്യമായിട്ടുള്ള ഡൗട്ടുകൾ ഉണ്ടോ എങ്കിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. നാളത്തെ ക്ലാസ്സിന്റെ സമയം ഞാൻ ഗ്രൂപ്പിൽ